ഹലോ മിസ് ഓണിയൻസ്, ദിസ് ഇസ് മീ JP. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് മോഷൻ എപ്ലെയിൻ എന്നുള്ള ചാപ്റ്ററുമായിട്ടാണ്. കുറച്ച് PYQ ക്വസ്റ്റ്യൻസുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ക്ലിയർ? ചാപ്റ്ററിന്റെ ഏറ്റവും ബേസ് ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട എല്ലാ ഭാഗത്തു നിന്നും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. എന്റെ കൂടെ മക്കൾ ഉണ്ടാവണം ഈ ഏരിയ കഴിയുന്നവരെ കേട്ടോ. എങ്കിൽ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് ഒടിച്ച് മടക്കിയിട്ട് നിങ്ങളുടെ കയ്യിലുണ്ടാവും. ക്ലിയർ ആണോ മക്കൾക്ക്? അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മോഷൻ ഇൻ എ പ്ലെയിൻ. റെഡി? യെസ്. ഈ ചാപ്റ്റർ എങ്ങനെയാണ് പഠിക്കുക എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അത് കഴിഞ്ഞിട്ട് ഇതിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ള കാര്യങ്ങളും കൂടി നമുക്ക് നോക്കി വെക്കാം. അങ്ങനെയാണെങ്കിൽ മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറയുന്ന ചാപ്റ്റർ സാധാരണ രീതിയിൽ മോഷൻ ഇൻ എ പ്ലെയിനിൽ ഓൾമോസ്റ്റ് മക്കൾക്ക് ലഭിക്കേണ്ട മാർക്ക് ഒരു വെയിറ്റേജ് എന്ന് പറയുന്നത് 5 to 6 മാർക്സ് ആണ്. 5 to 6 മാർക്സ് ആണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന മാർക്ക് എന്ന് പറയുന്നത്. ഇത് മാർക്കിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല ഈ ചാപ്റ്റർ നോക്കി കാണേണ്ടത്. പല രീതിയിലും പല ഡിഫറെന്റ് കോൺസെപ്റ്റുകളും ഈ ചാപ്റ്ററിലുണ്ട്. അതുകൊണ്ട് തന്നെ 5 to 6 മാർക്സ് എന്നുള്ള രീതിയിൽ മാത്രമല്ല, ഒരുപാട് കോൺസെപ്റ്റുകളുള്ള ചാപ്റ്ററും കൂടിയാണ് മോഷൻ ഇൻ എ പ്ലെയിൻ. റെഡി ആണോ മക്കൾക്ക്? ഓക്കെ, ഫൈൻ. എടാ, മോഷൻ ഇൻ എ പ്ലെയിനിൽ നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് രണ്ട് ഏരിയാസ് തന്നെയാണ് അല്ലെ. രണ്ട് ഏരിയാസിൽ ഏറ്റവും കൂടുതലായിട്ട് എക്സാമിന് ചോദിക്കാറുള്ളത് പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറയുന്ന ഈ ചാപ്റ്ററിന്റെ VVIP ഐറ്റം. ഓക്കെ ആണോ? പ്രൊജക്ടൈൽ മോഷന്റെ 3 ഇക്വേഷൻസ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രൊജക്ടൈൽ മോഷൻ മക്കൾ പഠിച്ചിട്ടുണ്ടാവും. അതിനെ ബേസ് ചെയ്തുകൊണ്ട് മാക്സിമം ഹൈറ്റ്, ഹൊറിസോണ്ടൽ റേഞ്ച്, ടൈം ഓഫ് ഫ്ലൈറ്റ്, ഇതിനൊക്കെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഇക്വേഷൻസും മക്കൾക്ക് ഇന്നിവിടെ പഠിക്കാനുണ്ട് കേട്ടോ. അതിന്റെ ഫസ്റ്റ് ഏരിയയിൽ നമുക്ക് വരുന്നത് വെക്ടേഴ്സ്, സ്കാലാസ് എന്ന് പറയുന്ന കുറച്ച് ടേംസ്, അതിന്റെ പ്രത്യേകതകൾ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വെക്ടേഴ്സ്. ഇതിന്റെ കൂടെ ഈ ചാപ്റ്ററിന്റെ ലാസ്റ്റ് നമുക്ക് സർക്കുലർ മോഷൻ. ഓക്കെ, സർക്കുലർ മോഷൻ, ആംഗുലർ വെലോസിറ്റി, ലീനിയർ വെലോസിറ്റി തമ്മിലുള്ള റിലേഷൻ, അങ്ങനെയുള്ള കുറച്ച് ഭാഗങ്ങൾ വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് മക്കൾക്ക് പഠിക്കാനുള്ളത്. പക്ഷേ ഈ ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ എക്സാമിന് ചോദിക്കാറുള്ളത് 3 to 4 മാർക്സ് ചോദിക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് പ്രൊജക്ടൈൽ മോഷൻ ആണ്. പ്രൊജക്ടൈൽ മോഷൻ മക്കൾക്ക് ക്ലിയർ ആണോ? ദർ ഇസ് നോ ഡൗട്ട് ഈ ചാപ്റ്റർ കയ്യിലുണ്ടാവും. ക്ലിയർ ആണോ മക്കൾക്ക്? അപ്പൊ 3 to 4 മാർക്സ് പ്രൊജക്ടൈൽ മോഷൻ എന്ന് പ്രതീക്ഷിക്കാം. നെക്സ്റ്റ് 1 to 2 മാർക്സ്. 1 to 2 മാർക്സ് മക്കൾ എവിടെ വരൂടാ? ടൈപ്സ് ഓഫ് വെക്ടേഴ്സ്, അതിന്റെ പ്രൊഡക്റ്റുകൾ, സ്കാലാസ്, പിന്നെ വെക്ടർ അഡിഷൻ, അതായത് ട്രയാങ്കിൾ ലോ ഉണ്ടാവും, പാരലോഗ്രാം ലോ ഉണ്ടാവും, അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള അനലിറ്റിക്കൽ മെത്തേഡ് ഉണ്ടാവും. അത് കൂടാതെ ലാസ്റ്റ് ഒരു ഏരിയ സർക്കുലർ മോഷൻ. അതിൽ തന്നെ സാധാരണ രീതിയിൽ ചോദിക്കാറുള്ളത് ലീനിയർ വെലോസിറ്റി, ആംഗുലർ വെലോസിറ്റി തമ്മിലുള്ള റിലേഷൻസ്, അതിന്റെ ഇക്വേഷൻസ്, അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പൊ ഇത്രയാണ് ഈ ചാപ്റ്ററിന്റെ നെറ്റ് ആയിട്ടുള്ള നമ്മൾ പഠിക്കേണ്ടി വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നമുക്കറിയാം പ്രൊജക്ടൈൽ മോഷൻ ആയിരിക്കണം. സെക്കൻഡ് വൺ എന്തായിരിക്കണം? ഈ ചാപ്റ്ററിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടാവുന്ന കുറച്ച് കാര്യങ്ങൾ, അതായത് വെക്ടേഴ്സ് എന്താണ്, സ്കാലാസ് എന്താണ്. വെക്ടേഴ്സ് നമുക്ക് അറിയാം. എന്താണ് വെക്ടേഴ്സ്, എന്താണ് സ്കാലാർ? വെക്ടർ എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല, മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി കറക്റ്റ് ഡെപ്തിൽ നമുക്ക് ക്ലിയർ ആവണമെങ്കിൽ, അതിന്റെ മീനിങ് ആയിട്ട് നമുക്ക് കിട്ടണമെങ്കിൽ അതിന്റെ മാഗ്നിറ്റ്യൂഡും വേണം, ഡയറക്ഷൻ വേണമെങ്കിൽ അതിന് നമ്മളൊരു പേര് പറയും വെക്ടേഴ്സ് ആണ് അല്ലെ, അല്ലെങ്കിൽ വെക്ടർ ക്വാണ്ടിറ്റീസ് ആണ്. സ്കാലാസ് ആണെങ്കിൽ നമുക്ക് എന്ത് വേണ്ട? ഡയറക്ഷൻ ആവശ്യമില്ല, നമുക്ക് സിംപ്ലി ചെയ്ത് മാത്രം മതി, മാഗ്നിറ്റ്യൂഡ് മാത്രം മതി. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാലോ, സ്പീഡ് നമുക്ക് പറയാം. പക്ഷെ സ്പീഡ് എന്ന് പറഞ്ഞ സ്കാലാർ ആണ്, അതിന് ഡയറക്ഷൻ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. വെലോസിറ്റി ആണെങ്കിലോ ആക്സിലറേഷൻ ആണെങ്കിലോ അങ്ങനെയുള്ള ക്വാണ്ടിറ്റീസിൽ എന്തും കൂടി നമ്മൾ കൺസിഡർ ചെയ്യാറുണ്ട്, നമ്മൾ ഡയറക്ഷൻ കൂടി കൺസിഡർ ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള കേസസിനെയാണ് നമ്മൾ വെക്ടേഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ മക്കൾക്ക്? നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വെക്ടേഴ്സും സ്കാലാസും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എക്സാമ്പിൾസ് അടക്കം നമ്മൾ എഴുതി തന്നിട്ടുണ്ട്. ആ എക്സാമ്പിളുകൾ മക്കളൊന്ന് പഠിച്ചു വെക്കാം. പല എക്സാമുകളിലും വെക്ടേഴ്സ് കുറച്ച് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് തന്നിട്ട് അതിൽ വെക്ടേഴ്സ് ഏതാണ്, സ്കാലാസ് ഏതൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. ഇനി അതിൽ വരുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ടൈപ്പ് ലോ ആണ്. പാരലോഗ്രാം ലോ ഉണ്ട്, ട്രയാങ്കിൾ ലോ ഉണ്ട്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാം. വെക്ടർ അഡിഷൻ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ്. നെക്സ്റ്റ് വൺ നമുക്ക് സർക്കുലർ മോഷൻ ആണ്. ഇത്രയും കാര്യങ്ങൾ ഓക്കെയാൽ നമുക്ക് ഈ ചാപ്റ്റർ ഓക്കെയാണ് കേട്ടോ. അങ്ങനെയാണ് നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റിലേക്ക് കടക്കാലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കി നോക്കാം. യെസ്, നോക്കാം നമുക്ക്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഐഡന്റിഫൈ ദ സ്കാലാർ ക്വാണ്ടിറ്റി ഫ്രം ദ ഫോളോവിങ് ആൾട്ടർനേറ്റീവ്സ്. ഏതാണ് സ്കാലാർ ക്വാണ്ടിറ്റി എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. മക്കൾ നോക്കിക്കേ, ഇതില് മൊമെന്റം ഉണ്ട്, വർക്ക് ഉണ്ട്, ടോക്ക് ഉണ്ട്, ആക്സിലറേഷൻ. ഇതിലെ സ്കാലാർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. മാഗ്നിറ്റ്യൂഡ് മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതിന്റെ എക്സാമ്പിൾ ആണ് വർക്ക്. അങ്ങനെയാണെങ്കിൽ ഇതിൽ വർക്കാണ് മക്കളെ ഏതെന്ന് പറയുന്നത് സ്കാലാർ ക്വാണ്ടിറ്റിയിൽ വരുന്നത്. മൊമെന്റം ആണെങ്കിലും
ടോർക്ക് ആണെങ്കിലും ആക്സിലറേഷൻ ആണെങ്കിലും എന്താണ്? വെക്ടർ ആണ് കേട്ടോ. സെറ്റ് ആണോ മക്കൾക്ക്? വെക്ടർ ആണെങ്കിൽ ഒരു കേസ് കൂടി മക്കൾ ഓർത്ത് വെച്ചോ. നമുക്ക് വെക്ടർ ആവണമെങ്കിൽ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും മാത്രം പോരാ, വെക്ടറിന്റെ ലോസ് എന്ത് ചെയ്യാൻ കഴിയണം? ഒബേ ചെയ്യാൻ കഴിയണം. അതുകൊണ്ടാണ് നമ്മൾ കറണ്ട് സാധാരണ രീതിയിൽ നമ്മൾ സ്കാലർ ആയിട്ടാണ് എടുക്കുക. കറണ്ടിന് മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, ഡയറക്ഷൻ ഉണ്ട്, പക്ഷെ എന്ത് ഒബേ ചെയ്യുന്നില്ല? വെക്ടർ ലോസ് ഒബേ ചെയ്യുന്നില്ല. സോ കറണ്ട് എന്താണ് മക്കളെ? നമുക്ക് സ്കാലർ ആണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് കേസിലേക്ക് നമുക്ക് വന്നാലോ? യെസ്. വാട്ട് ആർ ദ കണ്ടീഷൻസ് ഫോർ ഇക്വാലിറ്റി ഓഫ് ടു വെക്ടേഴ്സ്? അല്ലെങ്കിൽ ഈക്വൽ വെക്ടേഴ്സ് എന്താണ് എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. ഈക്വൽ വെക്ടേഴ്സ്, ഈക്വൽ വെക്ടേഴ്സ് ഒന്നുമില്ല, ഈക്വൽ ആയിരിക്കും വെക്ടേഴ്സ്. എന്റെ കയ്യിൽ രണ്ട് വെക്ടേഴ്സ് ഉണ്ട്, വെക്ടർ എയും ഉണ്ട്, വെക്ടർ ബിയും ഉണ്ട്. ഓക്കെ ആണോ? ഇതിന്റെ മാഗ്നിറ്റ്യൂഡും ഈക്വൽ ആയിരിക്കും, ഡയറക്ഷനും ഈക്വൽ ആയിരിക്കും. മാഗ്നിറ്റ്യൂഡ് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഇതിന്റെ ഈ ഒരു സ്റ്റെം പോർഷൻ അല്ലെ, അല്ലെങ്കിൽ ഇത്രയും പോർഷൻസ്. ഇതിന്റെ ഡയറക്ഷൻ സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണോ മക്കൾക്ക്? ഇതിന്റെ രണ്ടിന്റെയും മാഗ്നിറ്റ്യൂഡ് എന്താണോ? സെയിം ആണ്. അതിന്റെ ഡയറക്ഷനും തന്നെയാണ് മക്കളെ, ഒരേ സൈഡിലേക്കാണ്. സോ മാഗ്നിറ്റ്യൂഡും സെയിം ആണ്, ഡയറക്ഷൻ സെയിം ആണ്. സോ ഇതെന്താണ്? ഈക്വൽ വെക്ടേഴ്സ് ആണ്. ഈക്വൽ വെക്ടേഴ്സ് ആവണമെങ്കിൽ ഒരു കണ്ടീഷനേ ഉള്ളൂ, മാഗ്നിറ്റ്യൂഡ് സെയിം ആവുക, ഡയറക്ഷൻ സെയിം ആവുക. ക്ലിയർ ആണോ മക്കളെ? കൺഫ്യൂഷൻസ് ഇല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ തേർഡ് ക്വസ്റ്റിലേക്ക് നമുക്ക് വരാം. വാട്ട് ഈസ് നൾ വെക്ടർ, സീറോ വെക്ടർ? എന്താണ് നൾ വെക്ടർ അല്ലെങ്കിൽ സീറോ വെക്ടർ? നൾ വെക്ടർ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. നൾ വെക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും മക്കളെ? ദ വെക്ടർ ഹാവിംഗ് മാഗ്നിറ്റ്യൂഡ് 0 ആൻഡ് ആർബിട്രറി ഡയറക്ഷൻ. ഇത്രയേ ഉള്ളൂ. ഏതെന്ന് പറയുന്നത്? മാഗ്നിറ്റ്യൂഡ് 0 ആയിട്ടുള്ള ആർബിട്രറി ഡയറക്ഷനുള്ള വെക്ടേഴ്സ് ആണ് നമ്മൾ എന്ത് പറയുന്നത്? നൾ വെക്ടേഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സീറോ വെക്ടേഴ്സ് എന്ന് പറയുന്നത്. എന്താണ് ഇതിന്റെ രണ്ട് പ്രോപ്പർട്ടീസ് എന്ന് വെച്ചാൽ മക്കളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. നമ്മൾ ഇവിടെ ഒരു വെക്ടർ എ എന്ന് പറയുന്ന വെക്ടറുമായിട്ട് ഒരു നൾ വെക്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന ഏതായിരിക്കും? ആ വെക്ടർ തന്നെയായിരിക്കും. ക്ലിയർ ആണോ? ഇനി എ എന്ന് പറയുന്ന ഒരു വെക്ടറും അതിന്റെ നെഗറ്റീവ് വെക്ടറും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാലോ? എ എന്ന് പറയുന്ന ഒരു വെക്ടർ നെഗറ്റീവ് വെക്ടറും കൂടി ആഡ് ചെയ്തു, രണ്ടും സെയിം മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും, ബട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും. അപ്പൊ നമുക്ക് കിട്ടുന്ന ഏതായിരിക്കും മക്കളെ? ഇവിടെ നൾ വെക്ടർ ആയിരിക്കും, അല്ലെങ്കിൽ സീറോ വെക്ടർ ആയിരിക്കും. സെറ്റ് ആണോ മക്കൾക്ക്? അങ്ങനെ 3 ക്വസ്റ്റ്യൻ നമ്മൾ കവർ ചെയ്തു കേട്ടോ. 3 ജസ്റ്റ് തിയറി മാത്രമേ ഉള്ളൂ. 1 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പറഞ്ഞത്. അതില് നൾ വെക്ടർ, യൂണിറ്റ് വെക്ടർ ഓർത്ത് വെച്ചോ, എക്സാമിന് ഇമ്പോർട്ടന്റ് ആണ്. യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, മാഗ്നിറ്റ്യൂഡ് 1 ആ. ഇവിടെ സീറോ വെക്ടർ എന്ന് പറയുന്നുണ്ടെങ്കിൽ എത്രയായിരിക്കും? മാഗ്നിറ്റ്യൂഡ് 0 ആണ്. ക്ലിയർ ആണോ മക്കളെ? സെറ്റ് ആണേ, ഒരു കൺഫ്യൂഷൻ ഇല്ല, നമ്മൾ സെറ്റ് ആക്കി പോവാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് നമുക്ക് വരാം. ഓക്കെ, യെസ്. അങ്ങനെയാണെങ്കിൽ മക്കൾ നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് വന്നേ. ക്വസ്റ്റ്യൻ ഇതാണ് മക്കളെ. എ സ്റ്റോൺ ഈസ് ത്രോൺ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ സ്ലിംഗ്. സ്ലിംഗ് എന്താണ്? സ്ലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ ചവണ, തെറ്റാലി എന്നൊക്കെ പറയും കേട്ടോ. എന്താണ് മക്കൾ? ആലോചിച്ച് നോക്കുക. കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ സാധനം ഒന്ന് വരയ്ക്കട്ടോ. നമ്മൾ ഈ കാക്കേനൊക്കെ ഓടിക്കാൻ വേണ്ടിയിട്ട് പഴയ ആളുകൾ ചെറിയൊരു ഈ ഒരു ഷേപ്പിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും? മരത്തിനൊക്കെ ഒന്ന് റീസ്ട്രക്ചർ ചെയ്തെടുത്ത് അതിൽ നമ്മൾ ചെറിയൊരു റബ്ബറിന്റെ ഒക്കെ ഒരു പാഡൊക്കെ നമ്മൾ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ടാവും. ഓക്കെ ആണോ? നമ്മൾ ഇങ്ങനെ ഒരു പാഡൊക്കെ കെട്ടി വെച്ചിട്ട് നമ്മൾ ഇവിടുന്ന് കല്ലിങ്ങനെ ജസ്റ്റ് എന്ത് ചെയ്യൂടാ, ഇവിടെ ഇങ്ങനെ ലോക്ക് ചെയ്തിട്ട് നമ്മൾ ഇതിങ്ങോട്ട് പ്രസ് ചെയ്ത് വിടും. ഇത് വിടുന്ന സമയത്ത് കല്ല് എങ്ങനെയായിരിക്കും മൂവ് ചെയ്യുക? ഇതിങ്ങനെ അങ്ങോട്ട് മൂവ് ചെയ്യും അല്ലെ? ഓക്കെ ആണോ? ഓക്കെ അല്ലേ? സാധനം വരച്ചതിലുള്ള ചെറിയ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. നമ്മൾ അന്ന് അഡ്ജസ്റ്റ് ചെയ്തോ. കാര്യം പറയുന്നത് ഇത്രയേ ഉള്ളൂ. എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. വർക്കിംഗ് ഓഫ് എ സ്ലിംഗ്. ഈ ഒരു സ്ലിംഗ് എന്തിന്റെ ബേസിലാണ് വർക്ക് ചെയ്യുന്നത്? എന്തിന്റെ ബേസിൽ വർക്ക് ചെയ്യാനല്ലേ? കാക്കനടിക്കുന്നൊക്കെ എന്തിന്റെ ബേസിൽ വർക്ക് ചെയ്യാനാ? പക്ഷെ ഇതിലൊക്കെ കുറെ ഫിസിക്സിന്റെ റിലേറ്റ് ചെയ്ത ലോസ് ഒക്കെ ഉണ്ട് കേട്ടോ. അതിലുള്ള ഒരു ലോ ആണ്. മകളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇവിടെ ഞാനൊരു വെക്ടർ എ എടുത്തൊന്ന് കൺസിഡർ ചെയ്തോ മകള്. ഇവിടെ വെക്ടർ ഞാനൊരു ബി എടുത്തൊന്ന് കൺസിഡർ ചെയ്തോ. ഇതിന്റെ റിസൾട്ടന്റ് ആയിട്ട് എനിക്ക് കിട്ടുന്ന ആരാ? ഈ ആർ എന്ന് പറയുന്ന ഇതല്ലേ? ഇത് എന്തിന് എക്സാമ്പിൾ ആയിരിക്കണം? മക്കളൊന്ന് ഇങ്ങനെ എടുത്തോ. വെക്ടർ ബിന് ഞാനൊരു പാരലായിട്ട് ഇവിടെ ഒരു ലൈൻ വരച്ചു, ഈ എക്ക് പാരലായിട്ട് ഞാൻ ഇവിടെ ഒരു ലൈൻ വരച്ചു. അങ്ങനെയാണെങ്കിൽ ഈ പാരലോഗ്രാം ലോന്റെ അല്ലെങ്കിൽ ഈ പാരലോഗ്രാമിന്റെ ഡയഗണലാണ് നമുക്ക് ഇവിടെ എന്ത് തരുന്നേ? റിസൾട്ടന്റ് തരുന്നേ. അങ്ങനെയാണെങ്കിൽ ഒറ്റ കേസിൽ നമ്മളെ ഈ കല്ല് പോകുന്ന ഡയറക്ഷനിലല്ലേ നമുക്ക് റിസൾട്ടന്റ് കിട്ടുന്നേ? ആണോ അല്ലയോ? അങ്ങനെയാണെങ്കിൽ ആ റിസൾട്ടന്റ് തരുന്നതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ലോ ഏതാണ്? പാരലോഗ്രാം ലോ ആണ്. ഏത് ലോ ആണ് മക്കളെ? പാരലോഗ്രാം ലോ ആണ് നമ്മൾ എന്തിനു ഉപയോഗിക്കുന്നത്? നമ്മുടെ ഈ ഒരു കേസിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. റെഡി ആണോ മക്കൾക്ക്? കൺഫ്യൂഷൻസ് ഒന്നുമില്ലല്ലോ. വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡയഗ്രാം, വെക്ടർ ഡയഗ്രാം, സ്റ്റേറ്റ് ദ ലോ ഓഫ് വെക്ടർ എഡിഷൻ. വേറെ ഒന്നുമില്ല, പാരലോഗ്രാം ലോ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ അല്ലെ ഇവർ പറയുന്നത്. വേറെ ഒന്നും കൺസിഡർ ചെയ്യാൻ പോകണ്ട മക്കള്. പറയുന്ന കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. എന്റെ കയ്യിൽ 2 വെക്ടേഴ്സ് ഉണ്ട്. ഞാനത് സെയിം ഓർഡറിലല്ല, ഡിഫറെന്റ് ഓർഡറിൽ ഞാൻ എടുക്കുന്നു. ഒരു വെക്ടർ ബി ആണ്, ഒരു വെക്ടർ ഏതാണ് മക്കളെ? എ ആണ്. ക്ലിയർ ആണോ മക്കൾക്ക്? കൺഫ്യൂഷൻസ് ഒന്നുമില്ലല്ലോ. 2 അഡ്ജസന്റ് സൈഡ്, ഒരു പാരലോഗ്രാമിന്റെ 2 അഡ്ജസന്റ് സൈഡ്സ് ആയിട്ട് ഞാൻ 2 വെക്ടേഴ്സ് എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ
അതിന്റെ റിസൾട്ടന്റ്, ഈ രണ്ട് വെക്ടേഴ്സിന്റെ റിസൾട്ടന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും അറിയോ മക്കളെ? റിസൾട്ടന്റ് ഞാൻ ഇവിടെ റെഡ് കളറിൽ കൊടുക്കട്ടോ. അതിന്റെ റിസൾട്ടന്റ് ആർ എന്ന് പറയുന്ന റിസൾട്ടന്റ് എന്തായിരിക്കും? റിസൾട്ടന്റ് എന്തായിരിക്കും മക്കളെ? അതിന്റെ ഡയഗണൽ ആയിരിക്കും. ഈ പാരലോഗ്രാമിന്റെ ഡയഗണൽ ആയിരിക്കും നമുക്ക് ആ രണ്ട് വെക്ടേഴ്സിന്റെയും റിസൾട്ടന്റ് ആയിട്ട് നമുക്ക് കിട്ടാം. നമുക്ക് രണ്ട് വെക്ടേഴ്സ് നമ്മൾ വരച്ചു. വെക്ടർ എ ഉണ്ടായിരുന്നു, വെക്ടർ ബി ഉണ്ടായിരുന്നു. അതിനെ പാരലോഗ്രാമിന്റെ രണ്ട് അഡ്ജസന്റ് സൈഡ്സ് ആയിട്ട് എടുത്തു. അങ്ങനെയാണെങ്കിൽ അതിന്റെ റിസൾട്ടന്റ് ഏതായിരിക്കും മക്കളെ? പാരലോഗ്രാമിന്റെ ഡയഗണൽ ആയിരിക്കും. സെറ്റ് ആണോ മക്കൾക്ക്? ഓക്കെ ആണോ മക്കൾക്ക്? നമ്മളെ രണ്ട് അഡ്ജസന്റ് സൈഡ്സ് ഇല്ലേ, അവിടെ തന്നെ ആയിരിക്കും നമ്മൾ ആ പാരലോഗ്രാമിന്റെ ഡയഗണലും സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഓക്കെ ആണോ അല്ലയോ? ക്ലിയർ. അങ്ങനെയാണ് ട്രയാങ്കിൾ എന്തായിരുന്നു പറഞ്ഞിരുന്നത്? രണ്ട് വെക്ടേഴ്സ് നമ്മൾ എടുത്തു. വെക്ടർ എ എന്ന് പറയുന്ന ഒരു വെക്ടർ, വെക്ടർ ബി എന്ന് പറയുന്ന ഒരു വെക്ടർ അല്ലെ. അത് രണ്ടും സെയിം ഓർഡറിലാണ് നമ്മൾ എടുക്കുന്നത്. അതായത് എ എന്ന് പറയുന്ന വെക്ടറിന്റെ ഹെഡും ബി എന്ന് പറയുന്ന വെക്ടറിന്റെ ടെയിലും അതാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്റെ ഈ തേർഡ് സൈഡ്, ഈ ട്രയാങ്കിളിന്റെ തേർഡ് സൈഡ് അതായിരിക്കും എന്റെ എന്ന് പറയുന്നത് മക്കളെ റിസൾട്ടന്റ് എന്ന് പറയുന്നത്. പാരലോഗ്രാം ലോ ആണെങ്കിൽ ഡയഗണൽ ആയിരുന്നു റിസൾട്ടന്റ്. വെക്ടർ എയും വെക്ടർ ബിയും നമ്മൾ കൺസിഡർ ചെയ്യുന്നു അഡ്ജസന്റ് സൈഡ്സ് ഓഫ് എ പാരലോഗ്രാം ആയിട്ട്. അതിന്റെ ഡയഗണൽ നമുക്ക് എന്ത് തരുമായിരുന്നു? റിസൾട്ടന്റ് തരുമായിരുന്നു. ട്രയാങ്കിൾ ലോല് ഞാൻ അഡീഷണൽ ആയിട്ട് പറഞ്ഞൊന്നും മാത്രമേ ഉള്ളൂ കേട്ടോ. ട്രയാങ്കിൾ ലോല് നമുക്ക് എങ്ങനെയാ കിട്ടുന്നത് മക്കളെ? ഒരു ട്രയാങ്കിളിന്റെ രണ്ട് സൈഡ്സ് ആയിട്ട് വെക്ടർ എ വെക്ടർ ബി നമ്മൾ എടുക്കുന്നു. മൂന്നാമത്തെ സൈഡ് നമുക്ക് എന്ത് തരൂടാ? അതിന്റെ റിസൾട്ടന്റ് തരും. സെറ്റ് ആണോ മക്കൾക്ക്? കൺഫ്യൂഷൻസ് ഇല്ലല്ലോ? ഇല്ല. ഓക്കെ ഫൈൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മളെ തേർഡ് ക്വസ്റ്റ്യനിലേക്ക് വന്നാലോ? യെസ്, തേർഡ് ക്വസ്റ്റ്യൻ നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്ന ക്വസ്റ്റ്യൻ ആട്ടോ. നമുക്ക് മാക്സിമം ഹൈറ്റ് റീച്ച്ഡ് ബൈ ദി സ്റ്റോൺ. നമുക്ക് അതിലേക്ക് വരുന്നതിന് മുമ്പ് പ്രൊജക്ടൈൽ മോഷൻ എന്താണ് എന്നുള്ള കോൺസെപ്റ്റ് ഒന്ന് നമുക്ക് ആദ്യം പറഞ്ഞു വെക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ തേർഡ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് വരാം. അല്ലെങ്കിൽ ആ തേർഡ് ക്വസ്റ്റ്യൻ കൂടി ചേർത്തിട്ട് നമുക്ക് അങ്ങോട്ട് പറയാം. കേട്ടോ, സെറ്റ് ആണോ മക്കൾക്ക്? വേറെ ഒന്നുമില്ല, നമ്മളൊരു ബോഡി പ്രൊജക്ട് ചെയ്തു. നിങ്ങൾ ഒരു പെന്ന് വലിച്ചിരുന്നു, അല്ലെങ്കിൽ ഒരു റേസർ വലിച്ചിരുന്നു, വാട്ടർ എന്തെങ്കിലും ഒന്ന് വലിച്ചിരുന്നു, കല്ല് വലിച്ചിരുന്നു. അതിനൊരു ഫ്ലൈറ്റ് ഉണ്ടാവുമല്ലോ, അതിനൊരു പാത്ത് ഉണ്ടാവുമല്ലോ. അതിനെ റിലേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ പറയുന്നതാണ് അതിന്റെ പ്രൊജക്ടൈൽ മോഷൻ. നിങ്ങളിപ്പോ സ്ക്രീനിൽ നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയും അല്ലെ? ഓക്കെ ആണോ? നിങ്ങളൊരു തീറ്റ ആംഗിൾ നിങ്ങൾ ഇവിടുന്ന് ഇതിനെ വലിച്ചെറിഞ്ഞു എന്ന് വിചാരിച്ചു. നമ്മൾ ഇങ്ങനെ വലിച്ചെറിഞ്ഞു, ഒരു കല്ലാണ് നമ്മൾ വലിച്ചെറിഞ്ഞ. ഈ ഒരു പോയിന്റ് ഉണ്ടായിരുന്നു, ഈ ഒരു പോയിന്റ് ഉണ്ടായിരുന്നു, ഈ ഒരു പോയിന്റ് ഉണ്ടായിരുന്നു. ഓരോ പോയിന്റുകളിലും കല്ലെത്തുന്ന ഞാൻ ഇങ്ങനെ കാണിക്കാം കേട്ടോ. ഓക്കെ ആണോ? കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. മക്കൾ ഇന്ന് കേട്ട് കഴിഞ്ഞാൽ ഇത് വളരെ എളുപ്പമായി. അപ്പൊ ഈ ഒരു ഫ്ലൈറ്റിനെയാണ്, ഈ ഒരു പാത്തിനെയാണ് നമ്മൾ പ്രൊജക്ടൈൽ എന്ന് പറയുന്നത്. വേറെ ഒന്നുമില്ല. ഈ പാത്ത് എന്ത് പാത്തായിരിക്കും മക്കളെ? പാരാബോളിക് പാത്തായിരിക്കും കേട്ടോ. ഓർത്ത് വെച്ചോ, പാരാബോളിക് പാത്തായിരിക്കും. ക്ലിയർ ആണോ മക്കൾക്ക്? അത് അവിടെ നിൽക്കട്ടെ. അങ്ങനെ ഞാൻ അതൊന്നും ഒഴിവാക്കാം, കുഴപ്പമൊന്നുമില്ലല്ലോ. ഫൈൻ. ഇവിടെ മക്കൾ നോക്കിക്കോ. ഇവിടെ നിങ്ങൾ ഇത് എറിയുന്ന സമയത്ത്, നിങ്ങൾ ത്രോ ചെയ്യുന്ന സമയത്ത്, വലിച്ചെറിയുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇതിനെന്തുണ്ട് മക്കളെ? ഒരു വെലോസിറ്റി ഉണ്ട് അല്ലെ? ഒരു യു എന്ന് പറയുന്ന ഒരു വെലോസിറ്റി ഉണ്ടല്ലോ, ഒരു ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ടല്ലോ. ക്ലിയർ ആണോ മക്കൾക്ക്? ഇത് മുന്നോട്ട് പോകും തോറും ആ വെലോസിറ്റിയിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുന്നുണ്ടോ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കണം. റെഡി ആണോ മക്കൾക്ക്? തീർച്ചയായിട്ടും നോക്കട്ടോ. ഇവിടെ ഈ ഒരു സ്റ്റോണിന് മക്കളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഹൊറിസോണ്ടൽ ഡയറക്ഷനിലാണോ വെർട്ടിക്കൽ ഡയറക്ഷനിലാണോ മോഷൻ ഉള്ളത്? രണ്ട് ഡയറക്ഷനിലേക്ക് വരുന്നുണ്ട് അല്ലെ? ഹൊറിസോണ്ടലും വരുന്നുണ്ട്, വെർട്ടിക്കലും വരുന്നുണ്ട്. അതുകൊണ്ടല്ല ഇത് ഇങ്ങനെ ഈ ഒരു പാത്ത് ഫോളോ ചെയ്യുന്നേ. ഹൊറിസോണ്ടലിലേക്കും വരുന്നുണ്ട്, വെർട്ടിക്കലിലേക്കും വരുന്നുണ്ട്. ഹൊറിസോണ്ടൽ ഡയറക്ഷനിലേക്കും കിട്ടുന്നുണ്ട്, വെർട്ടിക്കൽ ഡയറക്ഷനിലേക്കും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് കോമ്പണന്റ് ആക്കിയിട്ട് നമ്മൾ ആ വെലോസിറ്റിനെ കട്ട് ചെയ്തെടുക്കുന്നു. വേറെ ഒന്നുമില്ല, ഒരു തീറ്റ ആംഗിളാണ് മക്കൾ എന്ത് ചെയ്തിരിക്കുന്നത്? ഇവിടെ ഇത് വലിച്ചെറിഞ്ഞിരിക്കുന്നത്, ത്രോ ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ രണ്ട് ആംഗിളായിട്ട് നമ്മൾ ഇതിനെ മാറ്റും. ഒന്ന് ഏതായിരുന്നു മക്കളെ? താഴെ വരുന്നത് നമുക്കറിയാലോ, തീറ്റന്റെ അഡ്ജസ്റ്റന്റ് വരുന്ന യു കോസ് തീറ്റയാണ്. അങ്ങനെയാണോ? തൊട്ട് മുകളിലേക്ക് വരുന്നത് എന്തായിരിക്കും? യു സൈൻ തീറ്റ ആയിരിക്കും. യാതൊരു കൺഫ്യൂഷനും ഇല്ലല്ലോ? ഇല്ല. മക്കൾ നോക്കിയോ. ഇനി ഇവിടെയും ഇതേപോലെ എന്തുണ്ടാവും മക്കളെ? നമുക്ക് ഒരു റെഡ് ലൈനിൽ ആരുണ്ടാവൂടാ? യു ഉണ്ടാവും. ഇവിടെ നമുക്ക് ആരൊക്കെ ഉണ്ടാവും മക്കളെ? ഒരു യു കോസ് തീറ്റ ഉണ്ടാവും, യു സൈൻ തീറ്റ ഉണ്ടാവും. സെറ്റ് ആണോ മക്കൾക്ക്? ഓക്കെ ആണോ അല്ലയോ? അപ്പൊ ഹൊറിസോണ്ടൽ ഡയറക്ഷനില് നമുക്ക് ആരാണുള്ളത്? ഏത് വെലോസിറ്റി ആണുള്ളത്? യു കോസ് തീറ്റ ഉണ്ട്. വെർട്ടിക്കൽ ഡയറക്ഷനില് നമുക്ക് ആരുണ്ട് മക്കളെ? യു സൈൻ തീറ്റ ഉണ്ട്. സെറ്റ് ആണേ? കൺഫ്യൂഷൻസ് ഒന്നുമില്ലേ? അടിപൊളിയായിട്ട് പിടിച്ചു പോകണം. റെഡി? അപ്പൊ യു കോസ് തീറ്റ ഉണ്ട്, യു സൈൻ തീറ്റ ഉണ്ട്. മക്കൾ നോക്കിക്കോ. ഇവിടെ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ യു കോസ് തീറ്റ, വെർട്ടിക്കൽ ഡയറക്ഷനിൽ യു സൈൻ തീറ്റ. റെഡി ആണോ? ക്ലിയർ ആണോ? കൺഫ്യൂഷൻ ഇല്ലല്ലോ? ഇല്ല. ഗുഡ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ കുഞ്ഞു കുഞ്ഞു കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടാവും നമുക്ക്. ഇവിടെ മക്കൾ നോക്കിക്കേ. ഒരു ബോള് ഞാൻ മുകളിലേക്ക് എറിയാണ്, ഞാൻ മുകളിലേക്ക് ത്രോ ചെയ്യാണ്.
അങ്ങനെയാണെങ്കിൽ ആക്സിലറേഷൻ ഉണ്ടാവില്ലേ? എർത്ത് കൊടുക്കുന്ന ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, അങ്ങനെ ഒരു സംഭവം ഇല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ബോളിന്റെ മൂവ്മെന്റ് എങ്ങോട്ടായിരുന്നു? മുകളിലേക്കായിരുന്നു അല്ലെ? നമ്മളെ ബോൾ ഇങ്ങനെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കല്ലേ? പക്ഷെ ഇതിങ്ങനെ വലിച്ചു താഴേക്കുള്ള ഫോഴ്സ് കാരണം ഇതിന്റെ സ്പീഡ് എന്ത് ചെയ്യും മക്കളെ? മുകളിലേക്ക് പോകും തോറും ഇതിന്റെ വെലോസിറ്റി കുറഞ്ഞു വരില്ല ചെയ്യാ. അങ്ങനെയാണ് മക്കൾ നോക്കിക്കേ, നമ്മളുടെ വെർട്ടിക്കൽ ഡയറക്ഷനിലുള്ള യു സൈൻ തീറ്റന്റെ വാല്യൂ എല്ലാ സമയത്തും ഒന്ന് തന്നെ ആയിരിക്കും. നമ്മൾ ഇവിടുന്ന് മുകളിലേക്ക് എറിയുന്നു. സ്റ്റാർട്ടിംഗ് പോയിന്റ് 1 2 3 4 5 6 7. 1 എന്ന് പറയുന്ന പോയിന്റിൽ ബോളിന് യു സൈൻ തീറ്റ യു കോസ് തീറ്റ ഉണ്ടായിരുന്നു അല്ലെ? 2 എന്ന് പറയുന്ന പോയിന്റിലും യു സൈൻ തീറ്റ കോസ് തീറ്റ അല്ലേ? പക്ഷെ എന്റെ ചോദ്യം ഇതാണ്, യു സൈൻ തീറ്റന്റെ വാല്യൂ 1ലും 2ലും സെയിം ആയിരിക്കും? അല്ല. കാരണം എന്താ? എടോ 1ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, ഓക്കെ ആണല്ലോ. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കാരണം യു സൈൻ തീറ്റന്റെ രണ്ടാമത്തെ പോയിന്റിലെ യു സൈൻ തീറ്റന്റെ വാല്യൂ എന്താവും? തീർച്ചയായിട്ടും ഫസ്റ്റത്തെ പോയിന്റിനേക്കാളും കുറയില്ലേ? അപ്പൊ യു സൈൻ തീറ്റന്റെ വാല്യൂ, അട്രാക്ഷൻ താഴേക്കല്ലേ, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി താഴേക്കല്ലേ, അത് കാരണം യു സൈൻ തീറ്റന്റെ വാല്യൂ എന്ത് ചെയ്തു വരും മക്കളെ? കുറഞ്ഞു വരും. ഓക്കെ ആണോ നമുക്ക്? മുകളിലേക്ക് പോകും തോറും കുറഞ്ഞു വരും. ഏറ്റവും ടോപ്പിലെത്തുമ്പോഴോ? ഏറ്റവും ടോപ്പിലെ പോയിന്റ് ഏതാ മക്കളെ? ഫോർത്ത് പോയിന്റ് അല്ലേ? അവിടെ യു കോസ് തീറ്റ എന്തായിരിക്കും? സോറി, യു സൈൻ തീറ്റ എന്തായിരിക്കും മക്കളെ? 0 ആയിരിക്കില്ലേ? അവിടെ ആര് മാത്രമേ ഉണ്ടാവുള്ളൂ? യു കോസ് തീറ്റ മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ യു കോസ് തീറ്റ, ഇവിടെ നമുക്ക് എന്തായിരിക്കും? യു കോസ് തീറ്റ. യു കോസ് തീറ്റയ്ക്ക് മാറ്റമൊന്നുമില്ല, പക്ഷെ ആര് മാറിക്കൊണ്ടിരിക്കും? യു സൈൻ തീറ്റ മാറിക്കൊണ്ടിരിക്കും. മുകളിലേക്ക് പോകും തോറും യു സൈൻ തീറ്റന്റെ വാല്യൂ എന്ത് ചെയ്തുകൊണ്ട് വരും മക്കളെ? യു സൈൻ തീറ്റന്റെ വാല്യൂ കുറഞ്ഞു വരും. മക്കൾ കണ്ടോ? ഞാൻ ഇവിടെ വരയ്ക്കുന്നതും അതേ രീതിയിൽ തന്നെയാണ് കേട്ടോ. യു കോസ് തീറ്റ സെയിം ആയിട്ടാണ് ഞാൻ ഇവിടെ വരയ്ക്കുന്നത്. പക്ഷെ യു സൈൻ തീറ്റന്റെ വാല്യൂ ആദ്യം ഇത്ര ലെങ്ത് ഉണ്ടായിരുന്നു 1ൽ, സെക്കൻഡിൽ കുറഞ്ഞു, തേർഡിൽ വീണ്ടും കുറഞ്ഞു, ഫോർത്തിൽ എത്തുന്ന സമയത്ത് യു സൈൻ തീറ്റന്റെ വാല്യൂ എന്തായി മക്കളെ? യു സൈൻ തീറ്റന്റെ വാല്യൂ 0 ആയില്ലേ? പക്ഷെ അവിടെ യു കോസ് തീറ്റ ഉണ്ട്, യു കോസ് തീറ്റയ്ക്ക് മാറ്റമൊന്നുമില്ല. ഇനി നെക്സ്റ്റ് വൺ മക്കൾ നോക്കിയോ, ഇത് താഴേക്ക് വരികയാണ്, അട്രാക്ഷൻ താഴേക്കല്ലേ? അങ്ങനെയാണെങ്കിൽ താഴേക്ക് വരും തോറും യു കോസ് തീറ്റന്റെ വാല്യൂ എന്ത് ചെയ്തു? സോറി, യു സൈൻ തീറ്റന്റെ വാല്യൂ എന്ത് ചെയ്തു വരും മക്കളെ? കൂടി വരും. ഓക്കെ ആണോ മക്കൾക്ക്? കൺഫ്യൂഷൻസ് ഇല്ലല്ലോ. യു കോസ് തീറ്റയ്ക്ക് മാറ്റമൊന്നുമില്ല, ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന വെലോസിറ്റിക്ക് മാറ്റമൊന്നുമില്ല. പക്ഷെ ആർക്ക് മാറ്റമുണ്ട്? വെർട്ടിക്കൽ ഡയറക്ഷനിൽ വരുന്ന വെലോസിറ്റിക്ക് മാറ്റമുണ്ട്. യു സൈൻ തീറ്റ ആദ്യത്തെ കേസിൽ അപ് ടു മാക്സിമം ഹൈറ്റ് എത്തുന്നത് വരെ, ഈ എച്ച് എന്ന് പറയുന്ന മാക്സിമം ഹൈറ്റ് എത്തുന്നത് വരെ യു സൈൻ തീറ്റ കുറഞ്ഞു വരികയായിരുന്നു അല്ലെ? ഏറ്റവും ടോപ്പിൽ എത്തുമ്പോൾ എന്ത് സംഭവിക്കണം? യു സൈൻ തീറ്റ വാല്യൂ എന്താവും? 0 ആവും. ഇനി താഴേക്ക് വരുമ്പോഴോ? തീർച്ചയായിട്ടും ഒരു ഡൗട്ടും വേണ്ട, താഴേക്ക് വരുമ്പോ യു സൈൻ തീറ്റന്റെ വാല്യൂ എന്ത് ചെയ്തു വരും മക്കളെ? കൂടി വരും. സെറ്റ് ആണോ മക്കൾക്ക്? കൺഫ്യൂഷൻസ് ഇല്ലല്ലോ? ഇല്ല, ഫൈൻ. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയായിരുന്നു. ഒരു ബോൾ നമ്മൾ ത്രോ ചെയ്യുന്നു, പ്രൊജക്ട് ചെയ്യുന്നു, ആ സമയത്ത് അതിന്റെ ഫ്ലൈറ്റ് അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമ്മൾ പറയുന്ന ഒരു ടേം ആണ് ഏത് മക്കളെ? പ്രൊജക്ടൈൽ മോഷൻ. പ്രൊജക്ടൈൽ മോഷനിൽ നമ്മൾ ഒരു സ്റ്റോൺ അല്ലെങ്കിൽ ഒരു ബോൾ നമ്മൾ എടുത്ത് മുകളിലേക്ക് എറിയാണ്, തീറ്റ ആംഗിൾ ആണ് നമ്മൾ എടുത്ത് എറിയുന്നത് നമ്മൾ പറഞ്ഞു. അങ്ങനെ ആംഗിളിൽ നമ്മൾ എടുത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ അതിന് ഹൊറിസോണ്ടൽ ഡയറക്ഷണൽ മോഷൻ ഉണ്ട്, വെർട്ടിക്കൽ ഡയറക്ഷണൽ മോഷൻ ഉണ്ട്. അങ്ങനെയാണ് യു കോസ് തീറ്റയും ഉണ്ടാവും, യു സൈൻ തീറ്റയും ഉണ്ടാവും. ആ പോയിന്റിൽ മക്കൾ നോക്കിക്കോ, യു സൈൻ തീറ്റയും യു കോസ് തീറ്റയും. ഞാനവിടെ 1 2 3 4 5 6 8 7 എന്ന് പറയുന്ന രീതിയിൽ ഞാൻ അവിടെ പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓരോ ഇൻസ്റ്റന്റിലും ബോളിന്റെ കേസ് ഞാൻ പറയുന്നുണ്ട്, മക്കൾ ശ്രദ്ധിച്ചോ. 1 2 3 4 5 6 7 1ല് ഫസ്റ്റ് പോയിന്റ് മക്കൾ എടുത്തോ, യു എന്ന് പറയുന്ന വെലോസിറ്റി റെഡിൽ ഞാൻ വരച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ യു ഉണ്ടായിരുന്നു, യു കോസ് തീറ്റയും യു സൈൻ തീറ്റയോട് ഞാൻ കട്ട് ചെയ്തു. യു സൈൻ തീറ്റന്റെ വാല്യൂ മുകളിലേക്ക് പോകുന്നു. ഞാൻ ഒറ്റ പ്രാവശ്യം കൂടി വീണ്ടും പറയണേ, യു സൈൻ തീറ്റന്റെ വാല്യൂ മുകളിലേക്ക് പോകും തോറും എന്താ സംഭവിക്കുന്നത്? ഒന്നാമത്തെ പോയിന്റിൽ യു സൈൻ തീറ്റ അത്യാവശ്യം അല്ലേ? രണ്ടാമത്തെ പോയിന്റിലേക്ക് നോക്കിയേ, അവിടെ വെലോസിറ്റി കുറഞ്ഞില്ലേ? കാരണം എന്താ? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി താഴേക്കാണ്. മൂന്നാമത്തെ പോയിന്റിൽ വീണ്ടും കുറഞ്ഞു, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി താഴേക്കാണ്. നാലാമത്തെ പോയിന്റ് എന്തായിട്ട് മാറിയടാ? യു സൈൻ തീറ്റന്റെ വാല്യൂ 0 ആയി മാറി. അപ്പൊ സാറേ യു കോസ് തീറ്റയോ? തീർച്ചയായിട്ടും ഉണ്ടാവും. യു കോസ് തീറ്റനെ ഒപ്പോസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഒന്നുമില്ലല്ലോ. ആക്ച്വലി അവിടെ എയർ റെസിസ്റ്റൻസ് ഉണ്ട്, പക്ഷെ നമ്മൾ അത് കൺസിഡർ ചെയ്യുന്നില്ല. യു കോസ് തീറ്റ എന്തായിരിക്കും? ഒരേ വാല്യൂ ആയിരിക്കും എന്നാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഒന്നാമത്തെ പോയിന്റിൽ യു കോസ് തീറ്റയ്ക്ക് ഒരു വാല്യൂ ഉണ്ട്, സെയിം വാല്യൂ തന്നെയാണ് രണ്ടാമത്തെ പോയിന്റിലും മൂന്നാമത്തെ പോയിന്റിലും 4ലും 5ലും 6ലും 7ലൊക്കെ യു കോസ് തീറ്റ എന്താണ്? സെയിം ആണ്. യു സൈൻ തീറ്റ എന്ത് സംഭവിക്കുന്നുണ്ട്? ആദ്യം കുറഞ്ഞു വരുന്നു, പിന്നെ കൂടി വരുന്നു. ക്ലിയർ ആണോ? അറ്റ് മാക്സിമം പോയിന്റ് ഇതല്ലേ നമ്മളെ മാക്സിമം പോയിന്റ്, ഫോർത്ത് പോയിന്റ് അല്ലേ നമ്മളെ മാക്സിമം പോയിന്റ്, ഇതല്ലേ നമ്മളെ ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത്. അവിടെ ആക്സിലറേഷൻ എങ്ങനെയായിരിക്കും മക്കളെ വരാം? ആക്സിലറേഷൻ എങ്ങനെയായിരിക്കും? ഇതിന് താഴേക്കല്ലേ അട്രാക്ഷൻ ഉണ്ടാവുക. അപ്പം എ വൈ എന്തായിരിക്കും? ഒരു വാല്യൂ ഉണ്ടാവും അല്ലെ? എ എക്സ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങളാണ് മക്കൾക്ക് പ്രൊജക്ടൈൽ മോഷനിൽ പഠിക്കാനുള്ളത്. സെറ്റ് ആണോ?
ഇനി ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് 3 ഇക്വേഷൻസ് മക്കൾക്ക് പഠിക്കാനുണ്ട്. ആ 3 ഇക്വേഷൻസ് നമുക്കൊന്ന് ഡിറൈവ് ചെയ്തെടുക്കാം. പല എക്സാമുകളിലും സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇതിനെ പറ്റിയിട്ടാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? ഫൈൻ. അപ്പൊ നമ്മൾ ഒരു പ്രൊജക്ടൈൽ മോഷന്റെ ബേസിൽ നമ്മൾ പറയാൻ പോവാണ് കാര്യങ്ങളൊക്കെ. അതിൽ ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഈ ഇക്വേഷനെ ചോദിച്ച ചോദ്യം തന്നെ ആയിക്കോട്ടെ, മാക്സിമം ഹൈറ്റ് ആണ് അല്ലെ. അപ്പൊ ഈ ബോഡിക്ക് എത്താൻ കഴിയുന്ന മാക്സിമം ഹൈറ്റിന് നമ്മൾ ബ്രാക്കറ്റിൽ എച്ച് എന്ന് പേര് കൊടുക്കാം. ഓക്കെ ആണോ? ഓക്കെ. നമ്മളൊരു ബോഡി നമ്മൾ മുകളിലേക്ക് എടുത്തെറിയുന്നു, അതിന് മാക്സിമം ഹൈറ്റ്. നമ്മളൊരു ബോഡി മുകളിലേക്ക് എടുത്തെറിയുന്നു, അതിന്റെ മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത് എച്ച് ആണ് അല്ലെ. സെറ്റ് ആണോ മക്കൾക്ക്? നമ്മളിവിടെ കൈനമാറ്റിക് ഇക്വേഷൻസിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് നമ്മൾ ആ ഇക്വേഷൻ ജനറേറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. നിങ്ങൾക്ക് ഏതാണോ എളുപ്പമുള്ളത്, പല മെത്തേഡ്സ് ഉണ്ടാവും, ഏതാണോ എളുപ്പമുള്ളത് മക്കൾ ആ മെത്തേഡ് ചെയ്താൽ മതി, ഒരു കൺഫ്യൂഷനും ഇല്ല. ക്ലിയർ ആണോ മക്കൾക്ക്? യെസ്. അങ്ങനെയാണോ മക്കൾ? നോക്കിക്കോ, ഈ ബോള് നമ്മൾ മുകളിലേക്ക് എടുത്തെറിയാണ്. ഓക്കെ ആണോ? മുകളിലേക്ക് എടുത്തെറിയുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇതിന് എന്തുണ്ടാവും മക്കളെ? ഒരു ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ടാവുമല്ലോ. നമ്മൾ തൊട്ട് മുൻപ് പറഞ്ഞ പോലെ ഒരു യു ഉണ്ടാവും. ആ യുവിനെ 2 കോമ്പണന്റ് ആക്കി മാറ്റി, യു സൈൻ തീറ്റ ആക്കി മാറ്റി, യു കോസ് തീറ്റ ആക്കി മാറ്റി. എങ്ങനെയായിരുന്നു? യുവിനെ നമ്മൾ 2 കോമ്പണന്റ് ആക്കി മാറ്റി. ഏതൊക്കെയായിരുന്നു മക്കളെ? യു കോസ് തീറ്റയും യു സൈൻ തീറ്റയും. ഇത് മാക്സിമം ഹൈറ്റിലേക്കുള്ള കണ്ടീഷനിലാണ് നമ്മൾ നോക്കുന്നത്. അങ്ങനെയാണെങ്കിൽ യു കോസ് തീറ്റയ്ക്ക് അവിടെ റോൾ ഉണ്ടോ? ഇല്ല സാറേ. അങ്ങനെയാണ് യു കോസ് തീറ്റ ഇല്ല. യു കോസ് തീറ്റയ്ക്ക് റോൾ ഉണ്ട്. എവിടെ മാത്രം? ഹൊറിസോണ്ടലി മൂവ് ചെയ്യുകയാണെങ്കിൽ റോൾ ഉണ്ട്. ഇവിടെ നമ്മൾ എന്ത് കേസാണ് എടുക്കുന്നത്? മാക്സിമം ഹൈറ്റ് അല്ലേ നമ്മൾ എടുക്കുന്നത്. അപ്പൊ അവിടെ റോൾ ആയിരിക്കാനുള്ളത് യു സൈൻ തീറ്റയ്ക്കാണ് മക്കളെ റോൾ ഉള്ളത്. അങ്ങനെയാണോ? നമുക്ക് നോക്കി നോക്കിയാലോ. നമ്മൾ ഇനീഷ്യൽ വെലോസിറ്റിയിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഇവിടെ ആര് മാത്രമാണ്? നമ്മൾ യു സൈൻ തീറ്റ തന്നെ മാത്രം കൺസിഡർ ചെയ്താൽ മതി. കാര്യം എന്താന്ന് വെച്ചാൽ മുകളിലേക്കുള്ള ഡയറക്ഷനിലാണ് ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ യു സൈൻ തീറ്റ മാത്രം എടുത്താൽ മതി. ഹൊറിസോണ്ടൽ ഡയറക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല, യു കോസ് തീറ്റ നമ്മൾ എടുക്കുന്നില്ല. അങ്ങനെയാണ് യു ഇസ് ഈക്വൽ ടു ഇനീഷ്യൽ വെലോസിറ്റി യു ഇസ് ഈക്വൽ ടു എന്ത് വരും മക്കളെ? യു കോസ് തീറ്റ. അറ്റ് മാക്സിമം ഹൈറ്റ്, ഇതല്ലേ എച്ച് എന്ന് പറയുന്ന മാക്സിമം ഹൈറ്റ്. അവിടെ എത്തുന്ന സമയത്ത് വി എന്തായിരിക്കും? 0 ആണ്, നമുക്ക് അറിയാം അല്ലെ. എ എന്തായിരിക്കും മക്കളെ? ആക്സലറേഷൻ എന്തായിരിക്കും ഈ ബോഡിന്റെ? താഴേക്കല്ലേ വലിയ വരുന്നത്. അങ്ങനെയാണെങ്കിൽ മൈനസ് ജി ആയിരിക്കില്ലേ. ഇതിനുണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റ് എന്തായിരിക്കും? എസ് എന്തായിരിക്കും മക്കളെ? മാക്സിമം ഹൈറ്റ് എച്ച് അല്ലേ. മാക്സിമം ഹൈറ്റ് എത്താ അവിടെ വരെ എത്തിയാൽ മതി, താഴേക്ക് നോക്കണ്ട. മാക്സിമം ഹൈറ്റ് എത്തി, അത് എത്രയാണ് മക്കളെ? എച്ച് ആണ്. അങ്ങനെയാണോ മക്കൾ? നോക്കിക്കോ, എസ് ഇസ് ഈക്വൽ ടു എച്ചും കൊടുത്തു. ഇനി നമ്മൾ ഇക്വേഷനിലേക്ക് മക്കൾ വന്നേ. നമ്മൾ കൊടുക്കാൻ പോകുന്ന ഇക്വേഷൻ ഇതാണ്, വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as ആണ്. സെറ്റ് ആണോ മക്കൾക്ക്? അങ്ങനെയാണ് വി സ്ക്വയർ എത്രയാണ് മക്കളെ? 0 സ്ക്വയർ ആണ്. യു സ്ക്വയർ എത്രയാണോ? യു സ്ക്വയർ കോസ് സ്ക്വയർ, സോറി യു കോസ് തീറ്റ അല്ലല്ലോ നമ്മൾ എടുത്തിരിക്കുന്നത്. ക്ലിയർ? നമ്മൾ തൊട്ട് മുൻപ് പറഞ്ഞത് യു സൈൻ തീറ്റ എന്നായിരുന്നു. എഴുതിയ സമയത്ത് യു കോസ് തീറ്റ എന്നാട്ടോ എഴുതി പോയിരിക്കുന്നത്. അപ്പം ഇവിടെ യു സൈൻ തീറ്റ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുക. കാര്യം എന്താന്ന് വെച്ചാൽ ഇത് യുവിന്റെ ഡയറക്ഷൻ ആയിരുന്നു, ഇത് യു കോസ് തീറ്റ ആണ്. ഓക്കെ ആണോ? ഇത് യു സൈൻ തീറ്റ ആണ്. ഓക്കെ ആണോ? എഴുതിയപ്പോ മാറിപ്പോയതാട്ടോ. പറഞ്ഞ സമയത്ത് നമ്മൾ യു സൈൻ തീറ്റയാണ് പറഞ്ഞിരുന്നത്. അപ്പൊ നമ്മൾ മുകളിലേക്ക് എറിയാണെങ്കിൽ അവിടെ വെലോസിറ്റി കൺസിഡർ ചെയ്യേണ്ട ആര് മാത്രമാണ്? യു സൈൻ തീറ്റ ആണ്. ഹൊറിസോണ്ടൽ ഡയറക്ഷൻ മാത്രമേ യു കോസ് തീറ്റയ്ക്ക് ഇമ്പോർട്ടൻസ് ഉള്ളൂ. സോ യു സൈൻ തീറ്റ ആണ് നമുക്ക് വരാം. ഓക്കെ ആണോ? അങ്ങനെയാണ് നമ്മൾ ഇക്വേഷനിൽ എന്ത് വരും മക്കളെ? യു സ്ക്വയർ എന്ത് വരൂടാ? ഒന്ന് പറഞ്ഞ മക്കളെ എനിക്ക്. വി സ്ക്വയർ എന്ന് പറയുന്നത് 0 സ്ക്വയർ ആണ്. യു സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ് മക്കളെ? ഇനീഷ്യൽ വെലോസിറ്റി നമ്മൾ എന്ത് മാത്രം എടുക്കുന്നത്? യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് 2 into ആക്സിലറേഷൻ എന്തായിരുന്നു? മൈനസ് ജി ആയിരുന്നു. എസ് എന്തായിരുന്നു മക്കളെ? എച്ച് ആയിരുന്നു. ഓക്കെ ആണോ മക്കൾക്ക്? കൺഫ്യൂഷൻസ് ഒന്നുമില്ലല്ലോ. ഇല്ല. അങ്ങനെയാണ് മക്കൾ നോക്കിക്കോ, 0 is equal to യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് പ്ലസ് മാറിയിട്ട് അവിടെ എന്താവുന്ന നമ്മൾ പറഞ്ഞത്? പ്ലസ് മാറിയിട്ട് എന്താവൂടാ? മൈനസ് ആവില്ലേ? മൈനസ് 2gh. റെഡി ആണോ? യെസ്. അങ്ങനെയാണെങ്കിൽ മക്കൾ ഒരു കാര്യം ചെയ്തേ, നമ്മൾ ഈ യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റനെ ലെഫ്റ്റിലേക്ക് എടുത്തു. എന്താ സംഭവിക്കുക മക്കളെ? മൈനസ് യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു മൈനസ് 2gh. മക്കൾ ഇവിടെ കണ്ടുപിടിക്കേണ്ട ആരാ? ഹൈറ്റ് അല്ലേ. അങ്ങനെയാണ് ഇക്വേഷനിലേക്ക് മക്കൾ വന്നു. h is equal to മൈനസ് യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ എന്ത് വരൂടാ? 2g വരും, മൈനസ് 2g വരും. സോ ഈ മൈനസും മൈനസും എന്തായി പോവും? പ്ലസ് ആയി പോവും. h is equal to നമ്മൾ ഇക്വേഷൻ എന്താ ഇവിടെ? യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡ് ബൈ 2g. റെഡി ആണോ മക്കൾക്ക്? കൺഫ്യൂഷൻസ് ഒന്നുമില്ലല്ലോ. അപ്പൊ എച്ചിന് നമുക്കൊരു ഇക്വേഷൻ കിട്ടി. എച്ചിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? എച്ചിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു മക്കളെ? ഒന്ന് പറഞ്ഞേ.
u square sin square theta divided by 2g. റെഡി ആണോ നമുക്ക്? കൺഫ്യൂഷൻസ് ഇല്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ നെക്സ്റ്റ് വൺ കണ്ടുപിടിക്കാൻ പോകുന്നത് ആ ബോഡിന്റെ ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ്. ടൈം ഓഫ് ഫ്ലൈറ്റ്. റെഡി? ക്ലിയർ? നോക്കാം നമുക്ക്. അപ്പം ഞാനൊരു ബോഡി പ്രൊജക്ടൈൽ മോഷനിൽ തന്നെ ഞാനൊരു ബോഡി എറിയാണ്. അത് തിരിച്ച് എവിടെയാണോ നമ്മൾ എറിയുന്നത് അതേ ലൈനിൽ തന്നെ എത്താൻ എടുക്കുന്ന ടൈം, അത് തിരിച്ച് ഗ്രൗണ്ടിൽ എത്താൻ എടുക്കുന്ന ടൈം. ഞാനൊരു ബോള് മുകളിലേക്ക് എറിഞ്ഞു, തിരിച്ച് അത് ഗ്രൗണ്ടിലേക്ക് എത്താൻ എടുക്കുന്ന ടൈമിനെയാണ് നമ്മൾ ആക്ച്വലി എന്ത് പറയുന്നത്? ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. ഇത് സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ലെറ്റർ ആണ് ടി. ക്ലിയർ ആണോ മക്കൾക്ക്? അങ്ങനെയാണ് മക്കളൊന്ന് പറ. ഞാനൊരു ബോള് മുകളിലേക്ക് എറിഞ്ഞു, താഴത്തേക്ക് എത്താണ്. ഓക്കെ ആണോ? ക്ലിയർ? അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട യു ഏതായിരിക്കും മക്കളെ? നമ്മൾ ഓൾറെഡി പറഞ്ഞു യു എന്ന് പറയുന്നത് ഇനിഷ്യൽ വെലോസിറ്റി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന രണ്ട് ടൈപ്പ് എടുക്കാം. യു കോസ് തീറ്റ എടുക്കാം, യു സൈൻ തീറ്റ എടുക്കാം. പക്ഷെ ഇവിടെയും റോള് നമുക്ക് എന്താണ്? വെർട്ടിക്കൽ മോഷൻ തന്നെയല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ യു ഏതാണ് മക്കളെ എടുക്കുക? യു സൈൻ തീറ്റ ആണ് അല്ലെ? ഓക്കെ ആണോ? അപ്പൊ യു ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് യു സൈൻ തീറ്റ മാത്രമാണ്. കൺഫ്യൂഷൻസ് ഒന്നുമില്ലല്ലോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് എത്ര ആയിരിക്കും മക്കളെ? ഈ ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, തിരിച്ച് ഈ പോയിന്റിലേക്ക് തന്നെയല്ലേ ഇത് എത്തുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് എത്രയായിരിക്കും? 0 ആയിരിക്കും. ഒരു കൺഫ്യൂഷനും ഇല്ല. ഞാൻ നേരെ മുകളിലേക്ക് എറിയുന്നു, തിരിച്ച് നേരെ താഴേക്ക് വരുന്നു. അങ്ങനെയാണ് അവിടെ ഡിസ്പ്ലേസ്മെന്റ് എത്രയായിരിക്കും? 0 ആയിരിക്കും. നമുക്ക് കണ്ടുപിടിക്കേണ്ട ടി, ക്യാപിറ്റൽ ടി തന്നെയല്ലേ? ഈ ടൈമല്ലേ കണ്ടുപിടിക്കേണ്ടേ? ഫൈൻ, ഓക്കെ. ആക്സലറേഷൻ എന്തായിരിക്കും മക്കളെ? -g ആയിരിക്കും അല്ലെ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓക്കെയാണ്. കാര്യം എന്താ? ആക്സലറേഷൻ എങ്ങോട്ടായിരുന്നു? നേരെ താഴേക്കായിരുന്നു. ഇതിന്റെ മൂവ്മെന്റ് എങ്ങോട്ടാ? നേരെ മുകളിലേക്കല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഇക്വേഷൻ ഇതാണ് മക്കളെ. S is equal to, നമ്മൾ പഠിച്ച ഇക്വേഷൻ ആണ്. S is equal to ut plus half at square അല്ലെ? S എന്തായിരുന്നു? 0 ആയിരുന്നു. കൺഫ്യൂഷൻ ഇല്ലല്ലോ? നമ്മൾ ഓൾറെഡി 0ന്റെ വാല്യൂ കൊടുത്തു. U എന്തായിരുന്നു മക്കളെ? U sin theta into t എന്ന് പറയുന്നത് എന്താ? ക്യാപിറ്റൽ ടി ആണ്. t പ്ലസ് എന്താണ് വരിക? ഹാഫ് മൈനസ് ജി ടി സ്ക്വയർ അല്ലേ? ആക്സലറേഷന് പകരം നമ്മൾ എന്ത് കൊടുക്കും? -g കൊടുക്കും. ഈ ടിക്ക് പകരം നമ്മൾ ക്യാപിറ്റൽ ടി കൊടുക്കും. സെറ്റ് ആണേ മക്കളെ? അങ്ങനെയാണെങ്കിൽ ഈ യു സൈൻ തീറ്റ ടി നമ്മൾ ലെഫ്റ്റിലേക്ക് എടുത്താലോ നമുക്ക് എന്ത് വരും? മൈനസ് യു സൈൻ തീറ്റ ഇൻറ്റു ടി ഇസ് ഈക്വൽ ടു മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ അല്ലേ വരിക? ഓക്കെ ആണല്ലോ മക്കൾക്ക്? മൈനസും മൈനസും എന്തായി? പ്ലസ് ആയി മാറി. അങ്ങനെയാണെങ്കിൽ ഈ ടി സ്ക്വയറും ഒരു ടിയും ഉണ്ട് അല്ലെ? ക്യാൻസൽ ചെയ്തു മക്കളെ. അങ്ങനെയാണ് നമ്മൾ ഇക്വേഷൻ എന്ത് വരും? ടി മാത്രം ഞാൻ ആർ എസ് എസിൽ നിർത്തി, 2 ജിയും ഞാൻ എൽ എച്ച് എസിലേക്ക് കൊണ്ടുവന്നു. 2u sin theta by g വരത്തില്ലേ? t is equal to 2u sin theta by g വരും. അങ്ങനെയാണ് നമ്മൾ ടൈം ഓഫ് ഫ്ലൈറ്റിന്റെ ഇക്വേഷൻ ഓക്കെ ആയല്ലോ? 2u sin theta by g. സെറ്റ് ആണേ? ഒരു കൺഫ്യൂഷനും ഇല്ല കേട്ടോ. നമ്മൾ പറയാൻ പോകുന്നത് മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ച് ആണ്. ക്ലിയർ? ഹൊറിസോണ്ടൽ റേഞ്ചുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഇക്വേഷൻ ഓക്കെ ആണോ? കൺഫ്യൂഷൻ ഇല്ലല്ലോ? പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ മക്കളെ. നമ്മള് ഓക്കെ, ഫൈൻ എവിടോ? വേഗം വന്നേ. ഓക്കെ, ഹൊറിസോണ്ടൽ റേഞ്ച് അല്ലെ? നമ്മള് എ എന്ന് പറയുന്ന ഒരു പോയിന്റിൽ നിന്ന് ബി എന്ന് പറയുന്ന പോയിന്റിലേക്കാണ് അല്ലെ നമ്മൾ വലിച്ചെറിഞ്ഞിരിക്കുന്നത്. ഈ ഒരു ഡിസ്റ്റൻസ് ഇതിനെയാണ്, ഈ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിനെയാണ് ആക്ച്വലി നമ്മൾ എന്ത് പേര് പറയുന്നത്? ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത് മക്കളെ? ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ മക്കൾക്ക്? മക്കൾ അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് വന്നേ. ഹൊറിസോണ്ടൽ റേഞ്ച്. അപ്പൊ നമുക്ക് ഇപ്പൊ കണ്ടുപിടിക്കേണ്ടത് ഈ ഒരു ബോഡിയുടെ ഹൊറിസോണ്ടൽ റേഞ്ച്. ഈ റേഞ്ച് എത്രയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ? ഓക്കെ ആണോ? അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ് എത്രയാ, അതാണല്ലോ നമുക്ക് കണ്ടുപിടിക്കേണ്ടേ? ആണോ അല്ലയോ? ആ റേഞ്ച് സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ 6 കൊടുക്കട്ടോ. ഇവിടെ ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? ഇവിടെ ഹൊറിസോണ്ടൽ വെലോസിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും മക്കളെ? ഹൊറിസോണ്ടൽ വെലോസിറ്റി. ഹൊറിസോണ്ടൽ ഞാൻ HORI എന്ന് മാത്രമേ കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഹൊറിസോണ്ടൽ വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ്. അതായത് ഇത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഹൊറിസോണ്ടൽ റേഞ്ച് തന്നെയാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ആ ടൈം ടേക്കൺ അല്ലേ, അവിടെ എത്താൻ എടുക്കുന്ന ടൈം അല്ലേ? അങ്ങനെയാണെങ്കിൽ ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം മക്കളെ? ഹൊറിസോണ്ടൽ വെലോസിറ്റി ഇൻറ്റു ടൈം എന്ന് പറയാലോ. സെറ്റ് ആണോ? ഹൊറിസോണ്ടൽ വെലോസിറ്റി ഇൻറ്റു ടൈം എന്ന് പറയാം. അങ്ങനെയാണോ മക്കൾ വന്നേ? നമ്മൾ ഹൊറിസോണ്ടൽ റേഞ്ചിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പോവാണ്. ഹൊറിസോണ്ടൽ റേഞ്ചിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ഹൊറിസോണ്ടൽ
റേഞ്ചിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ് എന്നാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഡിസ്പ്ലേസ്മെന്റും റേഞ്ചും ഒക്കെ സെയിം ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. അങ്ങനെയാണ് ഹൊറിസോണ്ടൽ റേഞ്ചിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ് മക്കളെ? ഹൊറിസോണ്ടൽ വെലോസിറ്റി ഇൻറ്റു അതിനെടുക്കുന്ന ടൈം ആണ് അല്ലെ. അങ്ങനെയാണ് ഹൊറിസോണ്ടൽ വെലോസിറ്റി ഏതായിരുന്നു മക്കളെ? യു കോസ് തീറ്റ അല്ലെ. മുകളിലേക്കുള്ള വെർട്ടിക്കൽ കോമ്പണന്റ് യു സൈൻ തീറ്റ ആയിരുന്നു. ഹൊറിസോണ്ടൽ കോമ്പണന്റ് ഏതായിരുന്നു? യു കോസ് തീറ്റ ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ടൈം എത്രയാണ് മക്കളെ വരിക? ടൈം ഓഫ് ഫ്ലൈറ്റ് നമ്മൾ കണ്ടുപിടിച്ചതാണ് 2u sin theta by g അല്ലേ. അങ്ങനെയാണ് ഇവിടെ എന്ത് വരും? 2u sin theta by g. ഓക്കെ ആണോ? യെസ്. അങ്ങനെയാണെങ്കിൽ ഹൊറിസോണ്ടൽ റേഞ്ച് r is equal to ഒരു u ഉണ്ട്, ഒരു u ഉണ്ട്, ഒരു u ഉണ്ട് അല്ലെ. അങ്ങനെയാണെങ്കിൽ u സ്ക്വയർ പിന്നെ എന്ത് വരും മക്കളെ? 2 sin theta cos theta by g അല്ലേ വരിക. 2 sin theta cos theta നെ നമ്മൾ വേറൊരു ടേമും കൂടി പറയാറുണ്ടല്ലോ, സൈൻ 2 തീറ്റ എന്ന് പറയാറുണ്ടല്ലോ. അങ്ങനെയാണ് യു സ്ക്വയർ സൈൻ 2 തീറ്റ ബൈ ജി ആണ് നമ്മൾ എന്ത് മക്കളെ? ഹൊറിസോണ്ടൽ റേഞ്ച്. അപ്പൊ നമ്മൾ 3 ഇക്വേഷനും ഡിറൈവ് ചെയ്തെടുത്തു. അതിന്റെ കൂടെ ഹൊറിസോണ്ടൽ റേഞ്ച് അല്ലെ. നമ്മൾ ഈ ജാവലിൻ ത്രോ ഒക്കെ എറിയുന്ന സമയത്ത് നീരജ് ചോപ്രയൊക്കെ അറിയില്ലേ നമുക്ക്? നമ്മളെ ഗോൾഡ് മെഡൽ. ഓക്കെ ഫൈൻ, ഗോൾഡ് മെഡൽ ഫൈൻ. അപ്പൊ ജാവലിൻ ത്രോ ഒക്കെ എറിയുന്ന സമയത്ത് മാക്സിമം റേഞ്ചിലേക്ക് അയച്ചു എത്തണ്ടേ, മാക്സിമം ദൂരത്തേക്ക് അയച്ചു എത്തണ്ടേ. അങ്ങനെയാണെങ്കിൽ ഈ റേഞ്ച് അല്ലേ നമ്മൾ നോക്കണ്ടേ? ഈ റേഞ്ച് കൂടണ്ടേ, മാക്സിമം റേഞ്ച് എത്തിക്കുക, അതല്ലേ നമ്മൾ ആവശ്യം. അങ്ങനെയാണെങ്കിൽ മാക്സിമം റേഞ്ച് എത്തിക്കണമെങ്കിൽ കണ്ടീഷൻ എന്തായിരിക്കും മക്കളെ? ഒരു എക്സ്ട്രാ നോട്ട് മാത്രമാണ് അത്. മാക്സിമം റേഞ്ച് എത്തിക്കണമെങ്കിൽ കണ്ടീഷൻ എന്തായിരിക്കും? റേഞ്ചിന്റെ ഇക്വേഷൻ സോറി ഓക്കെ ഓക്കെ യെസ്. റേഞ്ചിന്റെ ഇക്വേഷൻ എന്തായിരുന്നു മക്കളെ? റേഞ്ചിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? നമുക്കറിയാം റേഞ്ചിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ യു സ്ക്വയർ സൈൻ 2 തീറ്റ ബൈ ജി ആണ് അല്ലെ. യു സ്ക്വയർ സൈൻ 2 തീറ്റ ബൈ ജി അല്ലെ. അപ്പൊ നമുക്ക് മാക്സിമം റേഞ്ച് എത്തിക്കണമെങ്കിൽ ഇവിടെ യുവും ജി ഒക്കെ നമുക്ക് ചേഞ്ച്, ഒരു പരിധിയിൽ കൂടുതൽ ചേഞ്ച് ചെയ്യാൻ കഴിയില്ല. ഇവിടെ അതിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഫാക്ടർ ഏതാണോ? തീറ്റയാണ് അല്ലെ. ഗ്രൗണ്ടിൽ നിന്ന് ഏത് ആംഗിളിലാണ് നിങ്ങൾ എറിയുന്നത് അത് അതിനെ അഫക്ട് ചെയ്യുന്ന ഒരു ഫാക്ടർ ആണല്ലോ. അപ്പം ഇത് മാക്സിമം ആവുന്നത്, ആറ് മാക്സിമം ആവുന്നത് എപ്പോഴായിരിക്കും? എപ്പോഴായിരിക്കും മക്കളെ? 6 മാക്സിമം ആവുന്ന എപ്പോഴാന്ന് വെച്ചാൽ സൈൻ 2 തീറ്റയുടെ വാല്യൂ എത്രയായിരിക്കണം? 1 ആവുമ്പോഴല്ലേ. എപ്പോഴാണ് സൈൻ തീറ്റന്റെ വാല്യൂ 1 ആവുന്നത്? തീറ്റ ഏത് സമയമാകുമ്പോഴാണ്? 90 ആവുമ്പോഴല്ലേ. അങ്ങനെയാണെങ്കിൽ ഇവിടെ 2 തീറ്റ എത്രയായിരിക്കണം? 90 ആവുമ്പോഴല്ലേ നമുക്ക് മാക്സിമം എഫക്ട് കിട്ടുക. അങ്ങനെയാണെങ്കിൽ തീറ്റ എത്രയായിരിക്കണം മക്കളെ? 45 ഡിഗ്രി ആയിരിക്കണം. അപ്പൊ നിങ്ങൾ ജാവലിൻ എറിയുന്ന സമയത്ത് തീറ്റ 45 ഡിഗ്രി ആയിട്ട് എറിയുകയാണെങ്കിൽ മാക്സിമം റേഞ്ച് നമുക്ക് കിട്ടും. ക്ലിയർ ആണോ? ഞാൻ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. മാക്സിമം റേഞ്ചിന്റെ ഇക്വേഷൻ യു സ്ക്വയർ സൈൻ 2 തീറ്റ ബൈ ജി ആയിരുന്നു അല്ലെ. അതിൽ കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലല്ലോ, ഇല്ല. അപ്പം ഈ 6 മാക്സിമം ആവുന്ന ഏത് സമയത്താണ്? 6 മാക്സിമം ആവുന്നത് ഈ ഇക്വേഷൻ പ്രകാരം സൈൻ 2 തീറ്റന്റെ വാല്യൂ 1 ആവുമ്പോഴാണ്. കാര്യം യു സ്ക്വയർ ബൈ ജി വരണം അല്ലേ. യെസ്. അതില് ബാക്കി എല്ലാ വാല്യൂസും വരുമ്പോഴും കുറവാണ് വരും നമുക്ക് അല്ലെ. അപ്പൊ സൈൻ 2 തീറ്റന്റെ വാല്യൂ 1 വരണം. എപ്പോഴാണ് സൈൻ തീറ്റന്റെ വാല്യൂ 1 വരുന്നത്? 90 ഡിഗ്രി ആവുമ്പോഴാണ്. അങ്ങനെയാണ് 2 തീറ്റ എത്രയായിരിക്കണം? 90 ഡിഗ്രി ആയിരിക്കണം. അപ്പൊ തീറ്റ എത്രയായിരിക്കണം മക്കളെ? 45 ആയിരിക്കണം. സെറ്റ് ആണോ മക്കൾക്ക്? ഇതാണ് മാക്സിമം കണ്ടീഷനിൽ അല്ലെങ്കിൽ ആർ മാക്സിമം എത്താനുള്ള തീറ്റ ആംഗിൾ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ മക്കൾക്ക്? ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. ക്വസ്റ്റ്യനിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് മക്കൾ നോക്കിക്കോ. യെസ്, ക്വസ്റ്റ്യൻ എവിടെ? ക്വസ്റ്റ്യൻ എവിടെ? സി ക്വസ്റ്റ്യൻ, ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ ദ മാക്സിമം ഹൈറ്റ് റീച്ച്ഡ് ബൈ ദ സ്റ്റോൺ. മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നുണ്ടെങ്കിൽ വേറെ ഇക്വേഷൻ പ്രോബ്ലംസ് ഒന്നുമില്ല. മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ഇക്വേഷൻ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചതാണ്. യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ 2g. റെഡി ആണോ മക്കൾക്ക്? കൺഫ്യൂഷൻസ് ഇല്ലല്ലോ, ഇല്ല. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. യെസ്, അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്രൊജക്ടൈൽ മോഷനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി കഴിഞ്ഞു. ഇനി നമുക്ക് വരുന്നത് പാരലോഗ്രാം ലോന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കയറാം. ഓക്കെ ആണോ മക്കൾക്ക്? The parallelogram law is used to find the resultant of two vectors. രണ്ട് വെക്ടേഴ്സിന്റെ റിസൾട്ടന്റ് പാരലോഗ്രാം ലോ ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ നമുക്ക് അറിയാലോ. എങ്ങനെയായിരുന്നു? ഒരു പാരലോഗ്രാമിന്റെ രണ്ട് അഡ്ജസന്റ് സൈഡ്സ് ആയിട്ട് നമ്മൾ വെക്ടേഴ്സ് എടുക്കും അല്ലെ. അതിന്റെ റിസൾട്ടന്റ് എവിടെയായിരിക്കും? അതിന്റെ ഡയഗണൽ ആയിരിക്കും. അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. Find the magnitude of the resultant of two vectors in terms of their magnitude and angle between them. എങ്ങനെയായിരുന്നു മക്കളെ? നമ്മൾ ഫിഗറിലേക്ക് നോക്കിയാൽ മക്കളും, എന്റെ കയ്യിൽ രണ്ട് വെക്ടേഴ്സ് ഉണ്ട് അല്ലെ. രണ്ട് വെക്ടറുകൾ ഉണ്ട്. രണ്ട് വെക്ടർ മക്കൾ നോക്കിയോ. പി എന്ന് പറയുന്ന ഒരു വെക്ടർ ഉണ്ട്, ക്യൂ എന്ന് പറയുന്ന ഒരു വെക്ടർ ഉണ്ട്. അത് രണ്ടും തീറ്റ ആംഗിൾ ആണ് നിൽക്കുന്നതെന്ന് വിചാരിച്ചോ. എനിക്കറിയാം അതിന്റെ റിസൾട്ടന്റ് ഏതായിരിക്കണം?
വെക്ടർ ആർ അല്ലേ, അതിൽ കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ. ഡയഗണൽ അല്ലേ, നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ്, നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. എനിക്ക് ആവശ്യമുള്ളത് എന്താണ്? ഫൈൻഡ് ദി മാഗ്നിറ്റ്യൂഡ് ആണ് എനിക്ക് ആവശ്യമുള്ളത്. ആരെ മാഗ്നിറ്റ്യൂഡ്? ആറിന്റെ മാഗ്നിറ്റ്യൂഡ് എനിക്ക് ആവശ്യമുണ്ട്. അത് ആരെ ടേംസിലൊക്കെ വേണം? പിന്റെയും ക്യൂന്റെയും ടേംസിൽ വേണം. അതിന്റെ ആംഗിളും ഇൻക്ലൂഡ് ആവുന്ന രീതിയിൽ വേണം. യെസ്, അതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? അതാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. അത് ചെയ്യാൻ പോകുന്നതിന് മുൻപായിട്ട് നമ്മളിത് ടെക്സ്റ്റിൽ നമ്മളിത് പഠിച്ചിട്ടുണ്ട്. അനലിറ്റിക്കൽ മെത്തേഡ് എന്നാണ് നമ്മൾ ഇതിന് പറയുന്ന പേര് കേട്ടോ. നമ്മൾ ഓർത്ത് വെക്കണേ, അനലിറ്റിക്കൽ മെത്തേഡ്. കാര്യം എന്താന്ന് വെച്ചാൽ അനലിറ്റിക്കൽ മെത്തേഡിലും ഇതേ ക്വസ്റ്റ്യൻ ചോദിക്കും. ഇതേ രീതിയിലല്ലാതെ അനലിറ്റിക്കൽ മെത്തേഡ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ടും ചോദിക്കും. മക്കളൊന്ന് ഓർത്ത് വെച്ചോട്ടോ. സംഭവം ഇത്രയേ ഉള്ളൂ, അനലിറ്റിക്കൽ മെത്തേഡ്. കൺഫ്യൂഷൻസ് ഒന്നുമില്ലല്ലോ? ഇല്ല. എങ്കിൽ മക്കൾ വന്നേ, നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് എന്താണ്? വെക്ടർ ആറിന്റെ മാഗ്നിറ്റ്യൂഡ് എന്തിന്റെ ബേസിൽ വേണം? പിന്റെയും ക്യൂന്റെയും ആംഗിളിന്റെ ഒക്കെ ബേസിൽ വേണം. റെഡി ആണല്ലോ മക്കൾക്ക്? നമുക്ക് ഇതിൽ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മൾ ഫിഗറിലേക്ക് മക്കൾ നോക്കിക്കോ. നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ എന്ത് ചെയ്യാൻ പോവാടാ? മേക്ക് ചെയ്യാൻ പോവാണ്. അങ്ങനെയാണ് മക്കൾ നോക്കിക്കോ. ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ വരട്ടെ. എങ്ങനെയാണ് നമ്മൾ വരുത്തുന്നത് മക്കൾ നോക്കണേ. ലിസൺ. ഇവിടെ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ വരുത്താൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു? നേരെ താഴേക്ക് ഒരു ലൈൻ വരച്ചു. സെറ്റ് ആണോ? ഞാൻ ഇങ്ങനെയും വരച്ചു. ഓക്കെ ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിനൊക്കെ ഒരു പേര് കൊടുക്കാം കേട്ടോ. പേര് കൊടുത്ത് ഒന്നും കൂടി അടിപൊളിയാവുന്നത്. ഓ, ഇതിന് നമുക്ക് എന്ത് കൊടുക്കാടോ? എന്താ നമ്മൾ കൊടുക്കുക? എ ബി സി ഡി. ഓക്കെ ആണോ മക്കള്? ഡി ഒക്കെ ഞാൻ ചുമ്മാ കൊടുത്തു മാത്രമേ ഉള്ളൂ. നമുക്ക് ആവശ്യമുള്ളത് ആരാണ്? ഇവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഞാൻ മേക്ക് ചെയ്തു. ആ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഏതൊക്കെയാ മക്കളെ? ഒ ബി സി അല്ലേ? മക്കൾ ഫിഗറിൽ കാണുന്നുണ്ടല്ലോ, ഒ ബി സി. മക്കൾ എന്റെ കൂടെ തന്നെ ഒരു പേജ് എടുക്കുക, ഈ ഫിഗർ ബുക്കിലേക്ക് വരയ്ക്കുക. നമ്മൾ വരയ്ക്കുന്ന ഫിഗർ ഏതാണ് മക്കളെ? ഒ ബി സി എന്ന് പറയുന്ന റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കേട്ടോ. നമ്മൾ ശ്രദ്ധിച്ചേ, ഒ ബി സിന്റെ റിലേഷനിലൂടെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ആ റിസൾട്ടന്റ് വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. സെറ്റ് ആണോ മക്കൾക്ക്? അങ്ങനെയാണ് നമുക്ക് ഇവിടെ എന്ത് ഉപയോഗിക്കാലോ? പൈതഗോറസ് തിയറം ഉപയോഗിക്കാലോ. പൈതഗോറസ് തിയറം എന്താണെന്ന് മക്കൾക്ക് അറിയാലോ? യെസ്. അങ്ങനെയാണെങ്കിൽ ഇക്വേഷനിൽ റിസൾട്ട് എന്താണ് വരിക? മക്കളൊന്ന് പറ. ആർ സ്ക്വയർ. സെറ്റ് ആണേ. ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്ത് വരും മക്കളെ? ഒ ബി സ്ക്വയർ പ്ലസ് എന്താണ് വരിക? എ സി സ്ക്വയർ അല്ലേ വരിക? സെറ്റ് ആണോ? ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഒ ബി സ്ക്വയർ പ്ലസ് എ സി സ്ക്വയർ. ആർ സ്ക്വയർ എന്ന് പറയുന്ന ലൈൻ നമുക്ക് കാണാൻ കഴിയും. ആ റെഡ് ലൈൻ ആണ്. ഇവിടെ ഒ ബി സ്ക്വയർ എന്താ? ഒ ബി സ്ക്വയർ എന്ന് പറയുന്നത് ഒ എ എന്ന് പറയുന്ന ഗ്രീൻ ലൈനും എ ബി എന്ന് പറയുന്ന ഗ്രീൻ ലൈനും കൂടി കൂടിച്ചേർന്നല്ലേ? അപ്പൊ നമുക്ക് എ ബിന്റെ വാല്യൂ വേണം അല്ലെ? വേണം, കണ്ടുപിടിക്കാം കേട്ടോ. അങ്ങനെയാണെങ്കിൽ എ സി സ്ക്വയർ, എ സി ആണ് അല്ലെ ഞാൻ പറഞ്ഞിരിക്കുന്നത്? എ സി അല്ല, ബി സി ആണ് കേട്ടോ. ബി സി ആണ് മക്കളെ, ബി സി ആണ് വരിക കേട്ടോ. ബി സി സ്ക്വയർ. റെഡി ആണല്ലോ? യെസ്, ഫൈൻ. ബി സി സ്ക്വയറും വേണല്ലോ. അപ്പൊ ബി സി സ്ക്വയർ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഒ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ. നമ്മളെ ട്രയാംഗിൾ, റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഏതാണെന്ന് മനസ്സിലായല്ലോ മക്കൾക്ക്? ആ റെഡ് ലൈന് വരുന്നത് ആർ സ്ക്വയർ ആണ്. ഒ ബി സ്ക്വയർ എന്ന് പറയുന്നത് ഗ്രീനും ഈ ഗ്രീൻ ലൈനും അതിന്റെ തൊട്ട് താഴെ എ ബി എന്ന് പറയുന്ന ബ്ലാക്ക് ലൈനും കൂടി ചേർന്നാണ് ഒ ബി എന്ന് പറയുന്നത്. ബി സി എന്ന് പറയുന്നത് പ്യുവർ ആ ബ്ലാക്ക് ലൈനും മാത്രം കേട്ടോ, ഈ ലൈനും മാത്രം കേട്ടോ. സെറ്റ് ആണോ? കൺഫ്യൂഷൻസ് ഇല്ലല്ലോ? ഓക്കെ, ഫൈൻ, ഗുഡ്. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ വേണം എനിക്കിനി ഇത് കണ്ടുപിടിക്കണമെങ്കിൽ എ ബി എന്ന് പറയുന്ന ഒരു പീസിന്റെ ലെങ്ത് എത്രയാണ് കിട്ടണമല്ലോ. അതേപോലെ ബി സിയും കിട്ടണമല്ലോ. അത് കിട്ടാൻ വേണ്ടിയിട്ട് ഒറ്റ കാര്യം മക്കൾ നോക്കിയാൽ മതി. ഈ എ സി എന്താണ് മക്കളെ? എ സി എന്താണ്? എ സി ക്യൂ അല്ലേ? കാരണം ഒ ഡി മക്കൾ കണ്ടില്ലേ? അങ്ങനെയാണെങ്കിൽ എ സി അതിന് പാരലൽ ആയിട്ട് വരുന്നല്ലേ? അത് എത്രയായിരിക്കും മക്കളെ? ക്യൂ തന്നെയല്ലേ വരിക? ഇവിടെ ആംഗിൾ എന്തായിരിക്കും? ബി എ സി. ആംഗിൾ മക്കൾ ശ്രദ്ധിച്ചേ, ആംഗിൾ ബി എ സി, ആംഗിൾ ബി എ സി. നമ്മൾ രണ്ട് പാരലൽ ലൈൻസിനെ ഒ എ എന്ന് പറയുന്ന ലൈന് കട്ട് ചെയ്യല്ലേ? അങ്ങനെയാണെങ്കിൽ മക്കൾ ശ്രദ്ധിച്ചോ, ഇത് തീറ്റയാണെങ്കിൽ ഈ ആംഗിൾ എത്ര തന്നെ ആയിരിക്കും? തീറ്റ ആയിരിക്കും. സെറ്റ് ആണോ? കൺഫ്യൂഷൻസ് ഇല്ലല്ലോ? സെറ്റ് ആണ് സാറേ, ഒരു കൺഫ്യൂഷനും ഇല്ല. അപ്പൊ ഈ ആംഗിൾ തീറ്റയാണ്. ഈ എ സി എന്ന് പറയുന്നത് എന്താണ് മക്കളെ? ക്യൂ ആണ്. അങ്ങനെയാണോ? നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. തീറ്റന്റെ സൈഡിൽ വരുന്നത് എന്തായിരിക്കും? ക്യൂ കോസ് തീറ്റ ആയിരിക്കും. ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആരായിരിക്കും? ക്യൂ സൈൻ തീറ്റ ആയിരിക്കും. കൺഫ്യൂഷൻസ് ഇല്ല, നമ്മൾ ഓക്കെ ആണ്, ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ പോവാണ്. അങ്ങനെയാണെങ്കിൽ എ ബി എനിക്ക് എത്രയാന്ന് കിട്ടിയിട്ടുണ്ട്? ക്യൂ കോസ് തീറ്റയാണ്. സി ബി എനിക്ക് എത്രയാന്ന് കിട്ടിയിട്ടുണ്ട്? ക്യൂ സൈൻ തീറ്റയാണ്. നമുക്ക് ആ ടേം ഒന്നും കൂടി മാറ്റി എഴുതാൻ പോവാണ് നമ്മൾ കേട്ടോ. നമ്മൾ ആ ടേം ഒന്നും കൂടി ഒന്ന് അറേഞ്ച് എഴുതാൻ പോവാണേ. കൺഫ്യൂഷൻ ഒന്നും ആവണ്ട, മക്കൾ ശ്രദ്ധിച്ച് കേട്ടാൽ മതി. ഇവിടെ ആർ സ്ക്വയർ നമ്മൾ ആ ഇക്വേഷൻ എഴുതാണ്. ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു, സെറ്റ് ആണേ,
റെഡി. ഒ ബി എന്ന് പറയുന്നത് എന്താണ്? ഫിഗറിലേക്ക് മക്കൾ വന്നേ. ഒ ബി എന്ന് പറയുന്നത് ഒ എയും എ ബിന്റെയും സ്ക്വയർ അല്ലേ? അല്ലെങ്കിൽ രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാലല്ലേ നമുക്ക് ഇവിടെ ഒ ബി കിട്ടുന്നേ. സോ ഒ എ പ്ലസ് എ ബി അതിന്റെ സ്ക്വയർ പ്ലസ് പിന്നെ ആരാ വരുന്നത്? ബി സി ആണ്. നമ്മൾ ബി സിക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, ബി സി സ്ക്വയർ. റെഡിയാണോ? ഇനി ഒ എ എന്തായിരുന്നു മക്കളെ? ഒ എ എന്തായിരുന്നു? അതിലേക്ക് വന്നേ മക്കള്. ഒ എ അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്തായിരുന്നു? പി അല്ലേ? അങ്ങനെയാണ് നമുക്ക് എന്ത് കൊടുക്കാം? പി പ്ലസ്. എ ബി എന്തായിരുന്നു? എ ബിയിലേക്ക് വന്നേ. ക്യൂ കോസ് തീറ്റ ആണ്. അപ്പൊ ക്യൂ കോസ് തീറ്റ അല്ലേ? ക്യൂ കോസ് തീറ്റ സ്ക്വയർ പ്ലസ് ബി സി എന്തായിരുന്നു? ബി സിയിലേക്ക് വന്നു മക്കള്. ബി സി ഫിഗറിൽ ബി സി നോക്കിയാൽ മക്കള്, നമ്മൾ ആ വെർട്ടിക്കൽ ഹൈറ്റ് അല്ലേ, അതിന് നമ്മൾ എന്താ കൊടുത്തിരിക്കുന്നത്? ക്യൂ സൈൻ തീറ്റ സ്ക്വയർ. റെഡിയാണോ? ഇനി മക്കൾ നോക്കിക്കോ, ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്ത് വരും മക്കളെ? എ പ്ലസ് ബി. ഫസ്റ്റ് സ്റ്റെപ്പ് നോക്കിക്കേ, എ പ്ലസ് ബിന്റെ സ്ക്വയർ അല്ലേ? എ പ്ലസ് ബിന്റെ സ്ക്വയർ നമ്മൾ എങ്ങനെയാ പഠിച്ചത്? എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ ആണ്. അങ്ങനെ നമ്മൾ നോക്കിക്കോ, പി സ്ക്വയർ പ്ലസ് എ സ്ക്വയറിന് പകരമായിട്ട് നമുക്ക് എന്ത് വന്നു? പി സ്ക്വയർ വന്നു. 2ab ക്ക് പകരമായിട്ട് ആര് വരും മക്കളെ? 2pq കോസ് തീറ്റ വരത്തില്ലേ? പ്ലസ് ബി സ്ക്വയറിന് പകരമായിട്ട് ആര് വരും ഇവിടെ? ക്യൂ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് പിന്നെ ആരുണ്ട്? നമ്മളെ തേർഡ് ടേം ഇവിടെ ഇല്ലേ? തേർഡ് ടേം ഇവിടെ ഇല്ലേ? എന്താ വരിക? ക്യൂ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. സെറ്റ് ആണോ നമുക്ക്? സെറ്റ് അല്ലേ? കൺഫ്യൂഷൻസ് ഇല്ലല്ലോ. അപ്പൊ ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു പി സ്ക്വയർ പ്ലസ് 2pq കോസ് തീറ്റ പ്ലസ് ക്യൂ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ ക്യൂ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. റെഡി ആണല്ലോ? അങ്ങനെയാണ് മക്കൾ നോക്കിക്കോ, ആർ സ്ക്വയർ റെഡിയാണേ. ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്ത് വരും മക്കളെ? പി സ്ക്വയർ അതവിടെ കിടക്കട്ടെ, 2pq കോസ് തീറ്റയും അതും അവിടെ കിടക്കട്ടെ. പിന്നെ എന്തൊക്കെയാ സാറേ മാറ്റം? നമ്മള് ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചോ, മൂന്നാമതെയും നാലാമതെയും ടേം ക്യൂ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റയും ക്യൂ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റയും അല്ലേ? അങ്ങനെയാണെങ്കിൽ ക്യൂ സ്ക്വയർ നമുക്ക് പുറത്തേക്ക് എടുക്കാലോ. കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ. മക്കൾ ഇതിന്റെ റിസൾട്ട് പഠിച്ചതാണ്. ഇത് എത്രയായിരിക്കും മക്കളെ? 1 അല്ലേ? സെറ്റ് ആണോ മക്കൾക്ക്? അങ്ങനെയാണെങ്കിൽ നമ്മൾ റിസൾട്ട് എന്താ കൂടാ? ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്ത് വരും മക്കളെ? പി സ്ക്വയർ പ്ലസ് 2pq കോസ് തീറ്റ പ്ലസ് എന്ത് വരും? ക്യൂ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ആർ സ്ക്വയർ ഒഴിവാക്കുകയാണെങ്കിൽ, ആറ് മാത്രമാക്കുകയാണെങ്കിലോ നമുക്ക് ഇവിടെ എന്തിട്ട് കൊടുത്താൽ മതി? ചെയ്താ പോരെ? അങ്ങനെയാണെങ്കിൽ ആർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് 2pq കോസ് തീറ്റ പ്ലസ് ക്യൂ സ്ക്വയർ. റെഡി ആണല്ലോ? കൺഫ്യൂഷൻസ് ഒന്നുമില്ലല്ലോ? നമുക്ക് ഇതേപോലെ അങ്ങോട്ട് എഴുതി വെച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ ഈ ആർ എന്ന് പറയുന്നത് റിസൾട്ടന്റ് വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് നമ്മൾ പിന്റെ മാഗ്നിറ്റ്യൂഡിലും ക്യൂന്റെ മാഗ്നിറ്റ്യൂഡിലും എന്തിന്റെ മാഗ്നിറ്റ്യൂഡിലും എന്തിന്റെ ആംഗിളിലും നമുക്ക് പറയാൻ പറ്റി? ആ രണ്ട് വെക്ടറിന്റെ ആംഗിളിലും നമുക്ക് പറയാൻ പറ്റി. ഇതാണ് നമ്മളെ ക്വസ്റ്റ്യൻ കേട്ടോ. ക്വസ്റ്റ്യൻ ഒന്നുകൂടി നമുക്ക് നോക്കാം. ദ പാരലോഗ്രാം ലോ ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ദ റിസൾട്ടന്റ് ഓഫ് ടു വെക്ടേഴ്സ്. നമ്മൾ എങ്ങനെയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. Then find the magnitude of the resultant of two vectors in terms of their magnitudes and angle between them. അതല്ലേ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്തിന്റെ ബേസിൽ കിട്ടി? പിന്റെ മാഗ്നിറ്റ്യൂഡിലും ക്യൂന്റെ മാഗ്നിറ്റ്യൂഡിലും 2pq cos തീറ്റ. ആ തീറ്റ ആരാ മക്കളെ? തീറ്റ ആരായിരുന്നു? രണ്ട് വെക്ടേഴ്സിന്റെ തമ്മിലിടയിൽ ഉണ്ടാവുന്ന ആംഗിൾ ആണ് കേട്ടോ. ക്ലിയർ? ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ? കൺഫ്യൂഷൻസ് ഇല്ലല്ലോ? പക്കയാണേ? പക്കയായിട്ട് നമ്മൾ മുന്നോട്ട് പോകട്ടോ. അങ്ങനെയാണ് നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് വന്നേ. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് വന്നോ, നമുക്ക് ഡിസ്കസ് ചെയ്യാം. റെഡി? യെസ്, അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് മക്കൾ വന്നേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഫൈൻഡ് വെദർ ദ ഗിവൺ വെക്ടേഴ്സ്. വെക്ടർ തന്നിട്ടുണ്ട് 2i plus 3j plus 4k and 4i plus 6j plus 8k are parallel or not. രണ്ട് വെക്ടേഴ്സ്, ഒരു വെക്ടർ എ ആയിട്ട് നമുക്ക് ഒന്നിനെ കൺസിഡർ ചെയ്യാം, ഒന്നിനെ വെക്ടർ ബി ആയിട്ടും കൺസിഡർ ചെയ്യാം. അത് പാരലൽ ആണോ അല്ലയോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു വെക്ടർ എ എന്റെ കയ്യിലുണ്ട്, ഒരു വെക്ടർ എന്ത് മക്കളെ കയ്യിലുണ്ട്? വെക്ടർ ബിയും എന്റെ കയ്യിലുണ്ട്. മക്കളൊന്ന് പറ, ഇത് പാരലൽ ആണോ അല്ലയോ നമുക്ക് അറിയണം. പാരലൽ ആണെന്ന് തന്നെ എടുത്തു. പാരലൽ ആണ് ഈ രണ്ട് വെക്ടേഴ്സ് എങ്കിൽ എന്തായിരിക്കും ഇതിന്റെ ഇടയിലുള്ള തീറ്റ? 0 അല്ലേ വരിക? അപ്പൊ തീറ്റ 0 ആണെങ്കിൽ, രണ്ട് വെക്ടേഴ്സിന്റെ ഇടയിലുള്ള തീറ്റ 0 ആണെങ്കിൽ അത് പാരലൽ വെക്ടേഴ്സ് ആണ്. അല്ലെങ്കിലോ? അല്ല, പാരലൽ വെക്ടർ അല്ല. അത്രയും ചെയ്താൽ പോരെ? നമുക്ക് അതിലേക്ക് വരാം കേട്ടോ. നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാന്ന് വരാം. സെക്കൻഡ്, വാട്ട് ആർ ദ ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടേഴ്സ്? എന്താണ് യൂണിറ്റ് വെക്ടർ? നമ്മൾ കേട്ടിട്ടുണ്ട്. അത് ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടേഴ്സ് ഏതൊക്കെയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഫൈൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ. തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ സീറോ വെക്ടർ? ടൈപ്സ് ഓഫ് വെക്ടറിനെ ബേസ് ചെയ്തുകൊണ്ട് രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ പാരലൽ ആണോ അല്ലയോ എന്നുള്ളത് മാത്രം അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഓരോ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് വരാം കേട്ടോ.
നമുക്ക് ആദ്യം നമുക്ക് എന്ത് എഴുതി വെക്കാം മക്കളെ? നമ്മൾ ആദ്യം എന്ത് എഴുതി വെക്കൂടാ? ഒന്ന് പറഞ്ഞേ. നമ്മൾ ആദ്യം എന്ത് എഴുതി വെക്കും? ആദ്യം വെക്ടർ എ ഒന്ന് എഴുതി വെച്ചാലോ? വെക്ടർ എ എന്താണ് നമ്മൾ വെക്ടർ എ? 2i പ്ലസ് 3j പ്ലസ് 4k സെറ്റ് ആണോ? വെക്ടർ ബി എന്തായിരുന്നു? പറ മക്കള്. 4i പ്ലസ് 6j പ്ലസ് 8k സെറ്റ് ആണോ? നമുക്കറിയാം. അപ്പം വെക്ടർ എയും വെക്ടർ ബിയും കിട്ടി. വെക്ടർ എ എന്താണെന്ന് എഴുതി വെച്ചു, വെക്ടർ ബി എന്താണെന്ന് എഴുതി വെച്ചു. ഇനി പാരലൽ ആണോ അല്ലയോ എന്ന് അറിയണമെങ്കിൽ നമ്മൾ പറഞ്ഞു തീറ്റ 0 ആണെങ്കിൽ അത് പാരലൽ ആണ് അല്ലെ? അല്ലേ? എങ്ങനെയാണ് നമുക്ക് മനസ്സിലായത്? നമുക്കറിയാം പാരലൽ വെക്ടേഴ്സിന്റെ തീറ്റ എത്രയായിരിക്കും? 0 ആയിരിക്കും. ഇത് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഒരു കാര്യം ചെയ്യാൻ പോവാണ്. വെക്ടർ എയും വെക്ടർ ബിയും കൂടി ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ക്രോസ് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാൻ പോവാണ്. ക്രോസ് പ്രൊഡക്റ്റ് എന്താണെന്ന് നമുക്കൊക്കെ അറിയാലോ. വെക്ടർ എ ക്രോസ് വെക്ടർ ബി എന്തായിരുന്നു? എ ബി സൈൻ തീറ്റ. ഡോട്ട് പ്രൊഡക്റ്റോ? വെക്ടർ എ ഡോട്ട് വെക്ടർ ബിയോ? എ ബി കോസ് തീറ്റ ആയിരുന്നു. ഇവിടെ വെക്ടർ എ ക്രോസ് വെക്ടർ ബി ആണെങ്കിൽ എ ബി എന്ത് വരും മക്കളെ? സൈൻ തീറ്റ വരും. ക്ലിയർ ആണോ മക്കൾക്ക്? യെസ്. ഇനി പാരലൽ ആണെന്ന് തന്നെ എടുത്തു. ഈ രണ്ട് വെക്ടേഴ്സ് പാരലൽ ആണെന്ന് തന്നെ മക്കൾ കൺസിഡർ ചെയ്തു, ഇമാജിൻ ചെയ്തു. അങ്ങനെയാണെങ്കിൽ തീറ്റ എത്രയായിരിക്കും? രണ്ട് പാരലൽ വെക്ടേഴ്സ് ആണെങ്കിൽ തീറ്റ എത്രയായിരിക്കും? 0 അല്ലേ വരിക? രണ്ട് പാരലൽ വെക്ടേഴ്സ് ആണെങ്കിൽ തീറ്റ എത്ര വരും? 0 വരും. അങ്ങനെയാണ് നമ്മളുടെ വെക്ടർ എ ക്രോസ് വെക്ടർ ബി എത്രയായിരിക്കും വരിക? എ ബി സൈൻ 0 അല്ലേ വരിക? എ ബി സൈൻ 0 വരും. എ ബി സൈൻ 0 എന്ന് പറയുന്നത് എത്രയായിരിക്കും മക്കളെ? 0 ആയിരിക്കും. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കേണ്ട കാര്യം എന്താണ്? വെക്ടർ എ ക്രോസ് വെക്ടർ ബി ചെയ്യാം. അതിന്റെ ആൻസർ 0 ആണെങ്കിൽ ഞാനും മക്കളും കണ്ണും പൂട്ടി എഴുതി വെക്കും ഇത് എന്താണ്? പാരലൽ ആണ്. പാരലൽ ആവുമ്പോഴല്ലേ തീറ്റ 0 ആവുന്നേ. സോ നമുക്ക് ചെയ്തു വെക്കാലോ. അങ്ങനെയാണ് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നേ? വെക്ടർ എ ക്രോസ് വെക്ടർ ബി ചെയ്യാം. വെക്ടർ എ ക്രോസ് വെക്ടർ ബി ചെയ്യുന്ന സമയത്ത് ഡിറ്റർമിനൻസ് മെത്തേഡ് അല്ലേ നമ്മൾ ഉപയോഗിക്കാറ്? നമുക്ക് ചെയ്ത് നോക്കട്ടോ. ഈ പ്രോബ്ലം ചെയ്യാൻ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. നമ്മളിവിടെ ചെയ്യുന്നത് ഈ മെത്തേഡ് ആണെന്ന് മാത്രം. വേറെ പല രീതിയിൽ നമുക്ക് ചെയ്ത് നോക്കാം. കൺഫ്യൂഷൻസ് ഇല്ലല്ലോ? യെസ്. അങ്ങനെയാണെങ്കിൽ മക്കൾ നോക്കിക്കോ, നമുക്ക് ചെയ്യാം. വെക്ടർ എ ക്രോസ് വെക്ടർ ബി ഓക്കെ ആണോ? ഡിറ്റർമിനന്റ് മെത്തേഡ് ആയതുകൊണ്ട് നമ്മൾ ഇവിടെ വരച്ചു ഐ ജെ കെ. റെഡി? അവിടെ എന്തൊക്കെയാ നമ്മൾ മാർക്ക് ചെയ്യാ? എ വെക്ടർ ഏതായിരുന്നു? 2, ജെക്ക് കൂടെ 3, കെ 4. ഓക്കെ, എന്താ നമ്മൾ എഴുതുക? 4 സെറ്റ് ആണ്. യെസ്. ഇനി ബി വെക്ടറിനെ ഡിനോട്ട് ചെയ്താലോ? നമുക്ക് എങ്ങനെയാ വരാം മക്കളെ? 4, 6, 8. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? അപ്പൊ നമ്മൾ ഇവിടെ എഴുതി വെച്ച് കഴിഞ്ഞു. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു വെക്കാം. റെഡിയാണേ? ഇനി എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത്? നമ്മൾ ചെയ്യാൻ പോകുന്ന ഇതിന്റെ ഡിറ്റർമിനന്റ് എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കാം? നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഞാനിവിടെ റെഡ് ലൈൻ വെച്ചിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. മക്കൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. നമ്മൾ ഇവിടെ ചെയ്യുന്ന കാര്യം നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ഐ നമ്മൾ എടുക്കും. ഈ രണ്ട് പോർഷൻ നമ്മൾ കട്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ ഇതിനെന്ത് ചെയ്യും? ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. അങ്ങനെ ആവുമ്പോൾ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? നമുക്കൊന്ന് നോക്കി നോക്കിയാലോ? നോക്കാം. ഇതിന് താഴെ സ്ഥലം ഉണ്ടോ? ഓക്കെ ഫൈൻ. ഐ കിട്ടുമല്ലോ അല്ലെ? ഐ നമ്മൾ ഇതിന് ഐനല്ല ക്രോസ് ചെയ്തിരിക്കുന്നത്. ഐ ഞാൻ ക്രോസ് ചെയ്തു. ഇനി ഇതിന് ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ വരിക? 3 into 8 എത്ര വരും? 24 മൈനസ് 6 into 4 എത്ര വരും? 24 ആണ്. കൺഫ്യൂഷൻസ് ഒന്നുമില്ലല്ലോ? യെസ്. ഇനി അത് കഴിഞ്ഞാൽ ഞാൻ ആരെ ക്രോസ് ചെയ്യും? ജേനല്ലേ നമ്മൾ ചെയ്യുക. അപ്പൊ ജേന് ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്തു. ഇനി ആരൊക്കെയാ ചെയ്യേണ്ടി വരിക? മകൾ നോക്കിക്കോ. ജേനെ ഞാൻ ഇങ്ങനെ ക്രോസ് ചെയ്ത് ഒഴിവാക്കി. റെഡി ആണോ അല്ലയോ? പിന്നെ എനിക്ക് ആരെ ചെയ്യേണ്ടി വരൂടാ? ഈ 2 into 8 ക്രോസ് ആയിട്ട് ഞാൻ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 4 into 4. 2 into 8 എത്ര വരും? 16 മൈനസ് 4 into 4 എത്ര വരും? അതും 60. കൺഫ്യൂഷൻസ് ഇല്ലല്ലോ? ഇനി തേർഡ് വൺ ഞാൻ ചെയ്യും. ഞാൻ ഇവിടെ കേനെ ഇവിടെ നിർത്തി ഞാൻ ഇത് ചെയ്തു. സെറ്റ് ആണോ? അങ്ങനെയാണെങ്കിൽ മക്കളൊന്ന് പറ എങ്ങനെ നമ്മൾ ചെയ്യാ? 2 into 6 അല്ലെ? 2 into 6 എത്രയായിരുന്നു? 12. നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത പോലെ തന്നെ ചെയ്താൽ മതി. കേന്റെ ലൈന് ഞാൻ ഇവിടെ ക്രോസ് ചെയ്ത് വെച്ചു. 2 into 6ഉം 3 into 4ഉം ചെയ്തു. അപ്പൊ 12 മൈനസ് 12 വരും. ഇതിന് ആൻസർ എത്ര വരും? 0 വരും. അങ്ങനെയാണെങ്കിൽ വെക്ടർ എ ക്രോസ് വെക്ടർ ബിന്റെ ആൻസർ എത്രയാണ്? 0 ആണ്. സോ അതിനിടയിലുള്ള ആംഗിൾ എത്രയായിരിക്കും? തീറ്റ 0 ആയിരിക്കും. റെഡി ആണോ മക്കൾക്ക്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ സെറ്റ് ആണേ. മകളുടെ കയ്യിലുണ്ട്, ഒരു കൺഫ്യൂഷനും ഇല്ല. അങ്ങനെയാണെങ്കിൽ വാട്ട് ആർ ദി ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടേഴ്സ്? യൂണിറ്റ് വെക്ടർ എന്താണെന്ന് അറിയാം. ഓർത്തോഗണൽ വെക്ടർ എന്താ? ഓർത്തോഗണൽ വെക്ടേഴ്സ് രണ്ട് വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ അതിന്റെ ഇടയിലുള്ള ആംഗിൾ തീറ്റ 90 ഡിഗ്രി ആണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പേര് പറയും? ഓർത്തോഗണൽ വെക്ടേഴ്സ് പറയും അല്ലെ? അങ്ങനെയാണെങ്കിൽ ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടേഴ്സ് എന്താ? നമുക്കറിയാം. നമ്മൾ ആക്സിന്റെ കേസൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഓക്കെ,
എക്സ് ആക്സിസ് ഉണ്ട്, വൈ ഉണ്ട്, സെഡ് ഉണ്ട് അല്ലെ. എക്സ് ആക്സിലുള്ള യൂണിറ്റ് വെക്ടർ ഏതാണ്? ഐ ആയിരുന്നു. വൈ ആക്സിലുള്ളത് ഏതായിരുന്നു മക്കളെ? ജെ ആയിരുന്നു. സെഡ് ആക്സിൽ എന്തായിരുന്നു മക്കളെ? കെ ആയിരുന്നു അല്ലെ. മക്കൾ നോക്കിക്കോ, ഇവിടെ ശ്രദ്ധിച്ചോ മക്കള്, ഈ 3 യൂണിറ്റ് വെക്ടേഴ്സ് എക്സ് ആക്സും വൈ ആക്സും സെഡ് ആക്സിലും അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവ ഇടയിൽ ഉണ്ടാവുന്ന ഈ ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി ആണ്. ഓർത്തോഗണൽ അല്ലേ? ആണോ അല്ലയോ? അങ്ങനെയാണെങ്കിൽ ഈ 3 യൂണിറ്റ് വെക്ടേഴ്സും ഐയും ജെയും കെയും 3 എന്താണോ? ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടേഴ്സ് ആണ് അല്ലെ. 90 ഡിഗ്രി, അതായത് എക്സ് ആക്സിസും വൈ ആക്സിസും എത്രയാണ്? 90 ഡിഗ്രി ആണ്. സോ അവിടെ വരുന്ന യൂണിറ്റ് വെക്ടേഴ്സിന് ഇടയിൽ ഉണ്ടാവുന്ന ആംഗിൾ എത്ര തന്നെയാണ്? 90 ഡിഗ്രി. അതേപോലെ എക്സും സെഡും അതേപോലെ വൈയും സെഡും. അപ്പൊ ഇത് 3 എന്തിൽ തന്നെയായിരിക്കും മക്കളെ? 90 ഡിഗ്രി തന്നെയായിരിക്കും. സോ നമുക്ക് എന്ത് പറയാം? അവ 3ഉം ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടേഴ്സ് ആണ്. റെഡി ആണോ മക്കൾക്ക്? യെസ്. Then what is a zero vector? Third question ആണ്, what is a zero vector? Give its significance in physics with an example. Yes. നമ്മൾ എവിടെയാണ് സീറോ വെക്ടർ യൂസ് ചെയ്യുക? എന്താണ് സീറോ വെക്ടർ? സീറോ വെക്ടർ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ലടാ. നമുക്ക് സീറോ വെക്ടർ എന്ന് പറയുമ്പോൾ അതിന് മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും മക്കളെ? മാഗ്നിറ്റ്യൂഡ് എന്താണ്? 0 ആണ്. പക്ഷെ അതിന് ഡയറക്ഷൻ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. മാഗ്നിറ്റ്യൂഡ് എന്താണ്? 0 ആണ്, പക്ഷെ ഡയറക്ഷൻ ഉണ്ടാവും. ക്ലിയർ ആണോ? ഡയറക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ മാഗ്നിറ്റ്യൂഡ് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ആ സ്റ്റെം സൂചിപ്പിക്കാറുണ്ടായിരുന്നേ? ക്ലിയർ. അപ്പൊ മാഗ്നിറ്റ്യൂഡ് 0 ആണ്, പക്ഷെ ഡയറക്ഷൻ ഉണ്ടാവും. അങ്ങനെ ഒരു കേസ് ആണെങ്കിൽ അത് എന്ത് മാത്രമായിട്ട് മാറൂടാ? ഒരു പോയിന്റ് മാത്രമായിട്ട് മാറില്ലേ? ഒരു പോയിന്റ് അല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അല്ല ഒരു പോയിന്റ് ആയിട്ടല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ മാഗ്നിറ്റ്യൂഡ് 0 ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നമ്മൾ ഇങ്ങനെ വരയ്ക്കുന്ന സമയത്ത് ഈ ഒരു പോർഷനിലെ നമ്മൾ മാഗ്നിറ്റ്യൂഡ് ആയിട്ട് നമ്മൾ പറഞ്ഞിരുന്നേ അത് 0 ആണ്. പക്ഷെ അത് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇത് 0 ആയിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ കഴിയോ? അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു മക്കളെ? അതൊരു ഡോട്ട് ആയിട്ട് അല്ലെങ്കിൽ ഒരു കുത്തു പോലെ നമുക്ക് അത് മാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. യെസ്, അതാണ് സീറോ വെക്ടർ എന്ന് പറയുന്നത്. വേറെ ഒന്നുമില്ല. സീറോ വെക്ടർ എന്ന് പറയുമ്പോൾ ഡയറക്ഷൻ എന്തായിരിക്കും? ഡയറക്ഷൻ ഉണ്ടാവും, പക്ഷെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും? 0 ആയിരിക്കും. അതിന്റെ ഇമ്പോർട്ടൻസ് എന്താന്ന് വെച്ചാൽ നമ്മൾ ഒരു വെക്ടറുമായിട്ട് ഒരു സീറോ വെക്ടർ ആഡ് ചെയ്തു അല്ലെങ്കിൽ മൈനസ് ചെയ്തു, അങ്ങനെയാണ് നമുക്ക് കിട്ടുന്ന വെക്ടർ ഏത് തന്നെയായിരിക്കൂടാ? നമ്മൾ ആഡ് ചെയ്തോ അല്ലെങ്കിൽ മൈനസ് ചെയ്ത വെക്ടർ തന്നെയല്ലേ? സെറ്റ് ആണോ മക്കൾക്ക്? അപ്പൊ ഇതൊരു കേസാണ് കേട്ടോ. ഒരു വെക്ടറും അതിന്റെ നെഗറ്റീവ് വെക്ടറും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാലോ വെക്ടർ എ പ്ലസ് മൈനസ് വെക്ടർ എ ആണെങ്കിലോ അപ്പൊ നമുക്ക് കിട്ടുന്നത് എന്ത് തന്നെയായിരിക്കും? സീറോ വെക്ടർ ആയിരിക്കും. അപ്പൊ രണ്ട് കേസ് നമ്മൾ പറഞ്ഞു. ഒരു വെക്ടർ അതിന്റെ കൂടെ സീറോ വെക്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞാലോ മൈനസ് ചെയ്ത് കഴിഞ്ഞാലോ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? ആ വെക്ടർ തന്നെയായിരിക്കും, വെക്ടർ എ തന്നെയായിരിക്കും. രണ്ടാമത്തെ കേസ് നമ്മൾ പറയാണ്, ഒരു വെക്ടറും ആ വെക്ടറുടെ നെഗറ്റീവ് വെക്ടറും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ത് തന്നെയായിരിക്കും മക്കളെ? സീറോ വെക്ടർ ആയിരിക്കും. സെറ്റ് ആണോ മക്കൾക്ക്? ഇതാണ് ഇതിന്റെ സിഗ്നിഫിക്കൻസ് കേട്ടോ. അപ്പം 3 കേസ് നമ്മൾ പറഞ്ഞു. എന്താണ്, എങ്ങനെയാണ് പാരലൽ ആണ് അല്ലേ എന്നുള്ളത് പറഞ്ഞു നമ്മള്. രണ്ടാമത്തെ ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടേഴ്സ്. യൂണിറ്റ് വെക്ടർ എന്താണെന്ന് നമുക്കൊക്കെ അറിയാം. അതിലെ എക്സ് ആക്സിലും വൈ ആക്സിലും സെഡ് ആക്സിലും യൂണിറ്റ് വെക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് അറിയാം. ഐയും ജെയും കെയും ആണ് അല്ലേ? ആ 3 ആക്സിലും 90 ഡിഗ്രിയിൽ നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 90 ഡിഗ്രിയിലെ യൂണിറ്റ് വെക്ടേഴ്സ് ആണ്. അപ്പൊ ഇത് 3 എന്ത് തന്നെയാണ്? ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടേഴ്സ് ആണ്. സെറ്റ്. വാട്ട് ഈസ് സീറോ വെക്ടർ? സീറോ വെക്ടർ എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് 0 ആയിരിക്കും, പക്ഷെ ഡയറക്ഷൻ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഡോട്ട് ആയിട്ട് നമുക്ക് സൂചിപ്പിക്കാൻ പറ്റുള്ളൂ. ഗിവ് ഇറ്റ് സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കേസ് പറഞ്ഞു, ഒരു വെക്ടറുമായിട്ട് സീറോ വെക്ടർ ആഡ് ചെയ്തു, വെക്ടറിനെ നമുക്ക് കിട്ടുന്നത്. ഒരു വെക്ടറും അതിന്റെ നെഗറ്റീവ് വെക്ടറും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സീറോ വെക്ടർ കിട്ടും. സെറ്റ് ആണോ മക്കൾക്ക്? അങ്ങനെയാണ് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോയാലോ? പോവാ, ഒരു കൺഫ്യൂഷനും വേണ്ട. സെറ്റ് ആണേ? യെസ്. അങ്ങനെയാണ് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് മക്കൾ വന്നു. എ ബോയ് ത്രോസ് എ ക്രിക്കറ്റ് ബോൾ വിത്ത് എ വെലോസിറ്റി u. ഈ ക്വസ്റ്റ്യൻ നമ്മൾ കേട്ടാണല്ലോ അല്ലെ? ഒരു കുട്ടി ഒരു ബോൾ വലിച്ചെറിയുന്നുണ്ട്, ഇനീഷ്യൽ വെലോസിറ്റി u ആണ്, അറ്റ് ആൻ ആംഗിൾ തീറ്റ. മനസ്സിലായല്ലോ? ക്വസ്റ്റ്യന്റെ പോക്ക് എങ്ങോട്ടാന്ന് മനസ്സിലായല്ലോ? എങ്ങോട്ടായിരുന്നു മക്കളെ? നമ്മളുടെ പ്രൊജക്ടൈൽ മോഷനിലേക്കാണ് അല്ലെ? വിത്ത് ദ ഹൊറിസോണ്ടൽ. ഓക്കെ. വാട്ട് ഈസ് എ പാത്ത് ഫോളോഡ് ബൈ ദി ബോൾ? എന്താണ് സംഭവിച്ചിരിക്കുന്നത് മക്കളെ? ഒരു കുട്ടി ബോൾ വലിച്ചെറിയുന്നു. നമുക്കൊന്ന് വരച്ചു നോക്കിയാലോ മക്കളെ? അത് യെസ്, ജസ്റ്റ് സിമ്പിൾ ആയിട്ട് ഒന്ന് വരച്ചു നോക്കുക കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്കിക്കോ, നമ്മൾ ഹൊറിസോണ്ടൽ ലൈൻ ആണിത്. കൺഫ്യൂഷൻസ് ഒന്നുമില്ല. ആ ബോൾ വലിച്ചെറിയുന്ന സ്പീഡ് എത്രയാണ് മക്കളെ? ഇനീഷ്യൽ സ്പീഡ് എത്രയായിരുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത്? u ആണെന്ന് പറഞ്ഞു. കൺഫ്യൂഷൻസ് ഇല്ലല്ലോ? u ആണെന്ന് പറഞ്ഞു, നമുക്ക് കൺഫ്യൂഷൻസ് ഒന്നുമില്ല. ഈ ആംഗിൾ തീറ്റയാണ്. അങ്ങനെയാണെങ്കിൽ ഇതിന് ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ഒരു വെലോസിറ്റി ഉണ്ടാവും, വെർട്ടിക്കൽ ഡയറക്ഷനിൽ എന്തുണ്ടാവും മക്കളെ? ഒരു വെലോസിറ്റി ഉണ്ടാവും. ഇതിനെ നമ്മൾ u cos തീറ്റ എന്ന് പറഞ്ഞിരുന്നു, u sin തീറ്റ എന്ന് പറഞ്ഞിരുന്നു. ക്ലിയർ ആണേ? ഒരു കൺഫ്യൂഷനും ഇല്ല. നമ്മൾ പറഞ്ഞു ഇത് മുകളിലേക്ക് പോകും തോറും u sin തീറ്റന്റെ വാല്യൂ ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ലെങ്കിൽ എർത്തിന്റെ അട്രാക്ഷൻ കാരണം കുറഞ്ഞു കുറഞ്ഞു വരും. u cos തീറ്റയ്ക്ക് വലിയ പ്രത്യക്ഷത്തിൽ ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ
മാക്സിമം പോയിന്റ് നമ്മൾ ഗ്രീനിൽ മാർക്ക് ചെയ്യാം കേട്ടോ. മാക്സിമം പോയിന്റിൽ എന്തായിരിക്കും മക്കളെ? യു സൈൻ തീറ്റ, അതായത് വെർട്ടിക്കൽ കോമ്പണന്റ്, വെലോസിറ്റിന്റെ വെർട്ടിക്കൽ കോമ്പണന്റ് എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലെ? ഏറ്റവും മാക്സിമം എത്തുന്ന സമയത്ത് വെർട്ടിക്കൽ കോമ്പണന്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. പക്ഷെ ഹൊറിസോണ്ടൽ കോമ്പണന്റ് ഏതായിരിക്കും മക്കളെ? യു കോസ് തീറ്റ ആയിരിക്കും. സെറ്റ് ആണോ മക്കൾക്ക്? കൺഫ്യൂഷൻസ് ഇല്ലല്ലോ, നമ്മൾ സെറ്റ് ആക്കി മുന്നോട്ട് പോവാണ് കേട്ടോ. അപ്പൊ പറഞ്ഞ കാര്യത്തിലേ ഉള്ളൂ. അറ്റ് ദി ഹയസ്റ്റ് പോയിന്റ് വാട്ട് ആർ ദ വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ കോമ്പണന്റ് ഓഫ് വെലോസിറ്റി? ഒന്ന് യു കോസ് തീറ്റ, ഒന്ന് യു സൈൻ തീറ്റ ആയിരുന്നു. അതിൽ ഹൊറിസോണ്ടൽ യു കോസ് തീറ്റ ആണ്, വെർട്ടിക്കൽ യു സൈൻ തീറ്റ ആണ്. വെർട്ടിക്കൽ വെലോസിറ്റി ഹയസ്റ്റ് പോയിന്റിൽ 0 ആണ്. അവിടെ ആര് മാത്രമേ ഉള്ളൂ? ഹൊറിസോണ്ടൽ കോമ്പണന്റ് മാത്രമേ ഉള്ളൂ, യു കോസ് തീറ്റ മാത്രമേ ഉള്ളൂ. സെറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ മാക്സിമം പോയിന്റിൽ ആക്സിലറേഷൻ എന്താ? എ ഇസ് ഈക്വൽ ടു എന്തായിരിക്കും മക്കളെ? മൈനസ് ജി ആയിരിക്കും. അഡീഷണൽ പോയിന്റ് പറഞ്ഞു തന്നേ കേട്ടോ. ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ ദി ടൈം ഓഫ് ഫ്ലൈറ്റ് ആൻഡ് ഹൊറിസോണ്ടൽ റേഞ്ച് ഓഫ് ദി ബോൾ. നമ്മൾ തൊട്ട് മുൻപത്തെ കേസിൽ നമ്മൾ ടൈം ഓഫ് ഫ്ലൈറ്റും ഹൊറിസോണ്ടൽ റേഞ്ചും മാക്സിമം ഹൈറ്റിന്റെ ഒക്കെ ഡെറിവേഷൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞാണ് അല്ലെ. അപ്പൊ അത് സെറ്റ് ആണല്ലോ മക്കൾക്ക്, അതിൽ കൺഫ്യൂഷൻസ് ഒന്നുമില്ലല്ലോ. ഇനി അഡീഷണൽ ആയിട്ട് എഴുതേണ്ട ആവശ്യമില്ലല്ലോ. റെഡി ഗോ. അങ്ങനെയാണ് നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് വരാം. യെസ്, ദ ഫിഗർ ബിലോ ഷോസ് ദ പാത്ത് ഓഫ് എ പ്രൊജക്ടൈൽ മോഷൻ. നമുക്കറിയാലോ, ഒരു കൺഫ്യൂഷനും ഇല്ല. ഇവിടെ നമുക്ക് യുവിന് പകരം V0 ആണ് തന്നിരിക്കുന്നത് കേട്ടോ. ശ്രദ്ധിച്ചോ മക്കള്, യുവിന് പകരം എന്താണ്? V0 ആണ്. നമ്മൾ ഇവിടെ യു ആയിട്ട് കൺസിഡർ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഒബ്റ്റെയിൻ ദ എക്സ്പ്രഷൻ ഫോർ മാക്സിമം ഹൈറ്റ് ആൻഡ് ടൈം ഓഫ് ഫ്ലൈറ്റ്. മാക്സിമം ഹൈറ്റിന്റെ ഇക്വേഷൻ എന്തായിരുന്നു മക്കളെ? ടൈം ഓഫ് ഫ്ലൈറ്റിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? T is equal to 2u sin theta by g അല്ലേ? യെസ്, 2u sin theta by g ആണ്. അവിടെ തീറ്റ എന്താ മക്കളെ? ഈ ആംഗിൾ ആയിരുന്നു അല്ലെ. അങ്ങനെയാണെങ്കിൽ യുവിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? ഇവിടെ യു എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല, ഇനീഷ്യൽ വെലോസിറ്റി. നമ്മൾ സാധാരണ യു കൊടുത്തു, ഈ ഫിഗറിൽ എന്താ കൊടുത്തിരിക്കുന്നത്? V0 കൊടുത്തു. അങ്ങനെയാണ് നമ്മൾ ഇക്വേഷൻ എന്ത് വരിക? 2v0 sin theta by g. അതാണ് ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. അതിൽ കൺഫ്യൂഷൻ ഇല്ലല്ലോ, ക്ലിയർ അല്ലേ? യാതൊരു കൺഫ്യൂഷൻ ഇല്ല, സെറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ എന്താ ചോദിച്ചിരിക്കുന്നത്? മാക്സിമം ഹൈറ്റ് അല്ലെ. ഹൈറ്റിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ 2g അല്ലെ. യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡ് ബൈ 2g ആണ്. നമ്മൾ ഇക്വേഷൻ പ്രകാരം ഇതിലാണെങ്കിൽ V0 സ്ക്വയർ എന്ന് എഴുതിയാൽ മതി, വേറെ ഒന്നുമില്ല കേട്ടോ. അതേ രീതിയിൽ കണ്ടുപിടിച്ച് വെച്ചാലും ഒരു കുഴപ്പമില്ല. ഇനീഷ്യൽ വെലോസിറ്റി എന്തായിട്ട് എടുത്താൽ മതി? യു ആയിട്ട് കൺസിഡർ ചെയ്യുന്നു മാത്രം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി ആൻസർ പേപ്പറിൽ. സെറ്റ് ആണോ മക്കൾക്ക്? യെസ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ ഫോർ മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ച്? യെസ്, എടാ ഹൊറിസോണ്ടൽ റേഞ്ച് അല്ലെ. ഹൊറിസോണ്ടൽ റേഞ്ചിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? ഓർമ്മയുണ്ടോ? ഞാൻ ഇതൊന്നും ഒഴിവാക്കുന്നുണ്ട്. ഹൊറിസോണ്ടൽ റേഞ്ചിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? ഹൊറിസോണ്ടൽ റേഞ്ചിന്റെ ഇക്വേഷൻ റേഞ്ച് ഇസ് ഈക്വൽ ടു നമ്മൾ പഠിച്ചെന്തായിരുന്നു? യു സ്ക്വയർ സൈൻ 2 തീറ്റ ബൈ ജി അല്ലെ. യു സ്ക്വയർ സൈൻ 2 തീറ്റ ബൈ ജി അല്ലെ. അതിൽ കൺഫ്യൂഷൻസ് ഒന്നുമില്ലല്ലോ. ഇല്ല സാറേ, ക്ലിയർ ആണ്. അങ്ങനെയാണ് മക്കൾ നോക്കിക്കേ, എപ്പോഴാണ് റേഞ്ച് മാക്സിമം ആവുന്നത്? റേഞ്ച് എപ്പോഴാണ് മാക്സിമം ആവുക? മകളൊന്ന് പറഞ്ഞത് എനിക്ക്. റേഞ്ച് മാക്സിമം ആവുന്നത് എപ്പോഴാണ്? ഒരു കൺഫ്യൂഷനും വേണ്ട. എപ്പോഴായിരിക്കും റേഞ്ച് മാക്സിമം ആവുന്നത്? ഇവിടെ സൈൻ 2 തീറ്റ 1 ആവുന്ന സമയത്ത്, സൈൻ 2 തീറ്റന്റെ വാല്യൂ 1 ആവുന്ന സമയത്ത് നമുക്ക് റേഞ്ച് എന്തായിരിക്കും? മാക്സിമം ആയിരിക്കും. റേഞ്ച് മാക്സിമം ആവുന്ന കണ്ടീഷൻ സൈൻ 2 തീറ്റ 1. ഇത് സൈൻ 2 തീറ്റയ്ക്ക് എത്താൻ കഴിയുന്ന മാക്സിമം വാല്യൂ എത്രയാണ്? 1 ആണ്. അങ്ങനെയാണെങ്കിൽ സൈൻ 2 തീറ്റ 1 ആവുന്ന സമയത്ത് റേഞ്ച് എന്തായിരിക്കും മക്കളെ? മാക്സിമം ആയിരിക്കും. എപ്പോഴാണ് സൈൻ തീറ്റ 1 ആവുന്നത്? സൈൻ 90 ആവുന്ന സമയത്താണ് സാറേ. ആണല്ലോ. അങ്ങനെയാണ് മക്കളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടുത്തെ 2 തീറ്റയ്ക്ക് പകരം അവിടെ ആര് വരുമ്പോഴാണ്? 90 വരുമ്പോഴല്ലേ നമുക്ക് ഇവിടെ മാക്സിമം വാല്യൂ കിട്ടുക. കൺഫ്യൂഷൻസ് ഇല്ലല്ലോ. സൈൻ 2 തീറ്റ 1 ആവണം. ആ 2 തീറ്റ എപ്പോഴാവുമ്പോഴാണ് സൈൻ്റെ വാല്യൂ 1 ആവുന്നത്? 90 ആവുന്ന സമയത്താണ്. അങ്ങനെയാണെങ്കിൽ 2 തീറ്റയ്ക്ക് പകരം ഇവിടെ 90 വരണം അല്ലെ. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം എഴുതിയേക്കാം, 2 തീറ്റ ഇസ് ഈക്വൽ ടു 90. അപ്പോഴാണ് മാക്സിമം കണ്ടീഷൻ. അങ്ങനെയാണ് തീറ്റ ഇസ് ഈക്വൽ ടു എത്ര വരൂടാ? 90/2 45 ഡിഗ്രി വരും. അപ്പൊ തീറ്റ 45 ഡിഗ്രി ആവുന്ന സമയത്താണ് നമുക്ക് മാക്സിമം എന്ത് കിട്ടുക? ഹൊറിസോണ്ടൽ റേഞ്ച് കിട്ടുക കേട്ടോ. ഒറ്റ പ്രാവശ്യം കൂടി വേണമെങ്കിൽ പറയാം. R is equal to u square sin 2 theta by g എന്ന് പറയുന്ന ഈ ഇക്വേഷൻ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇവിടെ മാക്സിമം റേഞ്ച് കിട്ടണമെങ്കിൽ സൈൻ 2 തീറ്റ മാക്സിമം റേഞ്ച് കിട്ടണല്ലേ നമുക്ക്. ഇപ്പൊ R മാക്സ് നമുക്ക് എത്തണം. അങ്ങനെയാണെങ്കിൽ സൈൻ 2 തീറ്റ എത്ര ആവുമ്പോഴാണ് നമുക്ക് R മാക്സിമം ആവുക? സൈൻ 2 തീറ്റയ്ക്ക് എത്താൻ കഴിയുന്ന മാക്സിമം വാല്യൂ എത്ര? 1 ആണ് സാർ. ഒരു കൺഫ്യൂഷനും ഇല്ല. അങ്ങനെയാണ് സൈൻ 2 തീറ്റ ഈക്വൽ ടു 1 ആവുമ്പോൾ R മാക്സിമം. റെഡി ആണോ മക്കൾക്ക്? എപ്പോഴാണ് സൈൻ തീറ്റ 1 ആവുന്നത്? തീറ്റ 90 ഡിഗ്രി ആവുമ്പോൾ. അങ്ങനെയാണെങ്കിൽ ഈ 2 തീറ്റ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആവുമ്പോൾ നമുക്ക് മാക്സിമം വാല്യൂ കിട്ടുമല്ലോ. സെറ്റ് ആണോ? അങ്ങനെയാണ് തീറ്റ എത്രയായിരിക്കും? 45 ആയിരിക്കും. ഒരു കൺഫ്യൂഷൻ ഇല്ല.
സെറ്റ് ആണ് മക്കളെ, ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ നമ്മൾ അടിപൊളി സെറ്റ് ആക്കി മുന്നോട്ട് പോവാണ്. റെഡി ആണോ മക്കൾക്ക്? അപ്പൊ നമ്മൾ അത് അവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. ആ ഏരിയ സ്റ്റോപ്പ് ചെയ്തു. നമ്മൾ എന്തിലേക്ക് വരാണ്? നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് വരാം. ഓക്കെ ആണോ മക്കളെ? എന്റെ കൂടെ ഉണ്ടാവില്ലേ? എന്നാ മക്കൾ വന്നേ. യെസ്, ഗുഡ്. നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് നോക്കാം നമുക്ക്. യെസ്, 2 forces 3 Newton and 4 Newton അല്ലെ? 2 ഫോഴ്സസ് ഉണ്ട്, F1 ഉണ്ട്, ഒരു F2 ഉണ്ട്. ഒന്ന് 3 Newton ആണ്, ഒന്ന് 4 Newton ആണ്. ഓക്കെ ആണോ? ആർ ആക്ടിങ് പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. പെർപെൻഡിക്കുലർ ആ ടേം വളരെ ഇമ്പോർട്ടന്റ് ആണ്. 2 ഫോഴ്സ് 3 Newton 4 Newton ഉണ്ട് അല്ലെ? വെക്ടർ തന്നെയാണ്, അതിന് കൺഫ്യൂഷൻസ് ഒന്നുമില്ലല്ലോ. അത് പെർപെൻഡിക്കുലർ ആണ്. അങ്ങനെയാണെങ്കിൽ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ റിസൾട്ടന്റ് ഫോഴ്സ്, മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ റിസൾട്ടന്റ് ഫോഴ്സ് കണ്ടുപിടിക്കാൻ നമ്മൾ ഒരു ഇക്വേഷൻ പഠിച്ചത് ഓർമ്മയുണ്ടോ? എന്തായിരുന്നു ഇക്വേഷൻ മക്കളെ? ആർ ഇസ് ഈക്വൽ ടു എന്തായിരുന്നു ഉണ്ടായിരുന്നേ? പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2pq കോസ് തീറ്റ അല്ലേ? ഇവിടെ പിന്റെ വാല്യൂ എത്രയാണ്? 3 ആണ്. ക്യൂന്റെ വാല്യൂ എത്രയാണ്? 4 ആണ്. അങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കാലോ. ഇവിടെ നമുക്ക് ശ്രദ്ധിച്ചോ, ഇത് രണ്ടും പെർപെൻഡിക്കുലർ ആണ് അല്ലെ? പെർപെൻഡിക്കുലർ ആണെങ്കിൽ കോസ് 90 അല്ലേ വരിക? അത് എത്രയായിരിക്കും മക്കളെ വരിക? 0 വരും. ഓക്കെ ആണോ? അങ്ങനെയാണ് നമ്മളെ ആൻസർ എന്ത് വരൂടാ? പി സ്ക്വയർ എന്ന് പറയുമ്പോൾ 3 സ്ക്വയർ വരും, ക്യൂ സ്ക്വയർ എന്ന് പറയുമ്പോൾ 4 സ്ക്വയർ വരും അല്ലെ? പ്ലസ് 2 into 3 into 4 into cos 0. കോസ് 90 അല്ലേ വരുന്നേ? കോസ് 90ന്റെ വാല്യൂ എത്ര വരും? 0 വരും. അങ്ങനെയാണെങ്കിൽ ഈ ടേം എന്തായി പോകും മക്കളെ? 2 into 3 into 4 into 0. ഈ ടേം എന്തായി പോയി? 0 ആയി പോയി. നമുക്ക് ആൻസർ എത്ര വരൂടാ? ആർ ഇസ് ഈക്വൽ ടു 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ വരും. അതിന് ആൻസർ എത്രയാ വരിക? 9 plus 60 വരും. ആർ ഇസ് ഈക്വൽ ടു എത്ര വരൂടാ? 5. റെഡി ആണോ? അപ്പൊ റിസൾട്ട് നമുക്ക് കിട്ടിയല്ലോ. കൺഫ്യൂഷൻസ് ഒന്നുമില്ലല്ലോ. ഈസി അല്ലേ? യെസ്, ഗുഡ്. അങ്ങനെയാണ് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം. സെറ്റ് ആണോ മക്കള്? യെസ്, അങ്ങനെയാണ് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് നമുക്ക് പോവാം. ക്വസ്റ്റ്യൻ ഇതാണ്: എ ജാവലിൻ ഈസ് പ്രൊജക്റ്റഡ് അറ്റ് ആൻ ആംഗിൾ ഓഫ് 30 ഡിഗ്രി വിത്ത് ആൻ ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് 5 meter per second ഫ്രം ദി ഗ്രൗണ്ട്. ഇതെന്താണ് ആക്ച്വലി? ഇതെന്ന് പറയുന്നത് ഒരു പ്രൊജക്ടൈൽ മോഷന്റെ കേസാണ് അല്ലെ? പ്രൊജക്ടൈൽ മോഷന്റെ കേസാണ് നമ്മൾ പറയുന്നത്. അതിന് കൺഫ്യൂഷൻസ് ഒന്നുമില്ല. നമ്മൾ ചെയ്യുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ഒരു ജാവലിൻ എറിയുന്നുണ്ട്. നമ്മൾ എങ്ങനെയാണ് മക്കളെ എറിയുന്നത്? ഒരു ജാവലിൻ എറിയുന്നു. ക്ലിയർ? നമ്മൾ ജാവലിൻ എറിയുന്നുണ്ട്. ജാവലിൻ ഇവിടുന്ന് പോകുന്നുണ്ടെന്ന് വിചാരിച്ചു മക്കള്. ഓക്കെ, ജാവലിൻ എറിയുന്നുണ്ട്. അതിന്റെ ഇനീഷ്യൽ വെലോസിറ്റി എത്രയാണ് നമ്മൾ യു പറഞ്ഞിട്ടുള്ളത്? യു പറഞ്ഞിട്ടുള്ളത് എത്രയാണെന്ന് മക്കളെ? 5 meter per second. സെറ്റ് ആണേ. ഈ ആംഗിൾ എത്രയാ പറഞ്ഞ? തീറ്റ എത്രയാ പറഞ്ഞിരിക്കുന്നത്? 30 ഡിഗ്രി. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് മാക്സിമം പോയിന്റിൽ, അതായത് ഇതിനെത്താൻ കഴിയുന്ന മാക്സിമം പോയിന്റിൽ ഇതിന്റെ ആക്സിലറേഷൻ വെലോസിറ്റി കണ്ടുപിടിക്കാം. നമുക്ക് ആദ്യം ആക്സിലറേഷൻ പറയാം. ആക്സിലറേഷൻ മാക്സിമം പോയിന്റിൽ ആക്സിലറേഷൻ എത്രയായിരിക്കും മക്കളെ? -g അല്ലേ? അല്ലെങ്കിൽ മൈനസ് നമുക്ക് എന്ത് പറയാം? ക്ലിയർ? -g അല്ലേ? അല്ലെങ്കിൽ നമുക്ക് അത് എന്ത് പറയാം? -9.8 meter per second square ആണെന്ന് പറയാം. അതിൽ കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലല്ലോ. അപ്പൊ ആക്സിലറേഷൻ കിട്ടി -9.8 meter per second square ആണ്. അങ്ങനെയാണ്. വാട്ട് അബൌട്ട് വെലോസിറ്റി? നമുക്കറിയാം പ്രൊജക്ടൈൽ മോഷനിൽ 2 വെലോസിറ്റി ഉണ്ട് അല്ലെ? ഒന്ന് ഹൊറിസോണ്ടൽ വെലോസിറ്റി ഉണ്ട്, ഇങ്ങോട്ടുള്ള വെലോസിറ്റി ഉണ്ട്. ഒന്ന് വെർട്ടിക്കൽ വെലോസിറ്റി ഇല്ലേ? ഉണ്ട് സാർ, ഒരു കൺഫ്യൂഷനും ഇല്ല. ഇത് യു കോസ് തീറ്റ ആണ്, ഇത് എന്താണ് മക്കളെ? യു സൈൻ തീറ്റ ആണ്. പക്ഷെ ഹയസ്റ്റ് പോയിന്റിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ആര് മാത്രമേ ഉള്ളൂ അവിടെ? നമുക്ക് ഹൊറിസോണ്ടൽ വെലോസിറ്റി മാത്രമല്ലേ ഉള്ളൂ. അങ്ങനെയാണ് നമുക്ക് എത്ര വരും? യു ഏതാ മക്കളെ വരിക? കോസ് തീറ്റ മാത്രം കൺസിഡർ ചെയ്താൽ പോരെ? യു സൈൻ തീറ്റ എടുക്കണോ? വേണ്ട. ആര് മാത്രം മതി? യു കോസ് തീറ്റ മാത്രം മതി. യു എത്ര നമുക്ക് തന്നിരിക്കുന്നത്? യുവിന്റെ വാല്യൂ തന്നിരിക്കുന്നത് 5 ആണ്. സോ 5 into cos 30. cos 30 എന്ന് പറയുന്നത് √3/2 ആണ്. സോ നമുക്ക് എന്ത് വരും? നിങ്ങൾ ആൻസറിൽ ചെയ്ത് നോക്കിയാൽ മതി. 2.5 into √3. സെറ്റ് ആണോ മക്കൾക്ക്? വേറെ കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. റെഡിയാണ്? വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലാത്ത ഒരു കുഞ്ഞു പ്രോബ്ലം ആണ്. റെഡി? അങ്ങനെയാണ് നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ഫൈൻ. വേറെ ക്വസ്റ്റ്യൻ ഇവിടെ? യെസ്, സെയിം ക്വസ്റ്റ്യൻ തന്നെയാണോ? ഓൾമോസ്റ്റ് ആണ് കേട്ടോ. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എ ജാവലിൻ ഈസ് ത്രോൺ വിത്ത് ആൻ ഇനീഷ്യൽ വെലോസിറ്റി v0. അതിന് യു ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മൾ യു വെച്ചിട്ടാണ് പറയാറുണ്ടായിരുന്നത്, അതുകൊണ്ട് ഇഷ്യൂസ് ഒന്നുമില്ല. അറ്റ് ആൻ ആംഗിൾ തീറ്റ വിത്ത് ദ ഹൊറിസോണ്ടൽ. അപ്പൊ എങ്ങനെയാണ് മക്കളെ? ഇതൊരു പ്രൊജക്ടൈൽ മോഷൻ ആണല്ലോ അല്ലെ? പ്രൊജക്ടൈൽ മോഷൻ ആണല്ലോ. കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലല്ലോ. ഇല്ല, പ്രൊജക്ടൈൽ മോഷൻ ആണ്. ഒരു ഹൊറിസോണ്ടൽ സർഫസുമായിട്ട് ഇതിവിടെ ഉണ്ടാക്കിയിരിക്കുന്ന ആംഗിൾ എത്രയാണ് മക്കളെ? തീറ്റ ആണെന്നും അവർ പറഞ്ഞു. ക്ലിയർ ആണ്? ഇതാണ് തന്നിരിക്കുന്ന ഡാറ്റ. വാട്ട് ഈസ് ദ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ വെലോസിറ്റി ഓഫ് ദി ബോഡി? നമ്മൾ പറഞ്ഞു വെലോസിറ്റിക്ക് 2 കോമ്പണന്റ് ഉണ്ടാവും. ഒന്ന് ഹൊറിസോണ്ടൽ കോമ്പണന്റ് ഉണ്ടാവും, ഒന്ന് വെർട്ടിക്കൽ കോമ്പണന്റ് ഉണ്ടാവും. അറ്റ് ദി പോയിന്റ് ഓഫ് പ്രൊജക്ഷനിലുള്ള ഹൊറിസോണ്ടൽ കോമ്പണന്റ് കണ്ടുപിടിക്കണം, വെർട്ടിക്കൽ കോമ്പണന്റ് ഓഫ് വെലോസിറ്റി കണ്ടുപിടിക്കണം. അതേപോലെ നമുക്ക് എവിടെയും കണ്ടുപിടിക്കണം മക്കളെ? മാക്സിമം പോയിന്റ് ഉള്ളതും കണ്ടുപിടിക്കണം. എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കാം? നമ്മൾ പോയിന്റ് ഓഫ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത് ഇതല്ലേ?
അതല്ലേ നമ്മൾ യു ആയിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്നത്. രണ്ട് കോമ്പണന്റ് ആക്കിയിട്ടല്ലേ നമ്മൾ മാറ്റിയിരിക്കുന്നത്. യു കോസ് തീറ്റ ഉണ്ടാവും, അതേപോലെ ആരുണ്ടാവും മക്കളെ, യു സൈൻ തീറ്റ അല്ലേ. അപ്പൊ ഹൊറിസോണ്ടൽ കോമ്പണന്റ് ആരാ, യു കോസ് തീറ്റ ഉണ്ട്. വെർട്ടിക്കൽ കോമ്പണന്റ് ആരാ, യു സൈൻ തീറ്റ ഉണ്ട്. നെക്സ്റ്റ് വൺ മക്കൾ നോക്കിക്കോ, ഇതൊരു മാക്സിമം പോയിന്റിൽ റീച്ച് ആവല്ലേ. മാക്സിമം പോയിന്റിൽ എത്തും. നമ്മൾ തൊട്ട് മുൻപത്തെ ക്വസ്റ്റിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാക്സിമം പോയിന്റിൽ ഏത് വെലോസിറ്റി മാത്രമേ ഉള്ളൂ, ഹൊറിസോണ്ടൽ വെലോസിറ്റി മാത്രമേ ഉള്ളൂ. അത് അപ്പോഴും എത്ര ഉണ്ടാവൂടാ, യു കോസ് തീറ്റ ഉണ്ടാവും. വെർട്ടിക്കൽ എന്തായിരിക്കും, യു സൈൻ തീറ്റ എത്രയായിരിക്കും മക്കളെ, 0 അല്ലേ വരിക. അപ്പൊ യു കോസ് തീറ്റ മാത്രമേ ഉണ്ടാവുള്ളൂ, യു സൈൻ തീറ്റ എന്തായിരിക്കും, 0 ആയിരിക്കും. നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് മക്കൾ വന്നു. ഫൈൻഡ് ദി ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ വിച്ച് ദ മാക്സിമം ഹൈറ്റ് അറ്റൈൻഡ് ബൈ ദി ജാവലിൻ ഈസ് ഈക്വൽ ടു ദി ഹൊറിസോണ്ടൽ റേഞ്ച്. നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യം എന്താണ്, ആംഗിൾ ആ കണ്ടുപിടിക്കേണ്ടത്, ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ ആ കണ്ടുപിടിക്കേണ്ടത്. അതിലൊരു കണ്ടീഷൻ ഉണ്ട്, കണ്ടീഷൻ ഇത്രയേ ഉള്ളൂ, മാക്സിമം ഹൈറ്റ് അറ്റൈൻഡ് ബൈ ദി ജാവലിൻ. മാക്സിമം ഹൈറ്റ് ഈസ് ഈക്വൽ ടു എന്തിനാവണം, ഹൊറിസോണ്ടൽ റേഞ്ച്. അപ്പൊ മാക്സിമം ഹൈറ്റ് ഈസ് ഈക്വൽ ടു ഹൊറിസോണ്ടൽ റേഞ്ച് എത്തുന്ന ആംഗിൾ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെയാണ് നമുക്കൊന്ന് എഴുതി നോക്കിയാലോ. ആംഗിൾ കണ്ടുപിടിക്കണം, ആ ആംഗിളിലായിരിക്കണം മാക്സിമം ഹൈറ്റും ഹൊറിസോണ്ടൽ റേഞ്ചും കിട്ടേണ്ടത്. സെറ്റ് ആണോ, ഈക്വൽ ആവുന്ന ആംഗിൾ, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് കണ്ടീഷൻ എഴുതി വെക്കാം, മാക്സിമം ഹൈറ്റ് എച്ച് ഇസ് ഈക്വൽ ടു ഹൊറിസോണ്ടൽ റേഞ്ച് ആർ. ഇതല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ സമയത്ത് ഉണ്ടാവുന്ന തീറ്റ എത്രയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ ആണോ? എന്റെ കൂടെ വരണ മക്കള്. മാക്സിമം ഹൈറ്റ് മക്കൾ നോക്കിക്കോ, മാക്സിമം ഹൈറ്റിന്റെ ഇക്വേഷൻ എന്തായിരുന്നു മക്കളെ, യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ 2g. ഹൊറിസോണ്ടൽ റേഞ്ചിന്റെയോ യു സ്ക്വയർ സൈൻ 2 തീറ്റ ബൈ ജി. റെഡി ആണോ? യെസ്, ഓക്കെ, ജി റെഡി ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ചില കാര്യങ്ങൾ നമുക്ക് ക്രോസ് ചെയ്ത് ഒഴിവാക്കാലോ. യു സ്ക്വയറും ഒഴിവാക്കാലോ, ഈ ജിയും ഒഴിവാക്കാലോ. നമുക്ക് ആവശ്യമുള്ള കാര്യമാണ് തീറ്റനെ അല്ലേ. യെസ്, സൈൻ സ്ക്വയർ തീറ്റ അവിടെ നിൽക്കട്ടെ കേട്ടോ തൽക്കാലം. സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡ് ബൈ 2 ഇസ് ഈക്വൽ ടു സൈൻ 2 തീറ്റ നമുക്ക് എങ്ങനെ എഴുതാടോ, 2 സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ. റെഡി ആണോ? ഡിവൈഡ് ബൈ 1, സോറി, അങ്ങനെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ എഴുതി വെക്കാം, 2 സൈൻ തീറ്റ കോസ് തീറ്റ. റെഡി. അങ്ങനെയാണെങ്കിൽ ഈ 2 സൈൻ തീറ്റ കോസ് തീറ്റ, RHS-ലെ 2 സൈൻ തീറ്റ കോസ് തീറ്റയും LHS-ലെ സൈൻ സ്ക്വയർ തീറ്റയിലെ ഒരു തീറ്റ എന്തായി പോയി, ക്യാൻസൽ ആയി പോയി. അങ്ങനെയാണ് നമുക്ക് എന്ത് വരും മക്കളെ, സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു സൈൻ തീറ്റ ബൈ 2 ഇസ് ഈക്വൽ ടു 2 കോസ് തീറ്റ വരും. റെഡി ആണോ? ഇനി സൈൻ തീറ്റ കോസ് തീറ്റനെ നമ്മൾ LHS-ലേക്കും 2നെ നമ്മൾ RHS-ലേക്കും എടുക്കണം. അങ്ങനെയാണെങ്കിൽ എന്താ വരിക, സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു 2 ഇസ് ഈക്വൽ ടു 4. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടും മക്കളെ, ആൻസർ ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു ടാൻ തീറ്റ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്ത് വരും, ടാൻ തീറ്റ വരും. ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു 4 വരും. അങ്ങനെയാണ് തീറ്റ ഇസ് ഈക്വൽ ടു എന്ത് വരും മക്കളെ, ടാൻ ഇൻവേഴ്സ് 4 വരും കേട്ടോ. കാൽക്കുലേറ്ററിൽ അടിച്ചു നോക്കുന്നു, ആൻസറിലേക്ക് വരുന്നു. യാതൊരു കൺഫ്യൂഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ക്ലിയർ ആണോ മക്കൾക്ക്? അപ്പൊ തീറ്റ ഈ ആംഗിൾ വരുന്ന സമയത്താണ്, അല്ലെങ്കിൽ ഈ ആംഗിളിൽ എത്തുമ്പോഴാണ് എന്ത് സംഭവിക്കുന്ന മക്കളെ, ഹൊറിസോണ്ടൽ മാക്സിമം ഹൈറ്റും ഹൊറിസോണ്ടൽ റേഞ്ചും ഈക്വൽ ആവുന്നു. റെഡി ആണോ? കൺഫ്യൂഷൻസ് ഇല്ലല്ലോ? യെസ്, ഗുഡ്. അങ്ങനെയാണ് നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോയാലോ. ക്ലിയർ? പോ. യെസ്, അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് വരാം നമുക്ക്. എ പാരലോഗ്രാം ലോ ഹെൽപ്സ് ടു ഫൈൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ദി റിസൾട്ട് ഓഫ് 2 ഫോഴ്സസ്. അല്ലെ, നമുക്കറിയാം സ്റ്റേറ്റ് ദ ലോ. നമ്മൾ ഓൾറെഡി ലോ സ്റ്റേറ്റ് ചെയ്താണ്. ഒരു പാരലോഗ്രാമിന്റെ 2 സൈഡുകളായിട്ട് നമ്മൾ വെക്ടർ റെപ്രസെന്റ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ അതിന്റെ റിസൾട്ടന്റ് തരുന്ന ഡയഗണൽ ആയിരിക്കും അല്ലെ, നമ്മൾ ചെയ്താണ്. നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് മക്കൾ വന്നു. ഇഫ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് 2 വെക്ടേഴ്സ് ആൻഡ് ദ റിസൾട്ടന്റ് ആർ സെയിം. ശ്രദ്ധിച്ചേ, ഇഫ് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് 2 വെക്ടേഴ്സ്, അപ്പൊ എന്റെ കയ്യിൽ ഒരു വെക്ടർ എ ഉണ്ട്, ഒരു വെക്ടർ ബി ഉണ്ട്. ഓക്കെ, വെക്ടർ എയും വെക്ടർ ബിയും ആൻഡ് ദ റിസൾട്ടന്റും, അതിന്റെ റിസൾട്ടന്റും അല്ലെ. നമ്മൾ നേരത്തെ ഏതായിരുന്നു എടുത്തത്, പിയും ക്യൂ ഒക്കെ ആയിരുന്നു അല്ലെ എടുത്തിരുന്നത്. അങ്ങനെയാണ് നമുക്ക് അങ്ങനെ എടുക്കാം, കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇവിടെ പിന്റെ മാഗ്നിറ്റ്യൂഡും ക്യൂന്റെ മാഗ്നിറ്റ്യൂഡും, ഇതിന് റിസൾട്ടന്റ് ഏതായാലും നമ്മൾ പറഞ്ഞ 6 അല്ലായിരുന്നോ, അതും എന്തുതന്നെയാണ്, ഈക്വൽ ആണ്. അങ്ങനെ ഒരു കണ്ടീഷനിൽ, അതായത് വെക്ടർ പി അതിന്റെ മാഗ്നിറ്റ്യൂഡ്, വെക്ടർ ക്യൂ അതിന്റെ മാഗ്നിറ്റ്യൂഡ്, ആ റിസൾട്ടന്റ് അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്തുതന്നെയാണ്, സെയിം ആണ്. ക്ലിയർ? അങ്ങനെ ഒരു കണ്ടീഷൻ പറഞ്ഞു വരും. ഇങ്ങനെ ഒരു കണ്ടീഷൻ അവർ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ 2 വെക്ടേഴ്സ്? നമുക്ക് ആര് കണ്ടുപിടിക്കണ്ടേ, കോസ് തീറ്റ തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. നമ്മൾ എങ്ങനെയാണ് സാധാരണ കണ്ടുപിടിക്കാറ് എങ്ങനെയുണ്ടായിരുന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കയ്യിൽ ഒരു ഇക്വേഷൻ ഉണ്ട്, ഒരു അടിപൊളി ഇക്വേഷൻ ഇല്ലേ. എന്തായിരുന്നു നമ്മുടെ കയ്യിൽ ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നത്? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. എന്തായിരുന്നു?
R is equal to root of P square plus Q square plus 2PQ cos theta എന്നല്ലായിരുന്നോ? കൺഫ്യൂഷൻസ് ഇല്ലല്ലോ. P square plus Q square plus 2PQ cos theta. അല്ലെങ്കിൽ സിംപ്ലി ഒന്നും കൂടി നമ്മൾ എഴുതുകയാണ് R square is equal to P square Q square plus 2PQ cos theta. യെസ്, നമ്മളോട് പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ എന്താ മക്കളെ? ഇവിടെ P എന്ന് പറയുന്നതിന്റെ മാഗ്നിറ്റ്യൂഡ്, Q എന്ന് പറയുന്നതിന്റെ മാഗ്നിറ്റ്യൂഡ്, R എന്ന് പറയുന്നതിന്റെ മാഗ്നിറ്റ്യൂഡ് സെയിം തന്നെയാണ്. അപ്പൊ നമുക്ക് എന്ത് കൊടുക്കാം? ഇത് മൂന്നും R ആയിട്ട് കൺസിഡർ ചെയ്യാം അല്ലെ, അല്ലെങ്കിൽ എക്സ് ആയിട്ട് എടുത്താലും മതി. ഇനി എക്സ് ആണെങ്കിൽ മക്കൾ എന്ത് ചെയ്താൽ മതി? ഒരു എക്സ് ആയിട്ട് കൺസിഡർ ചെയ്തു, കൺഫ്യൂഷൻ ആവണ്ട. മൂന്നും ഈക്വൽ ആണ്, സോ എക്സ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തു. അങ്ങനെയാണെങ്കിൽ മക്കൾ നോക്കിക്കോ, നമ്മൾ ഇക്വേഷനിലേക്ക് എന്താണോ വരാം? ഈ ആർ സ്ക്വയറിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്ത് വരൂടാ? എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് 2x into x, എക്സ് സ്ക്വയർ കോസ് തീറ്റ വരും. സെറ്റ് ആണോ? കൺഫ്യൂഷൻസ് ഇല്ലല്ലോ മക്കൾക്ക്? ഒരു കൺഫ്യൂഷൻ ഇല്ല സാറേ, എന്താ പ്രശ്നം? അങ്ങനെയാണോ മക്കൾ? നോക്കിക്കോ, ഈ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാടോ? എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 2x സ്ക്വയർ പ്ലസ് 2x സ്ക്വയർ കോസ് തീറ്റ. റെഡി ആണോ? എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടോ മക്കൾക്ക്? ഒരു കൺഫ്യൂഷനും ഇല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ഒരു പേജ് എടുത്ത് ചെയ്തു തുടങ്ങാം കേട്ടോ. യെസ്, നമ്മുടെ ഫൈനൽ റിസൾട്ട് എന്തായിരുന്നു? ഒന്ന് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 2x സ്ക്വയർ പ്ലസ് 2x സ്ക്വയർ കോസ് തീറ്റ. ഈ രണ്ട് ടേമിലും എക്സ് സ്ക്വയർ കോമൺ അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മക്കള്, എക്സ് സ്ക്വയർ കോമൺ ആണ്. അങ്ങനെയാണ് ഞാനൊന്ന് പുറത്തേക്ക് എടുക്കും കേട്ടോ. എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. ഫസ്റ്റ് ടേമിൽ നിന്ന് ഞാനിത് ഈ ലൈനിൽ നിന്ന് എക്സ് സ്ക്വയർ പുറത്തേക്ക് എടുത്തു. അവിടെ പിന്നെ ആറിൻ്റെ ഇടൂ 2 ഉണ്ട് അല്ലെ? പിന്നെ ആരുള്ളത്? പ്ലസ് അവിടെ വെച്ചു. ഇവിടുന്ന് ഞാൻ എക്സ് സ്ക്വയർ പുറത്തേക്ക് എടുത്തു. അങ്ങനെയാണെങ്കിൽ ആരുണ്ടാവും? 2 കോസ് തീറ്റ അല്ലേ നമുക്ക് ഉണ്ടാവുക? കൺഫ്യൂഷൻസ് ഇല്ലല്ലോ. റെഡി ആണോ മക്കൾക്ക്? 2x സ്ക്വയർ കോസ് തീറ്റ. റെഡി ആണോ? സെറ്റ് ആണ്. യെസ്, അങ്ങനെയാണെങ്കിൽ ഇനി മക്കൾ വന്നേ, ഈ എക്സ് സ്ക്വയറും ഈ എക്സ് സ്ക്വയർ എന്തായി പോയി? ക്യാൻസൽ ആയി പോയി. അങ്ങനെയാണെങ്കിൽ 1 ഇസ് ഈക്വൽ ടു 2 പ്ലസ് 2 കോസ് തീറ്റ എന്നല്ലേ വരിക? സെറ്റ് ആണേ. 1 മൈനസ്, അതായത് 2 ഞാൻ ലെഫ്റ്റിലേക്ക് എടുക്കാണ്. 1 മൈനസ് 2 ഇസ് ഈക്വൽ ടു 2 കോസ് തീറ്റ. റെഡി ആണോ? 1 മൈനസ് 2 എന്ന് പറയുന്നത് എത്രയാണ് മക്കളെ വരിക? മൈനസ് 1 ആണ് വരിക. മൈനസ് 1 2 കോസ് തീറ്റ. അങ്ങനെയാണെങ്കിൽ കോസ് തീറ്റ ഇസ് ഈക്വൽ ടു എനിക്ക് എന്ത് വരിക? മൈനസ് 1/2 വരും. റെഡി ആണോ? നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, മൈനസ് 1/2 അല്ലേ വരിക? അങ്ങനെയാണെങ്കിൽ തീറ്റ ഇസ് ഈക്വൽ ടു എന്ത് വരും മക്കളെ? കോസ് ഇൻവേഴ്സ് മൈനസ് 1/2 വരും. അങ്ങനെയാണെങ്കിൽ തീറ്റന്റെ ആൻസർ എത്ര വരും എന്നറിയോ മക്കൾക്ക്? 120 ഡിഗ്രി അല്ലേ വരിക? യാതൊരുവിധ കൺഫ്യൂഷൻ ഇല്ലാതെ മക്കൾക്ക് പറയാലോ. തീറ്റ ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് വന്നു? 120 ഡിഗ്രി വന്നു. എങ്ങനെയാ വന്നതെന്ന് മനസ്സിലായോ മക്കൾക്ക്? യാതൊരുവിധ കൺഫ്യൂഷനും വേണ്ട, ചെയ്ത കാര്യം ഇത്രയേ ഉള്ളൂ. മക്കൾ ഒന്ന് നോക്കിയാൽ മതി. നമ്മളോട് പറഞ്ഞിരിക്കുന്ന കാര്യം, ഇഫ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് 2 വെക്ടേഴ്സ്, പി എന്ന് പറയുന്ന വെക്ടറിന്റെയും, ഇപ്പൊ നമ്മളിത് പി എന്ന് പറയുന്ന ഒരു വെക്ടർ ഇവിടെ വരച്ചു, ക്യൂ എന്ന് പറയുന്ന ഒരു വെക്ടർ ഇവിടെ വരച്ചു. ഇതിന് രണ്ടിന്റെയും മാഗ്നിറ്റ്യൂഡ് എന്താ? സെയിം ആണ്. കൂടാതെ ഇതിന് വച്ച റിസൾട്ടിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ത് സെയിം ആണ്. നമുക്ക് വേണമെങ്കിൽ അത് മൂന്നും ഒന്നായിട്ട് തന്നെ, അതായത് 6 ആയിട്ട് തന്നെ എടുക്കാം. ആ കൺഫ്യൂഷൻ കൂടി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് കൊടുത്തേ? 3നും എക്സ് എന്ന് പറയുന്ന വാല്യൂ കൊടുത്തേ. എന്ത് കൊടുത്താലും കുഴപ്പമില്ല. യെസ്, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇക്വേഷൻ പ്രകാരം, ഈ ഇക്വേഷൻ പ്രകാരം ഞാൻ ഇവിടെ ബോക്സ് വരച്ചിരിക്കുന്ന ഈ റെഡ് ബോക്സിൽ വരച്ചിരിക്കുന്ന ഇക്വേഷൻ പ്രകാരം എന്ത് വരും? എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു പി സ്ക്വയറിന് പകരം എക്സ് സ്ക്വയർ, ക്യൂ സ്ക്വയറിന് പകരം എക്സ് സ്ക്വയർ, 2PQന് പകരം 2 ഇൻറ്റു എക്സ് കോസ് തീറ്റ വരും. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് മക്കൾ നോക്കിക്കോ, എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ എന്ത് വരും? 2x സ്ക്വയർ വരും. പ്ലസ് 2x സ്ക്വയർ കോസ് തീറ്റ വന്നു, പ്ലസ് 2x സ്ക്വയർ കോസ് തീറ്റ വന്നു. രണ്ടിലും അല്ലെങ്കിൽ ഈ 3 ടേബിളും കോമൺ ആയിട്ട് വരുന്ന ഏതാണ്? എക്സ് സ്ക്വയർ അല്ലേ? സോ ഞാൻ എന്ത് ചെയ്തു മക്കളെ? എക്സ് സ്ക്വയർ പുറത്തേക്ക് എടുത്തു. എക്സ് സ്ക്വയർ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആരുണ്ടാവും? ഞാനിപ്പോ എഴുതി ഈ സ്റ്റെപ്പിൽ ഉണ്ടാവുക. ഇതിൽ എക്സ് സ്ക്വയറും എന്താണ്? രണ്ടെങ്കിലും LHS-ലും RHS-ലും ഉണ്ട്. ഞാനത് ക്യാൻസൽ ആക്കി ഇത് കളഞ്ഞു. അതിനാണ് 1 ഇസ് ഈക്വൽ ടു എനിക്ക് എന്ത് കിട്ടും? 2 പ്ലസ് 2 കോസ് തീറ്റ എന്ന് കിട്ടിയല്ലോ. സെറ്റ് ആണോ? 2നെ ഞാൻ ലെഫ്റ്റിലേക്ക് എടുത്തു. സോ 1 മൈനസ് 2 ഇസ് ഈക്വൽ ടു 2 കോസ് തീറ്റ. ഇനി മക്കൾ നോക്കിയോ, 1 മൈനസ് 2 എന്ന് പറയുന്നത് എന്താണ്? -1 ആണ്. -1 ഇസ് ഈക്വൽ ടു 2 കോസ് തീറ്റ. കോസ് തീറ്റ ഇസ് ഈക്വൽ ടു -1/2. തീറ്റ ഇസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് -1/2. അങ്ങനെയാണ് തീറ്റ എത്രയായിരിക്കും വരിക? 120 വരും. റെഡി ആണോ മക്കൾക്ക്? സെറ്റ് ആണോ? ക്ലിയർ? യെസ്. അങ്ങനെയാണ് നമ്മൾ മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. ഡിറ്റർമൈൻ ദ വാല്യൂ ഓഫ്, നമുക്ക് ഇതിന്റെ വാല്യൂ ഒന്ന് കണ്ടുപിടിക്കണം. ജസ്റ്റ് ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് വെക്കണം, അത്രേ കാര്യങ്ങളുള്ളൂ. നമുക്ക് മാത്സിന്റെ ഐഡന്റിറ്റി ഒക്കെ നമുക്ക് അറിയുന്നല്ലേ. ജസ്റ്റ് സിമ്പിൾ മാത്തമാറ്റിക്കൽ ഐഡന്റിറ്റി ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഇത് ചെയ്യാം. പക്ഷെ നമ്മൾ എ എന്ന് പറയുന്ന വെക്ടറിനെ വെക്ടർ എ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, പിന്നെ -b ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, പിന്നെ രണ്ടാമത് വെക്ടർ ബിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? വെക്ടർ എ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതേപോലെ നമ്മൾ എന്ത് ചെയ്യുന്നു? മൈനസ് വെക്ടർ ബി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു.
അങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാ മക്കളെ കിട്ടുക? നമുക്കൊന്ന് എഴുതി നോക്കിയാലോ? എഴുതി നോക്കാം കേട്ടോ. വെക്ടർ എ ഡോട്ട് വെക്ടർ എ മൈനസ് വെക്ടർ എ വെക്ടർ ബി. സെറ്റ് ആണോ മക്കൾക്ക്? പ്ലസ് വെക്ടർ ബി വെക്ടർ എ. റെഡി ആണല്ലോ? തേർഡ് വൺ നമ്മൾ എഴുതി. ഫോർത്ത് നമ്മൾ എങ്ങനെ എഴുതും? മൈനസ് വെക്ടർ ബി. സെറ്റ്. ക്ലിയർ ആണോ മക്കൾക്ക്? ഈ ടേമും എന്താ ഇവിടെ ക്യാൻസൽ ആവും. അങ്ങനെയാണ് നമുക്ക് ഇവിടെ എന്ത് കിട്ടും മക്കളെ? ഇത്ര സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാലോ. എ സ്ക്വയർ മൈനസ് വെക്ടർ എന്താണ് വരിക? ബി സ്ക്വയർ. മാഗ്നിറ്റ്യൂഡ് വൈസ് അല്ലേ നമുക്ക് കിട്ടുന്നത്? ഇത്രയും കാര്യങ്ങൾ ചെയ്തു വെക്കാലോ, കൺഫ്യൂഷൻസ് ഒന്നുമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇത് എങ്ങനെ എക്സ്പാൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ സെറ്റ് ആണല്ലോ. നമ്മൾ നോക്കിയോ, ഫസ്റ്റ് ടേം ആണ് അല്ലേ? നമ്മൾ സെക്കൻഡ് ബ്രാക്കറ്റിലെ ഫസ്റ്റ് ടേമുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇതിന്റെ സെക്കൻഡ് ടേം ആണിത്. അതും സെക്കൻഡ് ബ്രാക്കറ്റിലെ ഫസ്റ്റ് ടേമുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി ഫസ്റ്റ് ബ്രാക്കറ്റിലെ ഫസ്റ്റ് ടേമും സെക്കൻഡ് ബ്രാക്കറ്റിലെ സെക്കൻഡ് ടേമുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. അതാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഇനി ഫോർത്ത് ഈ സാധനം എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് ബ്രാക്കറ്റിലെ സെക്കൻഡ് ടേമും സെക്കൻഡ് ബ്രാക്കറ്റിലെ സെക്കൻഡ് ടേമും. അവിടെ ഒരു മൈനസ് ഇവിടെ വന്നു. ഓക്കെ ആണോ മക്കൾക്ക്? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ. അങ്ങനെയാണോ നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോവാം. ശരിയാണല്ലോ മക്കള്? റെഡി? യെസ്, നമ്മളെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് വരാം. A figure shows the path of an object in uniform circular motion. യെസ്, ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? എക്സാമ്പിൾ ആയിട്ട് മക്കളെ ഫിഗർ കാണുന്നുണ്ടാവുമല്ലോ അല്ലെ? സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ. പി എന്ന് പറയുന്ന ഒരു പോയിന്റിൽ ഒരു ഒബ്ജക്റ്റ് ഉണ്ടെന്ന് കൺസിഡർ ചെയ്തോ മക്കള്. യെസ്, നമുക്ക് ഒന്ന് വരച്ചു വെക്കാം കേട്ടോ. വരച്ചു കഴിഞ്ഞാൽ ഒന്നും കൂടി അടിപൊളിയാവും സാധനം. സംഭവം ഇത്രയേ ഉള്ളൂ. യെസ്, നമ്മള് ഒരു സ്റ്റോൺ ഉണ്ട്. എന്റെ കയ്യിൽ ഒരു റെഡ് സ്റ്റോൺ ഉണ്ട്. ഈ സ്റ്റോൺ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് മക്കളെ? വേറെ ഒന്നുമില്ലടാ, ജസ്റ്റ് ഒരു റോപ്പിന്റെ സഹായത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു സർക്കുലർ മോഷനിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ കൺഫ്യൂഷൻസ് ഒന്നുമില്ല അല്ലെ? A figure shows the path of an object in a uniform circular motion. റെഡി ആണോ? ഒരു സ്റ്റോൺ ഞാൻ ഇങ്ങനെ കയറി കെട്ടി കറക്കിക്കൊണ്ടിരിക്കുകയാണ്. റീഡ്രോ ദ ഫിഗർ. നമ്മൾ വരച്ചു, നമ്മൾ പറയാതെ തന്നെ നമ്മൾ വരച്ചു അല്ലെ? അടിപൊളി. ആൻഡ് മാർക്ക് ദ ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ. പി എന്ന് പറയുന്ന പോയിന്റിൽ ഉണ്ടാവുന്ന വെലോസിറ്റിയും കണ്ടുപിടിക്കണം, ആക്സിലറേഷനും കണ്ടുപിടിക്കണം. എങ്ങനെയാണ് വെലോസിറ്റി? പി എന്ന് പറയുന്ന പോയിന്റിൽ ആ സ്റ്റോണിന്റെ വെലോസിറ്റി എത്രയായിരിക്കും മക്കളെ? ഏത് ഡയറക്ഷനിലായിരിക്കും വെലോസിറ്റി ഉണ്ടാവുക? നമ്മൾ നോക്കിക്കോ. നമ്മൾ നേരെ ടാൻജന്റ് ആയിട്ടുള്ള ഈ ഡയറക്ഷനിലല്ലേ വെലോസിറ്റി ഉണ്ടാവുക. കൺഫ്യൂഷൻസ് ഇല്ലല്ലോ. ക്ലിയർ ആണേ? ഇവിടെ നമ്മൾ നോക്കിക്കോ. ഈ ഫോഴ്സ്, ഈ സ്റ്റോണിന് കിട്ടുന്ന ഫോഴ്സ് എങ്ങോട്ടായിരിക്കും? സെൻട്രിപെറ്റൽ ഫോഴ്സ് അല്ലേ? സെന്ററിലേക്കല്ലേ ഒരു ഫോഴ്സ് ഉണ്ടാവുന്നത്. അപ്പൊ ആക്സിലറേഷൻ എങ്ങോട്ടായിരിക്കും ഉണ്ടാവുക? സെന്ററിലേക്കായിരിക്കും, ടുവേർഡ്സ് സെന്റർ ആയിരിക്കും. വെലോസിറ്റി എങ്ങോട്ടായിരിക്കും ഉണ്ടാവുക മക്കളെ? ടാൻജന്റ് ആയിരിക്കും അല്ലെ? ആ പോയിന്റിൽ നിന്ന് വരയ്ക്കുന്ന ടാൻജന്റ് ഡയറക്ഷനിലായിരിക്കും അതിന്റെ വെലോസിറ്റി ഉണ്ടാവുക. സെറ്റ് ആണോ മക്കൾക്ക്? റീഡ്രോ ദ ഫിഗർ നമ്മൾ വരച്ചു. ആൻഡ് മാർക്ക് ദ ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി മാർക്ക് ചെയ്തു. ആൻഡ് ആക്സിലറേഷൻ ഓഫ് ദ പാർട്ടിക്കിൾ അറ്റ് പോയിന്റ് പി. റെഡി ആണോ മക്കൾക്ക്? അപ്പൊ നമ്മൾ ഫസ്റ്റ് ഏരിയ കഴിഞ്ഞു. സെക്കൻഡ് ഏരിയയിലേക്ക് നമുക്ക് വരാം. അതൊരു ന്യൂമറിക്കൽ പ്രോബ്ലം ആണ്, വേറെ ഒന്നുമില്ല. an object മൂവിങ് യൂണിഫോം ആയിട്ട് മൂവ് ചെയ്യുന്നുണ്ട് ഒരു ഒബ്ജക്ട്. സർക്കുലർ പാത്ത് ഓഫ് റേഡിയസ് 12 സെന്റിമീറ്റർ ആണ് അല്ലെ? നമുക്ക് ഇതിൽ തന്നെ മാർക്ക് ചെയ്യാം കേട്ടോ. കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. കൺഫ്യൂഷൻ ഒന്നും അടിക്കേണ്ട മക്കള്. ഇവിടെ നമുക്ക് ഒബ്ജക്ട് മൂവ് ചെയ്യുന്നുണ്ട്. ഒരു UCM ആണ്, യൂണിഫോം സർക്കുലർ മോഷൻ ആണ്. അവിടെ അതിന്റെ റേഡിയസ് എത്രയാണ് മക്കളെ പറയുന്നത്? 12 സെന്റിമീറ്റർ ആണ്. നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? മീറ്ററിലേക്ക് ആക്കേണ്ടി വരും. ഫൈൻ, വിട്ടെ. 12 സെന്റിമീറ്റർ കംപ്ലീറ്റ്സ് 7 റെവല്യൂഷൻസ് ഇൻ 100 സെക്കൻഡ്. 7 റെവല്യൂഷൻസ് 100 സെക്കൻഡ് ഉണ്ട് അല്ലെ? ഫൈൻ, ഗുഡ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ആംഗുലാർ സ്പീഡ് ആൻഡ് ദ ലീനിയർ സ്പീഡ്? നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആംഗുലാർ സ്പീഡ് നമുക്ക് കണ്ടുപിടിക്കണം. ആംഗുലാർ സ്പീഡ് എന്ന് പറയുന്നത് എന്തായിരുന്നു മക്കളെ? ഒമേഗ ആയിരുന്നു. ഓക്കെ ആണോ? ഒമേഗ എങ്ങനെയാ കണ്ടുപിടിക്കുക? ഒമേഗ കണ്ടുപിടിക്കാൻ 2 ഇക്വേഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 2πf ഫ്രീക്വൻസി ആണ് എഫ് കേട്ടോ. അല്ലെങ്കിൽ ഒമേഗ കണ്ടുപിടിക്കാൻ നമുക്ക് എങ്ങനെ ചെയ്യാം? 2π/t. ഈ 2 മെത്തേഡ്സിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? ഒമേഗ അല്ലെങ്കിൽ ആംഗുലാർ വെലോസിറ്റി അല്ലെങ്കിൽ ആംഗുലാർ സ്പീഡ് നമുക്ക് കണ്ടുപിടിക്കാം. സെറ്റ് ആണോ മക്കൾക്ക്? അങ്ങനെയാണ് സാറേ ലീനിയർ സ്പീഡ് കണ്ടുപിടിക്കേണ്ടേ? തീർച്ചയായിട്ടും ലീനിയർ സ്പീഡ് കണ്ടുപിടിക്കണം. നമ്മൾ എങ്ങനെ ലീനിയർ സ്പീഡ് കണ്ടുപിടിക്കണം? ലീനിയർ സ്പീഡ് കണ്ടുപിടിക്കാൻ വേറെ ഇക്വേഷനും കൂടി ഉണ്ട്. v is equal to എന്താണ്? r ഒമേഗയാണ്. ഒമേഗ നമ്മൾ ഓൾറെഡി പാർട്ട് എയിൽ അല്ലെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ കണ്ടുപിടിച്ചിട്ടുണ്ടാവും. അത് റേഡിയസും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടൂടാ? ലീനിയർ സ്പീഡ് ആയിട്ടുള്ള v കിട്ടും. സെറ്റ് ആണോ മക്കൾക്ക്? അങ്ങനെയാണ് മക്കൾ പറ ആംഗുലാർ സ്പീഡ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഒമേഗ is equal to 2πf. അതിലെ 2π നമുക്ക് കുഴപ്പമൊന്നുമില്ല. ഫ്രീക്വൻസി എന്താണ് ഫ്രീക്വൻസി? എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് മക്കൾ ഫ്രീക്വൻസി എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത്? യെസ്, ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, സിമ്പിൾ ആയിട്ട് നമുക്കൊന്ന് പറയാം.
ക്ലിയർ? ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 7 റെവല്യൂഷന് നമ്മൾ 100 സെക്കൻഡ് എടുത്തു അല്ലെ. നമുക്കൊന്ന് എഴുതി വെക്കാം കേട്ടോ. 7 റെവല്യൂഷന് നമ്മൾ എത്ര സെക്കൻഡ് എടുത്തു? 100 സെക്കൻഡ്സ് എടുത്തു. ക്ലിയർ ആണേ? 7 റെവല്യൂഷന് നമ്മൾ എത്ര സെക്കൻഡ്സ് എടുത്തു? 100 സെക്കൻഡ് എടുത്തു. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ മക്കൾ ശ്രദ്ധിച്ചു കേട്ടോ, ഒരു സെക്കൻഡിൽ ഉണ്ടാവുന്ന നമ്പർ ഓഫ് റെവല്യൂഷൻസ്, അതിനല്ലേ നമ്മൾ ഫ്രീക്വൻസി എന്ന് പറയുന്നേ. അങ്ങനെയാണെങ്കിൽ നമ്മൾ RHS 1 കൊണ്ട് ഡിവൈഡ് ചെയ്തു എന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ ഒരു സെക്കൻഡിൽ ഉണ്ടാവുന്ന റെവല്യൂഷൻസ് എത്രയായിരിക്കും മക്കളെ? 7/100 റെവല്യൂഷൻസ് അല്ലേ? അല്ലെ 100നെ നേരെ LHS എടുത്താലും മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എത്രയാണ് കിട്ടിയിരിക്കുന്നത്? ഫ്രീക്വൻസി എന്ന് പറയുന്നത് 7/100 അല്ലേ? കൺഫ്യൂഷൻസ് ഒന്നുമില്ലല്ലോ. അപ്പൊ നമുക്ക് കിട്ടി ഫ്രീക്വൻസി എത്രയാണ്? 7/100 ആണ്. അങ്ങനെയാണെങ്കിൽ ഇക്വേഷനിലേക്ക് തന്നെ വന്നേ മക്കള്. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആരാ? ഒമേഗനെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഒമേഗ ഇസ് ഈക്വൽ ടു 2πf ആണ്. ഫ്രീക്വൻസി ഇസ് ഈക്വൽ ടു 7/100 ആണ്. അങ്ങനെയാണെങ്കിൽ മക്കൾ ഇക്വേഷനിലേക്ക് വന്നു. ഒമേഗ ഇസ് ഈക്വൽ ടു 2π ഇൻറ്റു f, 2π ഇൻറ്റു 7/100. ഇത് ചെയ്ത് കഴിഞ്ഞാൽ മക്കൾക്ക് ആരെ കിട്ടുക? ഒമേഗന്റെ വാല്യൂ കിട്ടും. വേറെ ഒന്നും വേണ്ട. 7/100 ഇൻറ്റു 2π ചെയ്താൽ നമുക്ക് ആരെ കിട്ടും? ഒമേഗ കിട്ടും. അതിൽ കൺഫ്യൂഷൻസ് ഇല്ലല്ലോ. ഞാൻ ഇവിടെ എഴുതുന്നില്ല. ഒമേഗ റെഡി ആണോ മക്കൾക്ക്? ഒമേഗന്റെ യൂണിറ്റ് എന്തായിരുന്നു മക്കളെ? എന്തായിരുന്നു ഒമേഗന്റെ യൂണിറ്റ്? ഒമേഗ എന്ന് പറയുന്നത് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം ആണ്. റെഡി ആണോ മക്കൾക്ക്? ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം ആണ്. റാഡ് പെർ സെക്കൻഡ് ആണ് വരിക. സെക്കൻഡ് ഓക്കെ ആണോ മക്കൾക്ക്? യെസ്. അപ്പൊ ഒമേഗന്റെ ഐഡിയ കിട്ടി. ഇനി നമ്മൾ എന്തിലേക്കാണ് വരുന്നത്? ഇനി നമ്മൾ വരുന്ന മക്കൾ നോക്കിക്കോ. ഒമേഗ കിട്ടി. ഒമേഗ മാത്രം പോരല്ലോ നമുക്ക് അവിടെ. നമുക്ക് ആരെ വേണം? ലീനിയർ സ്പീഡും കൂടി കിട്ടണ്ടേ? ലീനിയർ സ്പീഡും കൂടി കിട്ടണമെങ്കിൽ വേറെ ഒന്നും മക്കൾ ചെയ്യണ്ട. V is equal to എന്ത് കൊടുത്താൽ മതി? R ഒമേഗ. ഒമേഗ നമ്മൾ ഇവിടെ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ടാവും? 2π ഇൻറ്റു 7/100 എന്നുള്ള കാര്യം മക്കൾ ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റർ ഇട്ട് നോക്കിയാൽ തന്നെ ആൻസർ കിട്ടും. ആ കിട്ടിയ ആൻസർ നമുക്ക് ഇവിടെ ഒമേഗ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. ഇവിടെ R എന്ന് പറയുന്നത് എത്രയാണ്? R എന്ന് പറയുന്നത് എത്രയായിരുന്നു മക്കളെ? R നോക്കാം നമുക്ക് കേട്ടോ. R 12 സെന്റിമീറ്റർ ആണ് അല്ലെ. സെന്റിമീറ്റർ നമുക്ക് എന്തിലേക്ക് ആക്കാം? മീറ്ററിലേക്ക് ആക്കാം. അങ്ങനെയാണെങ്കിൽ എന്ത് വരും? 0.12 ഇൻറ്റു 2π ഇൻറ്റു 7/100. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്ത് കിട്ടി മക്കളെ? ആൻസർ കിട്ടി. ഓക്കെ ആണോ? അപ്പൊ ലീനിയർ സ്പീഡും കിട്ടി, ആംഗുലർ സ്പീഡും കിട്ടി, പിന്നെ രണ്ടാമത് നമ്മൾ ഡയറക്ഷൻ പറഞ്ഞു കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയല്ലോ. സെറ്റ് അല്ലേ? പക്കയല്ലേ? ഡൗട്ട് ഒന്നുമില്ലല്ലോ? യെസ്, ഗുഡ്. അങ്ങനെയാണ് നമ്മൾ ഇത് വൈൻഡ് അപ്പ് ചെയ്യാണ് കേട്ടോ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. റെഡി ആണോ? ഫൈൻ. യെസ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം അല്ലെ. ഒബ്റ്റെയിൻ ദ റിലേഷൻ ബിറ്റ്വീൻ ലീനിയർ വെലോസിറ്റി ആൻഡ് ആംഗുലർ വെലോസിറ്റി. എന്താണ് ലീനിയർ വെലോസിറ്റി? V വെച്ചിട്ടാണ് നമ്മൾ പറയാറ്. ആംഗുലർ വെലോസിറ്റിയോ ഒമേഗ വെച്ചിട്ടാണ് പറയാറ്. അങ്ങനെയാണ് അതിന്റെ റിലേഷൻ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചല്ലേ സാറേ? V is equal to എന്തായിരുന്നു? R ഒമേഗ ആയിരുന്നു അല്ലെ. അതൊന്നും കൂടി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ആ റിലേഷനിലേക്ക് എങ്ങനെ എത്തുന്നു എന്നുള്ള കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമുക്കറിയാം, നമ്മൾ മുൻപ് പഠിച്ചിട്ടുണ്ട് ഒരു സെക്കൻഡ് കേസിലാണെങ്കിൽ തീറ്റ ഇസ് ഈക്വൽ ടു, അല്ലെങ്കിൽ തീറ്റ ഇസ് ഈക്വൽ ടു എന്താണ്? നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ആർക്ക് ഡിവൈഡഡ് ബൈ റേഡിയസ്. ഓക്കെ, കുഞ്ഞു ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചൊരു കാര്യമാണ്. ആ ഒരു കേസ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. തീറ്റ ഇസ് ഈക്വൽ ടു എന്താണ്? ആർക്ക് ബൈ റേഡിയസ്. അത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. അതിനെ റിലേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു ഫിഗർ വരയ്ക്കാൻ പോവാണ്. സെറ്റ് ആണോ മക്കള്? ഒരു സർക്കുലർ മോഷന്റെ വളരെ ചെറിയൊരു ഭാഗമാണ്. കൺസിഡർ ചെയ്താൽ മതി. വേറെ ഒന്നിലേക്കും പോകണ്ട മക്കള്. ക്ലിയർ? നമുക്കിവിടെ ക്ലിയർ? ഫൈൻ. സെറ്റ് ആണല്ലോ. നമുക്ക് ഇവിടെ ഒരു ഡി തീറ്റ ഉണ്ടെന്ന് വിചാരിച്ചോ മക്കള്. വളരെ ചെറിയൊരു ആംഗിൾ കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഒന്ന് വലുതാക്കി വരച്ചതാണ് ഡി തീറ്റ. ആ പോയിന്റിൽ ടി എന്ന് പറയുന്ന ടൈമിൽ പോയിന്റ് എയിലായിരുന്നു, ബോഡി എയിലായിരുന്നു. T1 എന്ന് പറയുന്ന ടൈമിലേക്ക് ബോഡി എവിടെ എത്തി? ബി എന്ന് പറയുന്ന പോയിന്റിലേക്ക് എത്തി. ക്ലിയർ ആണോ? ഇത് ആക്ച്വലി എന്തിന്റെ ഭാഗമാണ് മക്കളെ? ഒരു സർക്കുലർ പാത്തിന്റെ ഭാഗമാണ്. കൺഫ്യൂഷൻസ് ഒന്നുമില്ലല്ലോ? റെഡി? അങ്ങനെയാണെങ്കിൽ മക്കൾ നോക്കിക്കോ. ഇവിടെ നമുക്കൊരു കാര്യം അറിയാം. ഇവിടെ ഡി തീറ്റ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ആംഗിളാണ്. ഞാൻ പറഞ്ഞു വളരെ ചെറിയൊരു ആംഗിൾ ആണ്. അങ്ങനെയാണെങ്കിൽ മക്കളൊരു കാര്യം നോക്കിക്കോ. എയിൽ നിന്ന് ബിയിലേക്ക് ഞാനൊരു ലൈൻ വരച്ചു. അതാണ് എന്റെ ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് L. ഡി തീറ്റ വളരെ ചെറുതാണെങ്കിൽ എ ബി എന്ന് പറയുന്ന ആർക്കും L എന്ന് പറയുന്ന ലീനിയർ ഡിസ്റ്റൻസ് തമ്മിൽ എന്തായിരിക്കും? വളരെ ചെറിയ വ്യത്യാസമേ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ അത് രണ്ടും എന്താണ്? ഈക്വൽ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. സെറ്റ് ആണല്ലോ മക്കൾക്ക്? അങ്ങനെയാണോ മക്കൾ വന്നേ? ഇവിടെ തീറ്റ ഇസ് ഈക്വൽ ടു നമ്മൾ ഇക്വേഷൻ എന്തായിരുന്നു? ആർക്ക് ഡിവൈഡഡ് ബൈ റേഡിയസ് അല്ലേ? അതാണ് നമ്മൾ ഇക്വേഷൻ. ഇവിടെ തീറ്റയ്ക്ക് നമ്മൾ ഇവിടെ ഡി തീറ്റ എന്ന് കൊടുത്തു. വളരെ ചെറിയൊരു ആംഗിൾ ആണ്. ആർക്കിന് ശരിക്കും എ ബി ആണ് കൊടുക്കേണ്ടത്. അതിന് പകരം എനിക്ക് കൊടുക്കാൻ കഴിയും L എന്ന് കൊടുത്തൂടെ? കൺഫ്യൂഷൻസ് ഇല്ലല്ലോ? അങ്ങനെയാണെങ്കിൽ റേഡിയസ്, ഇതിന്റെ റേഡിയസ് ഞാൻ എന്താ മക്കളെ കൊടുക്കുന്നത്? R ആണ്.
സെറ്റ് ആണോ അല്ലയോ? ഇനി മക്കൾ നോക്കിക്കോ, ആറിനെ ഞാൻ LHS ലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ആർ ഇൻറ്റു ഡി തീറ്റ ഇസ് ഈക്വൽ ടു എനിക്ക് എന്ത് കിട്ടൂടാ? സിംപ്ലി ഒരു L കിട്ടത്തില്ലേ? അതിൽ കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ. ഞാൻ ഇനി ഈ ഇക്വേഷന്റെ LHS-ലും RHS-ലും ഞാൻ ഡെൽറ്റ ടി വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? നോക്കി നോക്കാം നമുക്ക്. ഡെൽറ്റ ടി വെച്ച് ഡിവൈഡ് ചെയ്യാണ്, ഡി തീറ്റ ഡിവൈഡഡ് ബൈ ഡി ടി. ഓക്കെ ആണോ? L ഡിവൈഡഡ് ബൈ ഡി ടി. ഓക്കെ ആണോ മക്കൾക്ക്? കൺഫ്യൂഷൻസ് ഇല്ലല്ലോ. അങ്ങനെയാണോ മക്കൾ? നോക്കിക്കേ, ഇവിടെ ഡി തീറ്റ ബൈ ഡി ടി എന്താ അതുകൊണ്ട് മീൻ ചെയ്യുന്നത്? ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ആണ് അല്ലെ. ഡി തീറ്റ എന്ന് പറഞ്ഞാൽ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ആണ്. മക്കൾ നോക്കിക്കോ, ഈ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് അല്ലേ ഡി തീറ്റ എന്ന് പറയുന്നത്? ഡിവൈഡഡ് ബൈ ടൈം. ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം എന്താ നമ്മൾ പറയാ? ആംഗുലാർ വെലോസിറ്റി എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ആർ, ആംഗുലാർ വെലോസിറ്റി സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ഉപയോഗിക്കും? ഒമേഗ. അങ്ങനെയാണെങ്കിൽ വി ഇസ് ഈക്വൽ ടു എന്തായിരിക്കും മക്കളെ? ഈക്വൽ ടു എന്തായിരിക്കും മക്കളെ? എൽ ബൈ ഡി ടി എന്താണ്? ലീനിയർ ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡ് ബൈ ടൈം. വി എൽ എ അല്ലെ? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എന്താ? വെലോസിറ്റി ആണ്. അങ്ങനെയാണ് നമ്മൾ ഇക്വേഷൻ എന്താണ്? വി ഇസ് ഈക്വൽ ടു ആർ ഒമേഗയാണ്. നമ്മൾ ഈസി ആയിട്ട് പ്രൂവ് ചെയ്തെടുത്തല്ലോ. അതിന് കൺഫ്യൂഷൻസ് ഒന്നുമില്ലല്ലോ. നമ്മൾ ഇത്രയും കാര്യങ്ങൾ എടുത്താൽ മതി. ഒരു സെക്ടർ, അതിന്റെ കേസിൽ തീറ്റ ഇസ് ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ് ഉണ്ട്. അതിന് വേറെ ഡൗട്ട് ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫൈനൽ ആക്കിയിട്ട് വി ഇസ് ഈക്വൽ ടു ആർ ഒമേഗയിലേക്ക് വരാം. ക്ലിയർ? സെറ്റ്. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് നമുക്കൊരു പ്രോബ്ലത്തിലേക്കും കൂടി ചെയ്യാം. യെസ്, അങ്ങനെയാണ് നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് വരാം. ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം മക്കളെ. ക്വസ്റ്റ്യൻ ഇതാണ് കേട്ടോ. യെസ്, ഒബ്റ്റെയിൻ ദ റിലേഷൻ ബിറ്റ്വീൻ ലീനിയർ വെലോസിറ്റി ആൻഡ് ആംഗുലാർ വെലോസിറ്റി. നമുക്ക് ലീനിയർ വെലോസിറ്റിയും ആംഗുലാർ വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ എന്താന്ന് നോക്കണം. അതിന് മുമ്പ് ലീനിയർ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈമിനെ നമ്മൾ എന്ത് പേര് പറയും? ലീനിയർ വെലോസിറ്റി എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ആംഗുലാർ വെലോസിറ്റി എന്താ? ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. എളുപ്പമാണ് അല്ലെ? ഒന്ന് വി വെച്ച് നമ്മൾ പറയുന്നു, അടുത്ത് നമ്മൾ എന്ത് വെച്ച് പറയും? ആംഗുലാർ വെലോസിറ്റി ഒമേഗ വെച്ച് പറയും. എന്താ ഇവ തമ്മിലുള്ള റിലേഷൻ എന്താ പറഞ്ഞേ? നമ്മൾ തൊട്ട് മുൻപ് പ്രോബ്ലം ചെയ്തല്ലേ? വി ഇസ് ഈക്വൽ ടു എന്തായിരുന്നു മക്കളെ? ആർ ഒമേഗ അല്ലേ? ഇതൊക്കെ നമ്മൾ കണ്ടുപിടിച്ചു. പിന്നെ എന്തിനാ സാർ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആവശ്യമുള്ളൂ? നമ്മളൊന്ന് ഡിറൈവ് ചെയ്യാൻ പോവാണ് അല്ലെ? യെസ്, അത് ഡിറൈവ് ചെയ്യാൻ പോവാണ്. മക്കൾ ശ്രദ്ധിച്ച് കേട്ടോ, ഒരു കുഞ്ഞു കാര്യമാണ് കേട്ടോ. റെഡി ആണോ? ഇത് ഡിറൈവ് ചെയ്യുന്നതിന് മുൻപായിട്ട് എനിക്ക് ആവശ്യമുള്ള ഒരു കാര്യമുണ്ട്. നമുക്കൊരു ഇക്വേഷൻ നമുക്ക് ഓൾറെഡി അറിയാം. ആംഗിൾ ഒരു സെക്ടറിന്റെ ഒക്കെ കേസിലാണെങ്കിൽ നമ്മൾ ഇവിടെ പറയാറുണ്ട് തീറ്റ ഇസ് ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ് നമ്മൾ പറയാറില്ലേ? ഓർമ്മയുണ്ടോ? കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ച ഇക്വേഷൻ ആണ് എ ബി ബൈ ആർ. അല്ലെങ്കിൽ തീറ്റ ഇസ് ഈക്വൽ ടു ആർക്ക് ഏതാണ്? എ ബി ആണ്. റേഡിയസ് ഏതാണ്? ആർ ആണ്. ഇതൊക്കെ നമ്മൾ പറയുന്ന കാര്യമാണ് അല്ലെ? ഇനി നമ്മൾ ഇതിലേക്ക് വരാം. ഇതേപോലെ നമ്മൾ ഒരു ഇക്വേഷൻ നമ്മൾ ഉപയോഗിക്കാൻ പോവാണ്. ഞാനൊന്ന് നീറ്റ് ആയിട്ട് വരയ്ക്കട്ടോ. നിങ്ങൾ ഇനി ഫിഗർ കണ്ടിട്ട് ടെൻഷൻ അടിക്കണം നമ്മൾ. യെസ്, ഒരു കാര്യം ഇങ്ങനെ വരച്ചു, നമ്മൾ ഇതിങ്ങനെ വരച്ചു. ഓക്കെ, സെറ്റ് ആണോ മക്കൾക്ക്? റെഡി ആണല്ലോ? ഇവിടെ തീറ്റ മക്കൾ നോക്കിയേ, ഇത് ആക്ച്വലി ഒരു സർക്കുലർ മോഷന്റെ ഭാഗമായിട്ടുള്ള കേസ് തന്നെയാട്ടോ, വേറെ ഒന്നുമില്ല. ഇവിടെ നമ്മൾ എന്ത് പ്ലോട്ട് ചെയ്തു മക്കളെ? ഒരു കുഞ്ഞു തീറ്റ എന്ന് പറയാനും പോലില്ല, ഒരു കുഞ്ഞു തീറ്റ, ഡി തീറ്റ മാത്രം കേട്ടോ. ഡി തീറ്റ പ്ലോട്ട് ചെയ്തു. നമ്മുടെ ആർക്ക് നമ്മൾ തൊട്ട് മുൻപ് കൊടുത്ത പോലെ എ ബി ആണ്. അതിൽ കൺഫ്യൂഷൻസ് ഒന്നുമില്ല. സെറ്റ് ആണോ മക്കൾക്ക്? ഇതിന്റെ റേഡിയസ് എത്രയാണ്? 6 ആണ്. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ഡി തീറ്റ എന്ന് പറയുന്നത് വളരെ ചെറുതല്ലേ? വളരെ ചെറിയൊരു ആംഗിൾ അല്ലേ ഡി തീറ്റ എന്ന് പറയുന്നത്? അങ്ങനെയാണെങ്കിൽ ഞാൻ എ ബിയിൽ നിന്ന് വരയ്ക്കുന്ന ഒരു ഡിസ്റ്റൻസ് മക്കൾ നോക്കിക്കോ. ബ്ലാക്ക് ലൈനിൽ ഞാൻ ഒരു ലൈൻ വരച്ചില്ലേ? ആ ഡിസ്റ്റൻസ് എൽ എന്ന് നമുക്ക് കൊടുക്കാം. ക്ലിയർ ആണോ? ഈ എല്ലും എ ബിയും, ആ ആർക്ക് എ ബിയും എല്ലും ഓൾമോസ്റ്റ് ഈക്വൽ ആവണ്ടേ? തീർച്ചയായിട്ടും ആയിരിക്കും അല്ലെ? ചെറിയ വ്യത്യാസമല്ലേ വരുള്ളൂ. സോ നമുക്ക് ഈ ആർക്കിന് പകരമായിട്ട് നമുക്ക് എന്ത് കൊടുക്കാടോ? എല്ലിന് തന്നെ കൊടുക്കാം. അതിൽ കൺഫ്യൂഷൻ ഒന്നും വേണ്ട. അങ്ങനെയാണ് ഇക്വേഷനിലേക്ക് മക്കൾ വന്നേ. തീറ്റ ഇസ് ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ്. ഇവിടെ തീറ്റ എത്രയാ മക്കളെ? ഡി തീറ്റ ആണ്. ആർക്ക് എത്രയാ മക്കളെ? എ ബി ആണ്. എ ബിക്ക് പകരം നമ്മൾ എന്ത് കൊടുത്തു? എൽ എന്ന് കൊടുത്തു. റേഡിയസിന് പകരം നമ്മൾ എന്ത് കൊടുക്കൂടാ? ആർന്ന് കൊടുത്തു. ക്ലിയർ ആണേ? അങ്ങനെയാണെങ്കിൽ എൽ ഇസ് ഈക്വൽ ടു ആർ ഇൻറ്റു ഡി തീറ്റ അല്ലേ? എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? എൽ ഇസ് ഈക്വൽ ടു ആർ ഇൻറ്റു ഡി തീറ്റ ആണ്. ഇനി ഞാൻ രണ്ട് സൈഡിലും ഡി ടി വെച്ച് ഡിവൈഡ് ചെയ്യാണ്, അല്ലെ ടൈമിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. നമുക്ക് ശ്രദ്ധിച്ച് കണ്ടോ? ആർ ഇൻറ്റു ഡി തീറ്റ ബൈ ഡി ടി, എൽ ഇൻറ്റു ഡി ടി, അല്ലെങ്കിൽ ടൈമിനെ വെച്ച് ഡിവൈഡ് ചെയ്തു. ഇനി എന്താ സംഭവിക്കുന്നത്? നമുക്ക് നോക്കിക്കേ. ഡി തീറ്റ ബൈ ഡി ടി, ഡി തീറ്റ എന്ന് പറഞ്ഞാൽ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഡിവൈഡ് ബൈ ടൈം എന്താ? ഒമേഗ. എന്താ ഡൗട്ട്? അങ്ങനെയാണെങ്കിൽ ആർ ഇൻറ്റു ഒമേഗ എന്ന് എഴുതിക്കൂടെ? ഈ ടേമിനെ ഒമേഗ എന്ന് എഴുതാം. സോ എന്റെ എൽ എച്ച് എസിൽ ആര് വരൂടാ? ആർ ഇൻറ്റു ഒമേഗ വരും. എന്റെ ആർ എച്ച് എസിലോ എൽ ബൈ ഡി ടി, ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്.
അത് വെലോസിറ്റി ആണെന്ന് എനിക്ക് ആരും പറയാതെ തന്നെ അറിയാലോ. അങ്ങനെയാണോ? വി ഇസ് ഈക്വൽ ടു എന്താ മക്കളെ? ആർ ഒമേഗ ആണ്. സെറ്റ് ആണോ മക്കൾക്ക്? കൺഫ്യൂഷൻസ് ഇല്ലല്ലോ. റെഡി. ഇതാണ് ഇതിന്റെ റിലേഷൻ എന്ന് പറയുന്നത്. വേറെ ഒന്നുമില്ല മക്കളെ. ഇത്രയും കാര്യങ്ങളൊന്ന് നോക്കി വെക്കാം. സെറ്റ് ആണോ മക്കൾക്ക്? അങ്ങനെയാണോ? നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം. റെഡി. A stone tied to the end of the string 80 centimeter long. നമ്മൾ തൊട്ട് മുൻപ് ചെയ്ത പ്രോബ്ലത്തിൽ 12 സെന്റിമീറ്റർ ആയിരുന്നു. അത് മാറിയിട്ട് കുറച്ചും കൂടി മെച്ചപ്പെട്ടു അല്ലെ? എത്രയായിരുന്നു റേഡിയസ് മക്കളെ? 80 സെന്റിമീറ്റർ. 80 സെന്റിമീറ്റർ എന്ന് പറയുന്നത് 0.8 മീറ്റർ. ഓക്കെ ആണോ? കൺഫ്യൂഷൻസ് ഇല്ലല്ലോ. സെറ്റ്. ഹൊറിസോണ്ടൽ സർക്കിൾ വിത്ത് എ കോൺസ്റ്റന്റ് സ്പീഡ്. ഒരു യൂണിഫോം സർക്കുലർ മോഷൻ തന്നെ ആയിരിക്കണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ആംഗിൾ ബിറ്റ്വീൻ വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ അറ്റ് എനി ഇൻസ്റ്റന്റ് ഓഫ് മോഷൻ? ഏത് ഇൻസ്റ്റന്റ് കേസ് എടുക്കുകയാണെങ്കിലും അവിടെ ഇപ്പം എക്സാമ്പിൾ നമ്മൾ ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, ഇവിടെ നമ്മൾ പറയാണ്, ഇവിടെ ഒരു കേസ് നമ്മൾ പറഞ്ഞു. ഇതിന്റെ സെന്റർ പോയിന്റ് ഏതായിരുന്നു മക്കളെ? O ആയിരുന്നു അല്ലെ? ഇവിടെ നമുക്ക് അറിയാം ഇതിന്റെ ആക്സിലറേഷൻ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? ടുവേർഡ്സ് സെന്റർ അല്ലേ? വെലോസിറ്റിന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? ടാൻജന്റ് അല്ലേ? അപ്പൊ അതിന്റെ ഇടയിലുള്ള ആംഗിൾ എത്രയായിരിക്കും മക്കളെ? 90 ഡിഗ്രി അല്ലേ? അതിന് കൺഫ്യൂഷൻസ് ഒന്നുമില്ലല്ലോ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റിന്റെ ആൻസർ ആയ വാട്ട് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ അറ്റ് എനി ഇൻസ്റ്റന്റ് ഓഫ് മോഷൻ? അവിടെ തീറ്റ എത്രയായിരിക്കും മക്കളെ വരിക? 90 ഡിഗ്രി ആണ് സാറേ. ഒരു ഡൗട്ടും ഇല്ല. ക്വസ്റ്റ്യൻ കഴിഞ്ഞു. വിട്ടു. യെസ്. ഇഫ് ദ സ്റ്റോൺ മേക്സ് 40 revolution in 25 seconds. ഗുഡ്. 40 revolutions ഇൻ എത്ര സെക്കൻഡ് കൊണ്ടാണോ? 25 സെക്കൻഡ്. റെഡി ആണോ? കൺഫ്യൂഷൻസ് ഇല്ലേ? റെഡി. What is the magnitude of acceleration of the stone? What is the magnitude of acceleration of the stone? Acceleration കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ മക്കളെ എഴുതി വെച്ചോ. ഒമേഗ സ്ക്വയർ ഇൻറ്റു റേഡിയസ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആക്സിലറേഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒമേഗ സ്ക്വയർ ഇൻറ്റു ആർ. അതാണ് ആക്സിലറേഷൻ എന്ന് പറയുന്നത്. ഇവിടെ മക്കൾ നോക്കിക്കോ, നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. ഞാൻ ഐഡിയാസ് മക്കൾക്ക് തരുള്ളൂ, മക്കൾ അത് ചെയ്യാവുന്നതേ ഉള്ളൂ. സെറ്റ്. 40 revolutions 25 സെക്കൻഡ് അല്ലെ? അങ്ങനെയാണെങ്കിൽ ഫ്രീക്വൻസി എന്തായിരുന്നു? ഒരു സെക്കൻഡിൽ ഉണ്ടാവുന്ന നമ്പർ ഓഫ് റെവല്യൂഷൻസ് അല്ലേ? അങ്ങനെയാണെങ്കിൽ 1 സെക്കൻഡിൽ ഉണ്ടാവുന്ന എത്രയായിരിക്കും മക്കളെ? 40 ഡിവൈഡഡ് ബൈ 25 റെവല്യൂഷൻസ്. അപ്പൊ നമുക്ക് ഫ്രീക്വൻസി കിട്ടി. ഫ്രീക്വൻസി എത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്? ഒന്ന് പറഞ്ഞേ മക്കള്. ഫ്രീക്വൻസി എത്രയാണ് കിട്ടിയിരിക്കുന്നത്? ഇവിടെ എത്രയാണ് കിട്ടിയിരിക്കുന്നത് മക്കളൊന്ന് പറ. 40 ഡിവൈഡഡ് ബൈ 25 അല്ലെ? 40 ഡിവൈഡഡ് ബൈ 25. സെറ്റ് ആണോ? അങ്ങനെയാണെങ്കിൽ ഫ്രീക്വൻസി നമുക്ക് കിട്ടി. ആക്സിലറേഷൻ എങ്ങനെ കണ്ടുപിടിക്കാം? ഒമേഗ സ്ക്വയർ ഇൻറ്റു ആർ അല്ലേ? റേഡിയസ് നമുക്ക് തന്നിട്ടുണ്ടല്ലോ 0.8 മീറ്റർ അല്ലേ? അതിൽ കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ. ഇല്ല. അങ്ങനെയാണ് സാർ ഒമേഗ സ്ക്വയർ എങ്ങനെ കണ്ടുപിടിക്കും? എടാ ഒമേഗ എന്ത് ബുദ്ധിമുട്ടാ മക്കളെ കണ്ടുപിടിക്കാൻ? ഒമേഗ എന്ന് പറയുന്നത് എന്താണ്? 2πf അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെയ്യാലോ. 2π ഇൻറ്റു 40/25. ഓക്കെ, ഇതിന്റെ സ്ക്വയർ ഞാൻ കണ്ടുപിടിച്ചാൽ എനിക്ക് ഇത് എന്ത് കിട്ടി മക്കളെ? ഒമേഗ സ്ക്വയർ കിട്ടി. അങ്ങനെയാണെങ്കിൽ ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു ഒമേഗ സ്ക്വയർ ഇൻറ്റു ആർ അല്ലേ? അതിലെ ഒമേഗ സ്ക്വയർ എന്ന് പറയുന്നത് 2π ഇൻറ്റു 40/25. ആ വാല്യൂ കണ്ടുപിടിക്കുക, അതിന്റെ സ്ക്വയർ കണ്ടുപിടിക്കുക. കാൽക്കുലേറ്റർ എടുത്തോ, ടൈപ്പ് ചെയ്തോ, കണ്ടുപിടിച്ചോ. ഇവിടെ ഒമേഗ സ്ക്വയർ അപ്പൊ നമുക്ക് കിട്ടും. അതിന്റെ കൂടെ 0.8 കൂടി, അതായത് മീറ്ററിലേക്ക് ആക്കിയപ്പോൾ 0.8 ആണ്, 80 സെന്റിമീറ്റർ ആയിരുന്നു. 0.8 കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ എന്തായി? നമുക്ക് ഇവിടെ എന്താടാ? ആക്സിലറേഷൻ സെറ്റ് ആയി. ക്ലിയർ ആണോ മക്കൾക്ക്? ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? അടിപൊളിയല്ലേ? കൺഫ്യൂഷൻസ് ഇല്ലല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മക്കളൊന്ന് ഓർത്ത് വെക്കുക. ഇത്രയും കാര്യങ്ങൾ സെറ്റ് ആക്കി വെക്കുക. എന്നിട്ടുണ്ടെങ്കിൽ മക്കൾ യാതൊന്നും പേടിക്കേണ്ട. നമ്മളുടെ മോഷൻ പ്ലെയിനിലെ ഒരുവിധം മേജർ ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സെറ്റ് ആണോ മക്കൾക്ക്? കൺഫ്യൂഷൻസ് ഇല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു പുതിയ ചാപ്റ്ററുമായിട്ട് നമുക്ക് വീണ്ടും വരാം കേട്ടോ. നിങ്ങൾ മോഷൻ പ്ലെയിനിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ വീണ്ടും പറയാണ്, പ്രൊജക്ടൈൽ മോഷന്റെ ഏരിയ കൂടുതൽ ശ്രദ്ധിക്കണം. പ്രൊജക്ടൈൽ മോഷൻ ഡെഫിനിഷൻ ചോദിക്കാറുണ്ട്, ഡെറിവേഷൻ ചോദിക്കാറുണ്ട്, നമ്മൾ ചെയ്ത ടൈപ്പില് പ്രോബ്ലംസും ചോദിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു ഏരിയ വിട്ട് കളയരുത്. ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട പഠിക്കേണ്ട ഒരു ഏരിയ ആ ഏരിയ തന്നെയാണ്. സെറ്റ് ആണ്? കൺഫ്യൂഷൻസ് ഇല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. റെഡി?